ഒരാൾ ഇൻഫ്ലുവൻസർ എന്ന് വിളിക്കുന്നതിനേക്കാൾ ഐ വുഡ് ബി ഹാപ്പി ടു കോൾ ഇമ്പാക്ടർ. എൻ്റെ ഇൻസ്റ്റക്കകത്ത് എനിക്കൊരു വലിയൊരു ഗ്രോത്ത് വന്നൊരു സാധനമുണ്ട്. ഞാൻ ഏറ്റവും വെറുത്തൊരു ഗ്രോത്ത്. എഴുതുന്നത് നിങ്ങൾക്ക് നിങ്ങളൊരു ഹീലിംഗ് അല്ലെങ്കിൽ ഒരു സേവിംഗ് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടോ? ഡു യു റൈറ്റ് ടു ഹീൽ, ഡു യു റൈറ്റ് ടു സേവ് യുവർ സെൽഫ്? പിന്നെ മറക്കുക എന്നുള്ളൊരു പ്രോസസ്സ് നടക്കണില്ല എന്ന് വിശ്വസിക്കണം. ഞാൻ ഇന്ന ആളെ മറക്കണമെന്ന് പറയുന്നത് ഒരു ഓർക്കലാണല്ലോ. അതിൽ ഞാൻ ഒരു തെറ്റ് എഴുതിയിട്ടുണ്ടെങ്കിൽ അത് അന്നത്തെ എൻ്റെ ശരിയായിരുന്നു എന്ന് മാത്രമാണ്. ഇന്നത്തെ ശരി പറയണമെന്ന് പറയണുള്ളൂ. ഇന്നത്തെ ശരി എന്നാ പറയാൻ പറ്റുള്ളൂ. തെറ്റ് അംഗീകരിക്കാനും മാറ്റാനും പറ്റുന്നു എന്നുള്ളതുള്ളൂ. നമ്മളിത് ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ ഫോളോ ചെയ്യും. ഇപ്പം ഞാൻ തന്നെ എൻ്റെ അടുത്ത് ഫോളോ ചെയ്യുന്ന ആളെടുത്ത് പറയും, എന്നെ അന്ധമായിട്ട് വിശ്വസിക്കരുത് ഞാൻ പറയും. ഞാൻ ജെന്യുവൻ ആണെന്ന് എനിക്കറിയാം, പക്ഷെ എന്നാലും ഞാൻ പറയും, ഒരു പോയിന്റിൽ പോലും നമ്മൾ മനുഷ്യരാണ്. ഒരിക്കലും അന്ധമായിട്ട് ഒരു മനുഷ്യനെ നിങ്ങൾ ഫോളോ ചെയ്യേണ്ടതില്ല. ഓക്കെ, സോ ക്ലാസിക്. എൻ്റെ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇപ്പോൾ എല്ലാവർക്കും സെയിം ആണ് കൊടുക്കല്. ക്ലാസിക് ക്വസ്റ്റ്യനാ. ഓക്കെ, നമ്മളെ ലേബിൾസ് എല്ലാം മാറ്റി വെച്ചിട്ട് ഞാൻ ഇന്നൊരാളാണ് അല്ലെങ്കിൽ ഇന്നൊരു ഇതാണെന്ന് ഡിഫൈൻ മാറ്റി വെച്ചിട്ട് നിങ്ങളൊരു 3 വാക്കിൽ നിങ്ങളെ ഡിഫൈൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതെങ്ങനെയായിരിക്കും? ഞാൻ പണ്ട് ബയോയിലൊരു ഇത് കൊടുത്തിരുന്നു, ആർട്ട് ഓഫ് സ്റ്റോറി ടെല്ലിങ്. ഒരു കലയാണ് ആ സാധനം എന്നുള്ള ഈ വിശ്വാസം. അപ്പോൾ ഞാൻ ഇപ്പോൾ ചെയ്യുന്ന, ഇപ്പോൾ ആർക്കിടെക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ സ്റ്റോറി ടെല്ലറായിട്ട് നിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ എഴുതുന്നുണ്ട്, പാട്ട് എഴുതുന്നുണ്ട്, അല്ലെങ്കിൽ ആർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു വേ ഓഫ് സ്റ്റോറി ടെല്ലിംഗ് ആണ്. അതായത് എൻ്റെ ഉള്ളിൽ കുറേ, നമ്മുടെ ലൈഫിൽ കുറേ, ഏതൊരു മനുഷ്യർക്ക് പറയാൻ കുറേ കഥകളുണ്ടാവും. അപ്പോൾ ആ കഥ എക്സ്പ്രസ് ചെയ്യുന്ന ഒരു മീഡിയം മാത്രമായിട്ടാണ് ഞാൻ ഇതിനൊക്കെ കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ എല്ലാതും ആവാം. നിങ്ങൾക്ക് അതിനെ എക്സ്പ്രസ് ചെയ്യാൻ ഒരു 100 വഴികളുണ്ട്. അതിലത്തെ ഏത് വഴിയും ചൂസ് ചെയ്യാം. അപ്പോൾ ശരിക്കും ഞാൻ എപ്പോഴും നിങ്ങൾ ഇന്ന ഒരു സൈഡിൽ സ്റ്റോപ്പ് ചെയ്താൽ ഞാൻ വേറെ വഴിക്ക് ആ കഥ പറഞ്ഞുകൊണ്ടിരിക്കും. അതായത് നിങ്ങൾ ഇന്ന സംസാരം നിർത്തുകയാണെങ്കിൽ ഞാൻ ചിലപ്പം ആർട്ട് കൂടെ കാണിച്ചുകൊണ്ടിരിക്കും. ആർട്ട് നിർത്തി കഴിഞ്ഞാൽ ചിലപ്പം വേറൊരു ആയിട്ടാണെങ്കിൽ എൻ്റെ കഥകൾ ഞാൻ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. സോ ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്നത് ഇല്ലെങ്കിൽ ഞാനൊരു നല്ല സ്റ്റോറി ടെല്ലറാണ്. അതായത് അതെല്ലാ മനുഷ്യരുമാണ്, പക്ഷേ ഞാനതിനെ സോഷ്യൽ മീഡിയയിൽ വെച്ചതുകൊണ്ട് അതിന് മാത്രം അത്രേ ഉള്ളൂ. സ്റ്റോറി ടെല്ലറാണ്. അതായത് ഒന്നുമില്ല, ഇപ്പൊ പറയാ ഫോട്ടോഗ്രാഫർ അല്ല, ഫോട്ടോ പിടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതിന്റെ ടെക്നിക്കൽ സാധനങ്ങളൊന്നും അറിയില്ല, പക്ഷെ ഇന്നൊരിക്കലും കഥ പറഞ്ഞിരുന്ന് നിർത്താൻ പറ്റൂല. അതിന്റെ ഏതെങ്കിലും ഒരു ആർട്ട് ഫോം ആയിട്ട് ഇങ്ങനെ പുറത്തേക്ക് വരും. ഞാൻ മിനിയാന്ന് വിളിച്ചപ്പോൾ പറഞ്ഞില്ലേ, നിങ്ങൾ പറഞ്ഞില്ലേ ഡ്രീം കം ട്രൂ എന്താന്ന് പറഞ്ഞില്ലേ? ഞാൻ പറഞ്ഞില്ലേ എനിക്കൊരു സാധനം പറയാന്ന് പറഞ്ഞില്ലേ, 2021 ഞാൻ ഇപ്പൊ പറഞ്ഞ സെയിം സിനാരിയോ. അന്ന് ഞാൻ ഇങ്ങനെ കണ്ടന്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. എനിക്ക് ഫോളോവേഴ്സൊന്നും ഇല്ല, 1000 1500 ഫോളോവേഴ്സ് ഉണ്ടാവും. നമ്മളൊരു കോമാളിയാണ്. നമ്മൾ കണ്ടന്റ് ചെയ്യണു, അതും പറയണത് നമ്മളൊരു ഡാൻസോ എന്റർടൈൻമെന്റ് ഒന്നല്ല, വെരി ബോറിങ് സാധനങ്ങൾ പറയണം. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, യാസീൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ യാസീൻ എൻ്റെ അടുത്ത് പറഞ്ഞു, എടാ എനിക്ക് പറ്റിയൊരു ചങ്ങായിണ്ട് എൻ്റെ വേവിലത്തിലുള്ള കുതിർത്ത് എന്നാണ് അക്കൗണ്ടിന്റെ പേര്, പോയിട്ട് ഇന്ന് നോക്കി നോക്ക്, എന്നിട്ട് പറ്റുകയാണെങ്കിൽ ഓനെല്ലാം കൊണ്ടാ മറ്റേ പോഡ്കാസ്റ്റിലേക്കെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെയാണ് ആദ്യമായിട്ട് ആ പേജ് കാണുന്നത്, കുതിരത്ത് എന്നുള്ള സാധനം കാണുന്നത്. എനിക്കറിയില്ല, ഞാൻ കുതിരത്ത് നല്ല പേരാണല്ലോ. അപ്പൊ എൻ്റെ അന്നത്തെ ഡൗട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാവർക്കും ഏലിയാസ് ഉണ്ടാവുമല്ലോ, എഴുത്ത് സംഭവം പേരൊക്കെ ഉണ്ടാവല്ലോ. ഞാൻ വെച്ചാൽ അങ്ങനെയുള്ള പേരാണ്. അത് ആദ്യം ചോദിച്ചു, ശരിക്കും പേര് അപ്പൊ ഇതെന്താ പേരെന്താ? ഞാൻ അന്ന് ആദ്യം വന്നിട്ട് അവിടെ കാണുന്ന സാധനങ്ങൾ, അന്ന് ഇങ്ങനെ ലിറ്റിൽ തിങ്സ് സ്റ്റാർട്ട് നടന്നു പോണ സമയമാണ്, ഇനീഷ്യൽ ഫേസാണ്. ഞാൻ അന്ന് ഇരുന്നിട്ട് കുറേ എന്താ പറയാ കണ്ടന്റ് ഇങ്ങനെ വായിച്ചിട്ട് ഞാൻ അവനടുത്ത് ഒരു ദിവസം, അതായത് അന്ന് ഇവൻ്റെ അടുത്ത് പറയാണ് ഞാൻ പോഡ്കാസ്റ്റ് വ്യൂസ് കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഒരു എന്താ പറയാ ഒന്നതായിട്ട് എന്തായാലും പോഡ്കാസ്റ്റൊക്കെ കൊണ്ടുവരണം അല്ലെങ്കിൽ ഉലാക്കണം, സൗണ്ട്സ് ഇൻട്രസ്റ്റിംഗ് എന്നൊക്കെ ഇതിലൊക്കെ ആയിട്ട്. എത്ര വർഷം എടുത്തു? 5 കൊല്ലായി, ലൈക്ക് 5 years in the making ആണെങ്കിൽ പറയാം, ബേസിക്കലി പറയുകയാണെന്നുണ്ടെങ്കിൽ. പക്ഷെ അന്ന്, അതായത് എനിക്ക് തോന്നുന്നു അന്ന് തൊട്ടിട്ട് നിങ്ങൾ നേരത്തെ പറഞ്ഞില്ലേ ഒരു ഓഡിയൻസ്, അതിലൊരാൾ ചിലപ്പോൾ ഞാനായിരിക്കും. ഒരു പോസ്റ്റ് ഇട്ടാൽ ഞാനത് വായിക്കും. കാരണം അതിൽ വെരി ക്ലിയർ ആണ് എഴുതുന്നത്, ലൈക്കിന് വേണ്ടിയിട്ടോ കമന്റിന് വേണ്ടിയിട്ടോ ഉള്ളതെല്ലാം എന്നുള്ളത് വെരി ക്ലിയർ ആണ്. കാരണം നമ്മൾ
രസമാണ് വായിക്കേണ്ടിട്ടായിട്ട്, ഭയങ്കര രസമാണ് വായിക്കാൻ. ഇതിനകത്ത് ഉം. ശരിക്കും റിസ്വാൻ ഒരു തവണ അല്ല പോഡ്കാസ്റ്റിന്റെ കോണ്ടാക്ട് ചെയ്യുന്നു. മുമ്പ് നമ്മൾ സംസാരിക്കുമ്പോൾ പറയണ്ട്. അപ്പൊ ശരിക്കും ഇപ്പൊ ഈ നിങ്ങൾ പറഞ്ഞല്ലോ ലിറ്റിൽ തിങ്സ് എഴുതിയിരുന്ന ഒരു സമയം, എനിക്ക് അങ്ങനെ കുറേ സമയങ്ങളുണ്ട് ആർട്ട് ചെയ്തിരുന്നൊരു സമയം. അപ്പൊ എനിക്ക് പേഴ്സണലി എനിക്ക് അതിൽ ഒന്നും ആവണമെന്നൊന്നുമില്ല. അതായത് ഒരു ഉദാഹരണം പറയുമ്പോൾ അതങ്ങനെ ലിറ്റിൽ തിങ്സ് ഒക്കെ കൂടി ഒരു സാധനം ആക്കണം, അത് ആ ഒരു സമയത്ത് ചെയ്തിരുന്നു. ഇപ്പൊ എന്നോട് ഒരാൾ ലിറ്റിൽ തിങ്സ് എഴുതണം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നിയ എഴുതും, അത്രേ ഉള്ളൂ. അപ്പൊ ആ ഫ്ലോയിൽ ഇങ്ങനെ പോകുമ്പോൾ ഞാൻ അങ്ങനെ ആലോചിച്ചു റിസോ എന്റെ പോഡ്കാസ്റ്റിന് വിളിക്കുകയാണ്. അപ്പം നിങ്ങൾ നോക്കുമ്പോൾ ഞാൻ ചെയ്തൊരു പോഡ്കാസ്റ്റ് ഒന്നും ഇല്ലല്ലോ, ഇയാൾ എന്തിനാ എന്നെ വിളിക്കണ്ടാവുക? അതായത് എന്നാ ഇപ്പൊ ഇങ്ങനെ ഒരു സെൻസേഷനായി നിൽക്കുന്ന ഒരാളോ അതുമല്ല. അതായത് ഞാൻ ചെയ്തിരുന്ന സാധനങ്ങളൊക്കെ നിർത്തിയിട്ട് ഞാൻ വേറെ എന്തോ സാധനങ്ങളാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഇപ്പൊ പലർക്കും ഇപ്പൊ ചില ആളുകൾക്ക് കല്യാണം, അതായത് ഇന്ത്യ ഓളി റീൽസ് കണ്ടിട്ട് ആ കല്യാണം കഴിഞ്ഞ ആളല്ലേ എന്ന് ചോദിക്കണ ഐഡന്റിറ്റി വരെയൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ ആലോചിക്കും അന്ന് ഞാൻ കുറെ സാധനം ചെയ്തിരുന്നതുകൊണ്ട് നിങ്ങൾ ഇപ്പൊ എന്നെ വിളിക്കണത്. അപ്പൊ എനിക്ക് ശരിക്കും ഭയങ്കര ഡൗട്ട് ഉണ്ടായിരുന്നു. അതായത് ഇന്നെന്തില്ല ഈ ചെങ്ങായി വിളിക്കണത്. കാരണം ഇടയ്ക്കിടയ്ക്ക് നമ്മൾ സംസാരിക്കുമ്പോൾ പറയും ഇതൊരു പോഡ്കാസ്റ്റ് ചെയ്യണം. അപ്പൊ അന്നത്തെ നമുക്ക് എങ്ങനെ ഉണ്ടാവില്ലേ, അതായത് നമുക്ക് ഞാൻ വിശ്വസിക്കുന്ന തിയറിയാണ്, നമുക്ക് എല്ലാ പോയിന്റിലും ചിലപ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. എന്നാൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മളൊരു സാധനം ഇങ്ങനെ കാണുമ്പോൾ നമ്മളത് വിടും, ഒഴിവാക്കും, പിന്നെ നമ്മൾ അതിലേക്ക് തിരിഞ്ഞു നോക്കൂല, കാരണം അത് പോയി. പക്ഷെ എനിക്ക് ഭയങ്കര രസമുള്ള ഒരു സംഭവം എന്ന് വെച്ചാൽ നമ്മൾ മുന്നേ ഒരു സംഭവം ഇങ്ങനെ ആഗ്രഹിച്ച് അല്ലെങ്കിൽ ചിന്തിച്ച് നമ്മളത് അന്ന് പറ്റിയില്ല, പിന്നെ ഒരു പോയിന്റിൽ എത്തുമ്പോൾ നമുക്ക് പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതെങ്ങനെയെങ്കിലും കേട്ടോട് തിരിച്ച് നടത്താൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ, എൻ്റെ അടുത്ത് റീസെൻ്റ്ലി കഴിഞ്ഞ ആഴ്ച ഒരു വീഡിയോ ഇട്ടപ്പോൾ അതിനകത്ത് അടിയിൽ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, പാസ്റ്റിലുണ്ടായിരുന്ന റിഗ്രറ്റ്സ് എങ്ങനെ ഒഴിവാക്കാന്ന് പറഞ്ഞിട്ട്. എനിക്ക് തോന്നുന്നു അന്ന് എനിക്ക് അതിൽ റിപ്ലൈ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ചിപ്പിന് വേണ്ട ഒരു വീഡിയോ ചെയ്യുക എന്നുള്ളതാണ്. കാരണം അന്ന് പറ്റാതിരുന്ന സംഭവങ്ങൾ ചില പെർട്ടിക്കുലർ പോയിന്റിൽ എത്തിയിട്ട് നമുക്ക് പറ്റുകയാണെന്നുണ്ടെങ്കിൽ തിരിച്ചു പോയിട്ട് അത് ചെയ്തിട്ട് നമ്മളെ ഓക്കെ ആക്കണം. അങ്ങനെ ഒരു സംഭവമാണ് ഇന്നത്തെ സംഭവം. സോ കമ്മിങ് ബാക്ക്, എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ, സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ഇപ്പൊ നിങ്ങൾ ഇത് പറഞ്ഞപ്പോ, നിങ്ങൾ ഇന്നെങ്ങനെ കണ്ടു എന്ന് പറഞ്ഞപ്പോ, ഞാൻ ഇൻസ്റ്റ വളരെ യൂസേജ് വളരെ കുറവാണ്. എന്റെ ഇൻസ്റ്റ എടുത്ത് നോക്കി കഴിഞ്ഞാൽ മേ ബി ഹാഫ് ആൻ അവർ ഒരു ദിവസം ഉണ്ടാവുള്ളൂ. അതായത് എന്തെങ്കിലും ഒരു കണ്ടന്റ് എനിക്ക് തോന്നുകയാണെങ്കിൽ ഞാൻ അത് പോസ്റ്റ് ചെയ്യുന്നു. ഒരു ഫസ്റ്റത്തെ 2-3 കമന്റ്സ് ആയിരിക്കും ഞാൻ കാണുന്നുണ്ടാവും. അത് കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ ഇന്ന് ഇറങ്ങിപ്പോരും. പിന്നെ അത് എന്തോ ആവട്ടെ എന്നുള്ളൊരു സാധനത്തിലാണ് ഞാൻ ചിന്തിക്കുക. അതോടെ എന്തായില്ല എന്നുള്ളത് ഇന്ന പാലത്തില്ല. അതിൻ്റെ ഇടയിൽ ഞാൻ വളരെ ആക്സിഡന്റലിയാണ് ഞാൻ ചില അക്കൗണ്ടുകൾ നോട്ട് ചെയ്യുക. ഞാൻ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ റിസ്വാന്റെ അക്കൗണ്ട് നോട്ട് ചെയ്തു. ഞാൻ ഫഹീം ബറാമിന്റെ അടുത്ത് അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആൾ ഉഷാറാണ്, ആളുടെ ഒരു സാധനം. അപ്പൊ നിങ്ങളെ ഫസ്റ്റ് ഞാൻ എവിടുന്ന മീറ്റ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് പഴയ ഓഫീസിൽ നിന്ന് അക്കാദമിന്ന്. അപ്പൊ ശരിക്കും നിങ്ങളെ ഫസ്റ്റ് കാണുമ്പോൾ നിങ്ങൾ ഇന്നെ കാണാന്നുള്ള പോലെ തന്നെ ഞാൻ നിങ്ങളെ കാണാൻ കൂടിയാണ് വന്നത്. കാരണം എനിക്ക് നിങ്ങള് പേഴ്സൺ, കാരണം വളരെ ചെറിയൊരു സമയം വന്നില്ല, ഞാൻ വളരെ ഉപയോഗം കുറവാണ്. ഈ കുറഞ്ഞ സമയത്തില് എന്തോ അതായത് നമുക്കൊരാളെ ഇഷ്ടപ്പെടണം എന്നുള്ള ഒരു മാജിക്കലി ഒരു സാധനം ഉണ്ടല്ലോ. ഞാൻ എനിക്ക് ശരിക്കും ഫീൽ ചെയ്തൊരു സാധനം വെച്ചാൽ നല്ലൊരു പ്രസന്റേഷൻ പരിപാടിയാണ്. അതായത് ഒരു ട്രൂലി ഇന്റർനാഷണൽ ആയിട്ടുള്ള ഒരു സാധനം ഉണ്ട്. അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളിപ്പോ നിൽക്കണതിൽ നിന്ന് മേപ്പെട്ട് പോകാണ്ട്. അതായത് ഇതല്ല കേട്ടോ, മോശമായിട്ടല്ല, പക്ഷെ ആ സാധനത്തിന് ശരിക്കും ഒന്നും കൂടി ഡെവലപ്പ് ചെയ്യുക. കാരണം നിങ്ങൾ ഇംഗ്ലീഷിൽ കണ്ടൻസ് ചെയ്യാറുണ്ട്, ശരിക്കും ആ സാധനത്തിന് ഒന്നും കൂടി ഒന്ന് ബൂസ്റ്റ് ചെയ്തിട്ട് എന്താ പറയാ ശരിക്കും ഒരു ഇന്റർനാഷണൽ കളി കളിക്കണം എന്നാണ് എൻ്റെ ഒരു സജഷൻ. ഇൻഷാ അല്ലാഹ് ഞാനില്ലേ തിരിച്ച് നിങ്ങളെ റൈറ്റിങ്ങിലേക്ക് വരുന്നു. ഓക്കെ, നമ്മള് എങ്ങനെ റൈറ്റിങ് തുടങ്ങിയെന്നുള്ള സാധനമൊക്കെ പറഞ്ഞു. എപ്പോഴാണ് അത് നിങ്ങളെ ഒരു സംഭവം ഇങ്ങനെ എഴുതിയിട്ട് ഇതെന്താ പറയാ, ഇത് ബേസിക്കലി എഴുത്തിനേക്കാളും മേലെയാണെന്നുള്ളൊരു സാധനം. അത് ഞാൻ എഴുതാൻ വേണ്ടിയിട്ടാണ്, അല്ലാന്നുണ്ടെങ്കിൽ എഴുതുന്നത് കഥകൾക്ക് വേണ്ടിയിട്ടല്ല, വേറെ എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ള ഒരു സംഭവം എങ്ങനെ എപ്പോഴാണ് വന്നേ? ഞാൻ നേരത്തെ പറഞ്ഞ ഒരു 10-20 കഥകൾ എഴുതുമ്പോൾ എനിക്ക് അങ്ങനെ കാരണം ഇത് ഓഡിയൻസ് ആരും ഇല്ല, ഞാൻ തന്നെയാണ് അതിൻ്റെ ഓഡിയൻസ്. അപ്പം ശരിക്കും എനിക്ക് നമ്മൾ ചെറുപ്പം മുതൽ ഞാനിങ്ങനെ ഇതായിട്ട് പറയാം, ചെറുപ്പം മുതലേ നമ്മൾ കേൾക്കുന്ന ഒരു സാധനമാണ്, നമ്മളൊരു ടേബിളിൽ ഇരിക്കുമ്പോൾ സംസാരിച്ചാൽ മുണ്ടാതിരിക്കുക, ഇത് തള്ളക്കറി നമ്മൾ കുഞ്ഞിക്കറി അരന്തച്ചും മുണ്ടായിരിക്കും അവിടെ എന്ന് പറയും. അപ്പോൾ സംസാരിക്കണം എന്തോ വലിയൊരു ക്രിമിനൽ ഒഫൻസ് ആയിട്ടാണ് എൻ്റെ ചെറുപ്പം മുതൽ എൻ്റെ മൈൻഡിൽ രജിസ്റ്റർ ആവണം. സോ 10ാം ക്ലാസ് വരെ ഞാൻ വളവള സംസാരിക്കണം. ഞാൻ ഒരു ഡിസിഷൻ എടുക്കുകയാണ്, +2 മുതൽ ഞാൻ എന്ത് ചെയ്യില്ല, കാരണം പുതിയ ആളുകളാണ്, ഞാൻ ഒരിക്കലും സംസാരിക്കൂല.
അങ്ങനെ +2 എത്തുന്നു. പക്ഷെ എനിക്കത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. കാരണം എൻ്റെ ഒപ്പമുള്ള 2-3 ആൾക്കാർ അവിടെ ഉണ്ട്. സോ ഞാൻ സംസാരിക്കുന്ന ആളാണെന്നുള്ള അവിടെയും കത്തുന്നു. അത് കഴിഞ്ഞ് ഞാൻ കോളേജിൽ എത്തുമ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ ഉറപ്പിക്കുകയാണ്, ഇവിടെ ആർക്കും എന്നെ അറിയില്ല. ഞാൻ ഇനി മുതൽ ഭയങ്കര മുണ്ടാതാണ്. അങ്ങനെ കോളേജിൽ ചെന്ന് ഞാൻ മുണ്ടാതെ ഇറക്കലെടുത്തി. എന്നാൽ എൻ്റെ ഹോസ്റ്റലിൽ നിൽക്കുന്നവർക്ക് അറിയാം ഞാൻ തൊള്ള പറഞ്ഞ പൂട്ടൂല എന്നുള്ളത് അറിയാം. പക്ഷെ കോളേജിൽ അങ്ങനെ നടന്നു. പലർക്കും ഞാൻ ജാടയായി. സീനിയേഴ്സ് കണ്ടുകൊടുത്തിട്ട് റാഗ് ചെയ്യാൻ തുടങ്ങി. കാരണം ഓനെന്തൊരു മുഖം കയറ്റി നടക്കണ എന്നെ CBI എന്നൊക്കെ വിളിച്ചിരുന്നു. അപ്പോൾ ഈ സാധനം ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുമ്പോൾ ഞാനിങ്ങനെ സംസാരിക്കാൻ വലിയ ഇഷ്ടമില്ലാത്ത ഒരാളെന്നുള്ളത് കാണുമ്പോൾ പൊതുവെ എനിക്ക് ഷെയർ ചെയ്യാനുള്ള സ്പേസസ് കുറേ ചെയ്തു. മനസ്സിലായി? ഇപ്പം ആളുകളടുത്ത് ഷെയർ ചെയ്യാനുള്ള ആളുകൾ കുറഞ്ഞു വന്നു. അപ്പം എൻ്റെ ഇമോഷൻസ് ഞാൻ പലപ്പോഴും ആ സമയത്താണ് ഞാൻ ലൈഫിൽ ഏറ്റവും ട്രോമയിൽ കൂടെ പോകുന്നത്. ഒരുപാട് ട്രോമാസ് ഉണ്ടായിരുന്നു ലൈഫിൽ. അപ്പോൾ ആ ട്രോമാസ് കൂടെ കടന്നു പോകുമ്പോൾ ഇത് എക്സ്പ്രസ് ചെയ്യണമല്ലോ, ഒരാളുടെ അടുത്ത് പറയണമല്ലോ. സോ അതിൻ്റെ ഒരു മീഡിയം മാത്രമേ എനിക്ക് എൻ്റെ ഫോണിലത്തെ നോട്ട്സ് അതിനകത്ത് ഇങ്ങനെ എഴുതുമ്പോൾ അത് പിന്നീട് വായിക്കുമ്പോൾ എനിക്ക് ഞാൻ ആ സാധനത്തിനെ ഞാൻ വിശ്വസിക്കുന്ന ആ വേദന ഒരിക്കലും അല്ലെങ്കിൽ വേദനകൾ ലൈഫിലുണ്ടെങ്കിൽ മറക്കൂല. സോ അതിങ്ങനെ പിന്നെയും എൻജോയ് ചെയ്തിട്ട് ആ വേദന നമ്മൾ എൻജോയ് ചെയ്തിട്ട് അത് ഇങ്ങനെ ഫെയ്ഡായി പോകുന്ന സാധനം. സോ അത് പിന്നീട് ഇൻസ്റ്റയ്ക്ക് ഇടുന്ന സമയത്ത് എനിക്ക് പ്രത്യേകിച്ച് കൺഫ്യൂഷൻസ് ഒന്നുമില്ല. കാരണം ഞാൻ അത് വെറുതെ പോസ്റ്റ് ചെയ്യണ മാതിരിയായിരുന്നു. ശരി 20 എഴുത്തൊക്കെ കഴിഞ്ഞ് കുറച്ച് പോസ്റ്റുകളൊക്കെ ഇങ്ങനെ എഴുതി തുടങ്ങുന്ന സമയത്ത് ചില എഴുത്തുകൾ ഞാൻ പറയുന്നത് ഇത് എങ്ങനെ ആളുകളിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കണം എന്നുള്ളൊരു സാധനം. ഒരു 10-20 കഥ കഴിയുമ്പോൾ ഒരു ചെറിയ ഓഡിയൻസിൽ നിന്ന് വലിയൊരു ഓഡിയൻസിലേക്ക് പോകുമ്പോൾ ഇത് എന്തോ ഒരു ഇമ്പാക്റ്റ് സൊസൈറ്റിയിൽ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളൊരു സാധനം എനിക്ക് കിട്ടി. പക്ഷെ അവിടുന്ന് അങ്ങോട്ട് ആളുകൾ എനിക്ക് എൻ്റെ ഇൻബോക്സ് നോക്കുക പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുള്ള സാധനമാണ്. ഞാൻ വളരെ വീക്കാണ് ആ കാര്യത്തിൽ. പക്ഷെ ഒരിക്കൽ പോലും എനിക്കൊരു നെഗറ്റീവ് കമൻറ്റോ നെഗറ്റീവ് മെസ്സേജ് വന്നില്ല. പോസിറ്റീവായിട്ടുള്ള ഒരു ഭയങ്കര ഒരു സാധനമാണ് ഇൻബോക്സ്. അവരൊരു എഴുത്ത് വായിക്കണം, ആ എഴുത്തുനിന്ന് അവരുടെ ലൈഫത്തെ ഏതോ ഒരു സാധനം ഒരിക്കലും എഴുത്ത് ക്ലിക്ക് ആവണം എൻ്റെ എഴുത്തുകൊണ്ട് നിമിഷം അതേ മൊമെന്റ് എവിടെയോ ഓരോരുത്തർ ഒരു ലൈഫിലുണ്ടായിരുന്നു. ഓരത് കണക്ട് ചെയ്തിട്ട് ഓർക്കത് ഭയങ്കര ഓരോ ലൈഫായിട്ട് കണക്ട് ചെയ്തിട്ട് ഓർക്കത് എന്തോ ഒരു സാധനം കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഒരിക്കലും എനിക്ക് ചെറിയൊരു മെസ്സേജ് അല്ല, വലിയൊരു പാരഗ്രാഫിൽ ഞാൻ വായനാ മടിയനാണ്. ഭയങ്കര ലൈഫിൽ പുസ്തകങ്ങളൊന്നും അധികം വായിച്ചില്ല. പക്ഷെ ഇത് ഞാൻ ഇരുന്ന് വായിക്കും. ഇത് വായിച്ചു കഴിയുമ്പോൾ എനിക്ക് അടുത്ത എഴുത്ത് എഴുതാനും പിന്നീട് കൊണ്ടുപോകാനുള്ള മോട്ടിവേഷൻ ഈ സാധനത്തിൽ നിന്നാണ്. അപ്പം അവർക്ക് ഇവിടേക്ക് അത് കണക്ട് ആവുന്നുണ്ട്, അതിൽ നിന്ന് ഭയങ്കര ഒരു സാധനം കിട്ടുന്നുണ്ടെന്ന് പറയുമ്പോൾ അതിനപ്പുറത്തേക്ക് എൻ്റെ എഴുത്ത് വായിക്കുമ്പോൾ എനിക്ക് 0 ഇമോഷനാണ്. കാരണം അത് നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ ഷോക്കായി നോക്കുന്നുണ്ട്. പക്ഷെ എന്താ വെച്ചാൽ ഞാൻ എഴുതിയ സാധനം ഉണ്ടല്ലോ, എൻ്റെ ലൈഫിൽ നടന്ന മൊമെന്റിനെ ഞാൻ വിശ്വസിക്കുന്നത് എനിക്കൊരിക്കലും അത് അത്ര അടിപൊളിയായിരിക്കും എഴുതാൻ അറിയില്ല. പുറത്തുള്ള ആൾക്ക് വായിക്കുമ്പോൾ അയാൾക്ക് ഈ കഥ അറിയില്ലല്ലോ, അയാൾക്ക് ഈ നടന്ന സംഭവം അറിയില്ല. അപ്പൊ അയാൾ നോക്കുമ്പോൾ എന്താ കാണുന്നതെന്ന് വെച്ചാൽ അയാൾ നന്നായിട്ട് എഴുതിയിട്ടുണ്ടെന്നല്ലോ, പക്ഷെ നടന്ന മൊമെന്റിന്റെ അത്ര അടിപൊളിയായിട്ട്. കാരണം ഇപ്പൊ ഒരു ഉദാഹരണം, ഞാൻ ഒരു ഹാപ്പി മൊമെന്റ് കണ്ടു, അയാളുടെ ചിരിനെ അല്ലെങ്കിൽ അയാളുടെ ഒരു ഇമോഷനെ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? അയാൾ ചിരിച്ചു എന്ന് എഴുതാൻ പറ്റും, അയാളുടെ മുഖം ബ്ലഷ് ആയെന്ന് എഴുതാൻ പറ്റും, എന്നാലും എഴുതാൻ പറ്റില്ല നിങ്ങൾ എങ്ങനെയാ ചിരിച്ചു എന്നുള്ള സാധനം. കാരണം അത് ഞാൻ നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്തു. അപ്പോൾ എൻ്റെ കഥ വായിക്കുമ്പോൾ ശരിക്കും എനിക്ക് ഫീൽ ചെയ്യുന്ന സാധനം വെച്ചാൽ അത് ആ റിയൽ സാധനത്തിന്റെ എത്രയോ % ഉള്ളൂ. മനസ്സിലായി? ആ പെർസെൻറ്റേജിന് പിന്നെ വായിക്കുന്ന ആളാണ് അയാളെ എത്ര മേലേക്ക് കൊണ്ടുപോകണം തീരുമാനം. അത് മേലേക്ക് കൊണ്ടുപോകണം അയാളുടെ ലൈഫിലത്തെ എന്തോ ഒരു മൊമെന്റിനായിട്ട് കണക്ട് ചെയ്തു. സോ ഈ എഴുത്തുകൾ കുറച്ച് കാലം കഴിയുമ്പോൾ എനിക്ക് പേഴ്സണലി അത് പിന്നീട് എഴുതണം എന്ന് തോന്നുന്ന ഒരു സാധനം വെച്ചാൽ ആളുകൾക്ക് എവിടേക്കോ ഈ സാധനങ്ങൾ കണക്ട് ആയി. ഏത് ഇമോഷൻ ഏറ്റവും നല്ല വൃത്തിക്ക് എഴുതാൻ പറ്റണേ? പെയിൻ ആണോ, ലവ് ആണോ, ലോങ്ങിങ് ആണോ? ഈ ലിറ്റിൽ തിങ്സ് പേരിടാൻ തന്നെ കാരണം എന്താ വെച്ചാൽ ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ മാറുന്ന ഒരു സാധനമാണ്. ഇപ്പോൾ ഞാൻ നിങ്ങളിത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ തൊണ്ട ഇടറിയാൽ ഞാൻ അങ്ങനെ വെറുതെ ചിരിച്ചാൽ നിങ്ങളുടെ മുഖത്തൊരു ചിരി വന്നു, എൻ്റെ തൊണ്ട ഇടറുകയാണെങ്കിൽ കൂടെ നിങ്ങൾക്ക് ഒരു ഇത് വരും. എൻ്റെ കണ്ണിങ്ങനെ ഒന്ന് ചെറുതായി നിറഞ്ഞാൽ മനുഷ്യനാണെങ്കിൽ അപ്പുറത്തുള്ള ആൾക്ക് ചിലപ്പം ചിലർക്ക് വെള്ളം വരും. ഇത്രയും ഒരു സെക്കൻഡിൽ നമ്മൾ ഇമോഷൻസ് എന്ത് ചെയ്യുന്നുണ്ട്, മാറുന്നുണ്ട്. അപ്പോൾ ശരിക്കും എനിക്ക് എല്ലാ ഇമോഷൻസും എനിക്ക് ഒക്കെ എൻ്റെ മക്കളെന്ന് പറഞ്ഞാൽ എല്ലാ ഇമോഷൻസും എനിക്ക് എഴുതാൻ ഭയങ്കര ഇഷ്ടമാണ്. കാരണം പക്ഷെ അത് ആളുകൾക്ക് കുറച്ചും കൂടി എനിക്ക് തോന്നുന്നു എല്ലാവർക്കും പെയിൻ ഇഷ്ടമാണ്. പെയിൻ വെറുതെ ആളുകൾ പറയണത് പെയിൻ ആളുകൾ എവിടേക്ക് എൻജോയ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഏത് പാട്ട് കേട്ടാലാണോ ഏറ്റവും വിഷമാവുക ആ പാട്ട് എൻ്റെ റിപ്പീറ്റ് അടിച്ച് കേൾക്കും. എവിടെ പോയി ഒറ്റയ്ക്ക് ഇരുന്നാലാണോ ഏറ്റവും വേദന വരിക അവിടെ തന്നെ പോയിരിക്കും. എല്ലാവരും ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ ഞാൻ ഇവിടെ ഇരിക്കാന്ന് പറയും. അപ്പോൾ ആളുകൾ എവിടേക്കോ ഈ സാധനത്തിന് എൻജോയ് ചെയ്യും, റൊമാൻറ്റിസൈസ് ചെയ്യും പെയിന് ആളുകൾ എവിടേക്കോ. അതുകൊണ്ട് അല്ലെങ്കിൽ ഒരിക്കലും ഒരു പെയിൻ ആയിട്ടുള്ള ഒരു എഴുത്തൊരിക്കലും ആളുകൾ അതിനെ ഇഷ്ടപ്പെടുക. ആളുകൾ എവിടേക്കോ അവരുടെ പഴയ സാധനത്തിൽ കൂടെ പോകാൻ ഇഷ്ടപ്പെടുന്നുണ്ട്. എനിക്കൊന്നും അതന്നെ ആയിരിക്കൂലേ. ഇപ്പൊ നമ്മൾ നമുക്കൊരിക്കലും നമ്മൾ ഇമോഷൻസിലൂടെ കടന്നു പോകാണ്ട് നമുക്കതൊരിക്കലും അതിനെ
പറ്റില്ല. എന്താ വിളിക്കുക, നമ്മളെ ആക്കാൻ പറ്റില്ലല്ലോ. ഇല്ല. അല്ലെങ്കിൽ അത് ഉഴങ്ങി മാറിയിട്ട് യെസ്, അല്ലെങ്കിൽ എന്താ വെച്ചാൽ ആളുകൾക്ക് അത് വെറും ഒരു എന്തോ ഒരു നോവൽ വായിച്ച് ഒരു സാധനം. പക്ഷെ ഇവൻ നോവലാകുമ്പോഴും നമ്മൾ ആ ഈ സിനാരിയോക്ക് കറക്റ്റ് കയറി പോകുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ആ കഥനെ ഒരിക്കലും പൂർണ്ണമായിട്ട് കിട്ടൂല. ഇപ്പൊ ഞാൻ കഥ പറയില്ലേ, ഞാൻ കഥ പറയുമ്പോൾ ശരിക്കും ആ കഥ അപ്പുറത്തുള്ള ആൾക്ക് എപ്പോഴാണ് അറിയാം ഏറ്റവും എഫക്റ്റീവായിട്ട് കിട്ടുക. ഞാൻ ആ കഥ പറഞ്ഞ ഞാൻ ആ കഥയിൽ കൂടെ പൂർണ്ണമാണ്. ഞാനതൊരു റീഡിങ് പ്രോസസ്സ് മാത്രമാണെങ്കിൽ അപ്പുറത്തുള്ള ആൾക്ക് അത് ഒരിക്കലും ഫീൽ ചെയ്യില്ല. അത് ഫീൽ ചെയ്യണത് ഞാൻ ആ ഇമോഷനിലേക്ക് കയറണം. ഞാൻ കയറിയൊക്കെ 100% ഉറപ്പുണ്ട്. അതുപോലത്തെ ഒരു ചെറുതായെങ്കിലും ലൈഫിലൊരു സാധനം പോണ ഒരാൾക്ക് അത് കണക്റ്റ് ആവും. എൻ്റെ ശരി. നിങ്ങൾ എഴുതിയിട്ട്, അതായത് നമ്മൾ എഴുതുന്നത് ബേസിക്കലി നമ്മൾ ഇമോഷൻസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടായിട്ടാണ്, മറ്റൊരാൾക്ക് വേണ്ടിയിട്ടായിട്ട്, മറ്റൊരാളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടായിട്ടാണ് നിങ്ങൾ എഴുതുന്നത്. പക്ഷെ എപ്പോഴെങ്കിലും എഴുതിയിട്ട് അത് നോക്കുന്ന സമയത്തേക്കായിട്ട് ഇപ്പം വായിക്കണ നമ്മളെ പോലെ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഭയങ്കര ഇറ്റ് വാസ് ലൈക്ക് എ ഹീലിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷെ നിങ്ങൾക്കത് ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്തിട്ടുള്ള എന്തെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ ഇതുവരെ? ഞാൻ ഇത് എഴുതിയ സാധനങ്ങളാ. എഴുതാത്തതുണ്ടെന്നോ? അതായത് ശരിക്കും ലിറ്റിൽ തിങ്സ് സ്റ്റോപ്പ് ആയതിന് വേണ്ടി ചെറിയൊരു അതിനോട് കണക്ട് ചെയ്ത് പറയാം. അതായത് എൻ്റെ ഫോണിൽ ഞാൻ ഒരു സമയമാകുമ്പോൾ പല ഡൗട്ടുകളും വരും ലൈഫിൽ. ഞാൻ ഈ സാധനങ്ങൾ ഷെയർ ഒരു സമയത്ത് ഇഷ്ടം കൊണ്ട് ഷെയർ ചെയ്താൽ ഞാൻ ഷെയർ ചെയ്യേണ്ടതില്ല, ഇതിൻ്റെ ഫോണിൽ തന്നെ എടുക്കട്ടെ, ഞാൻ അതായിരുന്നു ഒരു മുമ്പ് ചെയ്തിരുന്നു. അങ്ങനെ ഒരു 50 കഥകൾ ഞാൻ എൻ്റെ ഫോണിൽ എഴുതാത്തതുണ്ട്. പിന്നെ ചെയ്താത്തതല്ല, ഷെയർ ചെയ്യാത്ത. എൻ്റെ ഫോണ് എന്തോ സോഫ്റ്റ്വെയർ എന്തോ സാധനമായിട്ട് ആ കഥകൾ പോയി. ശരിക്കുള്ള സാധനം വെച്ചാൽ എനിക്ക് ആ കഥകൾ ഒരിക്കലും ആ 50 കഥ ഏതാന്നുള്ളത് എനിക്കറിയും. 1-2 കഥകൾ ഇങ്ങനെ ഓർമ്മയിൽ വരുമ്പോൾ അങ്ങനെ സംഭവം ഉണ്ടെന്ന് വരെ. പക്ഷെ എനിക്കൊരിക്കലും പിന്നെ ആ കഥ അതുപോലെ എഴുതാൻ എനിക്കറിയില്ല. ഞാൻ ആ ഇമോഷൻ കൂടെ പോയാൽ മാത്രമേ എനിക്ക് ഞാൻ കഥ എഴുതാൻ പറ്റും. ചിലപ്പോൾ ഇന്ന് രാവിലെ ഇങ്ങനെ വരുമ്പോൾ ബസ്സിൽ നിന്ന് ഉണ്ടായൊരു സാധനം കാണുമ്പോൾ എനിക്ക് ഉണ്ടായൊരു സാധനം ഉണ്ടല്ലോ, അത് പലപ്പോഴും ആ ചൂടാറുന്നതിന് മുമ്പാണ് ഞാൻ എഴുതുക. ആ ചൂട് പിന്നെ ഒരിക്കലും രണ്ടാമത് എഴുതാൻ പറ്റില്ല. അപ്പോൾ ഞാൻ എഴുതിയ സാധനങ്ങളിൽ ചിലപ്പോൾ ഞാൻ ഇമോഷണലി ഏറ്റവും ഡൗൺ ആവുക എന്ന് പറയും, അല്ലെങ്കിൽ അങ്ങനെ ഒരു സാധനം ഉണ്ടെങ്കിൽ അത് ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യുമ്പോഴാവില്ല, അത് എഴുതുമ്പോഴേക്കാരം. അതായത് ഒരു വിഷമമുള്ള സാധനമാണെങ്കിൽ ഞാൻ എഴുതുമ്പോൾ നന്നായി കരഞ്ഞിട്ടുണ്ടാവും, ഏറ്റവും നന്നായി കരഞ്ഞിട്ടുണ്ടാവും. കരഞ്ഞെഴുതിയ വ്യക്തികളുണ്ട്. ഇപ്പോൾ ഒരു സന്തോഷ സാധനം കാണുകയാണെങ്കിൽ അപ്പോൾ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തതിന് ശേഷമല്ല, ആ എഴുതുമ്പോൾ ശരിക്ക് ഞാൻ ആ സാധനം ശരിക്കും ഫീൽ ചെയ്തിട്ടുണ്ടാവും. അതായത് ഇപ്പം ഒരു സാധനം ഞാൻ ഭയങ്കര സന്തോഷത്തോടെ കൂടി പറയുകയെന്ന് വെച്ചാൽ ചിരിക്കണ സാധനം ഞാൻ കുറേ ചിരിച്ചിട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ എഴുതുന്ന സമയത്ത് എൻ്റെ ചുറ്റോടത്തുള്ള മനുഷ്യന്മാരിനോട് പറയണത് എന്താണെന്ന് ഞാൻ കേൾക്കില്ല. പലപ്പോഴും അത് ഇപ്പോൾ എൻ്റെ വൈഫ് പെട്ടെന്ന് ലൈഫിക്ക് വരുന്ന സമയത്ത് എഴുതുമ്പോൾ ഞാൻ അവളോട് പൊയ്ക്ക എൻ്റെ അടുത്ത് പോയിക്ക. കാരണം എന്താ വെച്ചാൽ ആൾക്ക് മനസ്സിലാവില്ല ഈ ആൾ പറയണത് എന്താ ഒന്നും ഞാൻ അറിയില്ല. ഞാൻ ശരിക്കും അതിലേക്കാണ് വെറുതെ നോക്കുമ്പോൾ ചിലപ്പം ഇരുന്ന് ചിരിച്ചിട്ടുണ്ടാവും, ഇരുന്ന് മുഖം വാടുണ്ടാവും. അത് ശരിക്കും ഞാൻ എൻജോയ് ചെയ്യണത് പലപ്പോഴും അത് എഴുതുക എന്നുള്ള പ്രോസസ്സിലാണ്. കാരണം അപ്പം ഞാൻ അതിൽ കൂടെ കൊണ്ടുപോകും. പിന്നീട് ഞാൻ എൻ്റെ എഴുത്ത് ഞാൻ ഒരിക്കൽ പോലും റിപ്പീറ്റ് പിന്നെ വായിക്കാറില്ല. ഈ ഇമോഷൻസ് നിങ്ങൾ ചെറുപ്പത്തിൽ ഇങ്ങനെ ഓരോ ഇമോഷൻ ഇങ്ങനെ ഭയങ്കര ഡീപ്ലി ഫീൽ ചെയ്യലുണ്ട്? ഞാൻ ഭയങ്കര സെൻസിറ്റീവാണ്. അതായത് വളരെ ചെറിയ കാര്യത്തിൽ ഞാൻ ഭയങ്കരമായിട്ട് എന്താവും വിഷമിക്കും. അതിനകത്തൊരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഭയങ്കര സെൻസിറ്റീവാന്ന് വെച്ചാൽ തൊട്ടാ പെട്ടെന്ന് എനിക്ക് വിഷമം വരുന്നുള്ള സാധനം ഉണ്ടല്ലോ. അതായത് അങ്ങനെയാണ് ഞാൻ ഭയങ്കര കരയുന്ന ആളാണ്. ആ സമയത്ത് ശരിക്കും ലിറ്റിൽ തിങ്സ് ഹാപ്പിനെസ് എന്നുള്ള സാധനം പലപ്പോഴും ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇമോഷണലി വളരെ വീക്കാവും, പെട്ടെന്ന് കരയും. ഇപ്പം എൻ്റെ ക്ലാസ്സിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഓരോരുത്തർക്കും പറയാം ഞാൻ ഓരോ തുറത്ത് കിടന്നിട്ട് ഡുഡു എന്ന് പറഞ്ഞ് കരഞ്ഞൊരു ഇൻസിഡൻറ്റെങ്കിലും ഉണ്ടാവും. എന്തായിരുന്നു ചോദിച്ചത്? തൻസിയോട് ഇരിക്കുന്നുണ്ട്. തൻസിനോട് ചോദിച്ചാൽ കല്യാണം കഴിഞ്ഞ പിറ്റേ ദിവസം ഞാൻ കരയാണ്. അതായത് എന്തോ ഒരു സാധനം ഞാൻ കരയാം. അപ്പോൾ അങ്ങനെ ഒരു മനുഷ്യനാണ്. അപ്പോൾ ശരിക്കും എനിക്ക് ആ ഒരു വിഷമം മാത്രമാകുമ്പോൾ ഞാൻ ഭയങ്കര ട്രാജഡി സാധനത്തിൽ പോകണമായിട്ട് തോന്നും. ശരിക്കും അങ്ങനെയൊക്കെ ചെറിയ കാര്യത്തിൽ പോലും വിഷമമാവാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിൽ എനിക്ക് ചെറിയ കാര്യത്തിലും സന്തോഷിക്കാനും പറ്റുണ്ടാവണം എന്നുള്ള സാധനം. അപ്പോൾ അങ്ങനെ തിരിച്ചറിയലുണ്ടോ? അപ്പോൾ ഞാൻ അതിനുശേഷം ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ എൻ്റെ ലൈഫിലെ ചെറിയ കാര്യങ്ങൾ നോട്ട് ചെയ്യാൻ തുടങ്ങി. അതിന് ഏറ്റവും വലിയൊരു അതിൻ്റെ ഏറ്റവും വലിയൊരു ഉപകാരമായിട്ട് എനിക്ക് ഫീൽ ചെയ്തൊരു സാധനം വെച്ചാൽ ലൈക്ക് ജീവൻ സുഖ ദുഃഖ സംഘം ഹേ എന്നൊക്കെ പറഞ്ഞ പോലെ ഇതിനപ്പുറത്തും ഇപ്പുറത്തൊക്കെ ചെറിയ സാധനങ്ങൾ നടക്കുമ്പോൾ ഞാൻ ചെറിയ കാര്യങ്ങൾ നോട്ട് ചെയ്തതിന് ശേഷമാണ് ഞാൻ ലൈഫിൽ പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ തുടങ്ങി. പോസിറ്റീവ് ഇൻ ദ സെൻസ് രണ്ടും ബാലൻസ് ആയി പോകാൻ തുടങ്ങി. അതായത് ഒരു സന്തോഷം ഞാൻ കാണുന്നുണ്ടെങ്കിൽ ഞാൻ അതും നോട്ട് ചെയ്യുന്നുണ്ട്, ഒരു സങ്കടം കണ്ടെങ്കിൽ ഞാൻ നോട്ട് ചെയ്യുന്നുണ്ട്. സോ ഈ ചെറിയ കാര്യങ്ങൾ അതിന് സന്തോഷം കണ്ടെത്തി തുടങ്ങി. ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ കൂട്ടി വെക്കുമ്പോൾ മേ ബി എൻ്റെ വലിയ പെയിനെയും അതിനെ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്,
എന്നെ ബാലൻസ് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ചെറിയ സന്തോഷങ്ങളെ നോക്കി കാണുക എന്നുള്ളൊരു സാധനമല്ലേ, അത് ഞാൻ ബോധപൂർവം എന്നെ ട്രെയിൻ ചെയ്തെടുത്ത സാധനം. അതിന് മുമ്പേ ഞാൻ ഭയങ്കര സെൻസിറ്റീവ് ആണ്. ഒരാൾ 5 മിനിറ്റ് കൂടുതൽ എന്നെ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ കരയും, പ്രത്യേകിച്ച് കാരണം വേണമെന്നില്ല. അപ്പോൾ അത്രയും സെൻസിറ്റീവ് ആയിരുന്ന ആളെ അതിന്റെ ഒരു ചെറിയ സാധനത്തിൽ പോലും വിഷമിക്കാത്ത ഒരു കഴിവുണ്ടെങ്കിൽ അത്ര തന്നെ എനിക്ക് സന്തോഷിക്കാനും കഴിവുണ്ട് എന്നുള്ളൊരു സാധനത്തിന് ഞാൻ ട്രെയിൻ ചെയ്തെടുത്തതാ. ഭയങ്കര കേട്ടോ. അതായത് അത് എന്താ പറയാ, അത് ഭയങ്കര കഴിവാ. അത് ട്രെയിൻ ചെയ്തെടുക്കുക എന്നുള്ളത് അതല്ല പറയണേ. അത് നമ്മൾ ആ ഒരു ഇമോഷൻ ഫുള്ളി ഫീൽ ചെയ്യുക എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, എനിക്ക് ഭയങ്കര പാടാ. ഇപ്പം ഐ തിങ്ക് ഐ എം വെരി മച്ച് ബെറ്റർ പൊസിഷൻ. എനിക്ക് തോന്നുന്നു കല്യാണം കഴിഞ്ഞതിന് ശേഷം ഉണങ്ങാന്ന് ചിന്തിക്കാം. നോള് ട്രെയിൻ ചെയ്തെടുത്താന്ന് ഞാൻ പറയും. ഞാൻ ഇമോഷൻ ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് എന്റെ വൈഫ് പഠിപ്പിച്ചാന്ന് ഞാൻ പറയും. അത് ഫീൽ ചെയ്യണം മാത്രമല്ല, നമ്മൾ ഫീൽ ചെയ്യേണ്ടതായിരിക്കും, പക്ഷെ എനിക്കത് എക്സ്പ്രസ് ചെയ്യാൻ അറിയില്ലേന്ന്. ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്ക് അത്. കരയൂ, ചെറുപ്പം തൊട്ടേ ഞാൻ കരയും. അപ്പൊ മുന്നേ ഞാൻ അവനൊരു ഉമ്മാനെയും ഉമ്മാമാനെയും പോലെയാന്ന് പറയും ഞാൻ. കാരണം വെച്ചാൽ എനിക്ക് എല്ലാ ചെറിയ കാര്യങ്ങളും എനിക്ക് സങ്കടമാവും, പെട്ടെന്ന് സങ്കടമാവും. അപ്പൊ സ്പെഷ്യലി എന്താ പറയുക, ആൾക്കാരുടെ കാര്യങ്ങളാണ് എനിക്ക് ഭയങ്കര സങ്കടമാവും. എനിക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക് എന്തെങ്കിലും ആവുക, എന്തെങ്കിലും വന്നേക്കോ, എനിക്ക് ഭയങ്കര പ്രശ്നമാണ്. പക്ഷെ അതിനപ്പുറത്തോട്ട് വേറൊരു ഇമോഷൻ കണക്ട് ആവുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. ഇപ്പൊ എനിക്ക് എന്താ പറയാ, ഇപ്പൊ എൻ്റെ അനിയൻ്റെ അടുത്ത് എനിക്ക് പോട്ടെ ഇരുന്നിട്ട് ഇമോഷണലി ഒരു സാധനം ഇതാക്കാം ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്ക്. പക്ഷെ ഇപ്പോ അനിയൻ്റെ അടുത്ത് ഇരുന്ന് സംസാരിക്കാനാണെന്നുണ്ടെങ്കിൽ എനിക്കതൊരു ഞാൻ ഇങ്ങനെ നോക്കിക്കാണുന്ന ഒരു സാധനം. ഒരു ചെറിയ വിഷയം എന്ന് വെച്ചാല് നമ്മൾ ഇമോഷണലി ഭയങ്കരമായിട്ട് ഇതാകും വെച്ചാൽ ഉള്ളിൽ കയറും എന്നുള്ള സാധനം വരുമ്പോഴേ വിഷയം എന്താ വെച്ചാല്, നമ്മൾ എഴുത്തുകൾ എഴുതുന്ന സമയത്ത് ആളുകൾ സ്വാഭാവികമായിട്ടും ഇവർക്ക് കണക്ട് ആകുമ്പോൾ അവർക്ക് അവരെ സാധനം ഷെയർ ചെയ്യാനുള്ളൊരു സാധനം വരും. അങ്ങനെ ശരിക്കും നമ്മൾ പ്ലാൻഡ് അല്ലെങ്കിൽ കൂടി നമ്മൾ പലപ്പോഴും ഒരു ലിസണർ ആവേണ്ടി വരാറുണ്ട്. അങ്ങനെ കേൾക്കുന്ന സമയത്ത് ഇതിന്റെ തുടക്കകാലത്ത് ഒരു വിഷയം വന്നിരുന്നത് എന്താ വെച്ചാല്, ഇവരൊരു വിഷമം പറഞ്ഞാൽ 5 മിനിറ്റ് കഴിഞ്ഞാൽ ഞാൻ ഇമോഷൻ ആവും. അപ്പോ അത് മാറ്റിയെടുക്കാൻ എനിക്ക് കുറേ കാലം എടുത്തു. കാര്യം ഞാൻ അതിലൊരിക്കലും അങ്ങനെ ഇൻവോൾവ് ആവരുത്. പിന്നെ എനിക്ക് അതിനകത്ത് കാരണം രണ്ടാളും കൂടി ഇരുന്ന് കരഞ്ഞാൽ പിന്നെ അതിനകത്തൊരു ഒരു സാധനമില്ലല്ലോ. അപ്പോൾ ശരിക്കും അപ്പുറത്തുള്ള ആൾ പറയുന്നതൊക്കെ എനിക്ക് അത്രയും സെൻസ് ചെയ്യും. അപ്പോൾ പിന്നെ കുറെ അതൊരു ട്രെയിനിങ്, അതായത് വിഷമം ആവാതെ ഇമോഷണലി ആവാതിരിക്കാനുള്ള ഒരു ട്രെയിനിങ്. നിങ്ങൾ പറഞ്ഞില്ലേ ഇമോഷൻ ആവാനുള്ള ഒരു ട്രെയിനിങ് എടുത്തു, അത്ര തന്നെ ഇമ്പോർട്ടന്റ് ആണ് എല്ലാ കാര്യത്തിലും ഇമോഷൻ ആവാതിരിക്കാനുള്ള ഒരു ട്രെയിനിങ് എന്ന് പറയുന്നത്. അതായത് എനിക്ക് തോന്നുന്നു മുന്നേ വീഡിയോസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഞാൻ ഇടയ്ക്ക് എനിക്കൊരു ഫേസ് ഉണ്ടായിരുന്നു. ഞാൻ വാസ് എക്സ്പ്ലോറിങ് റിലേഷൻഷിപ്സ്. അപ്പം എൻ്റെ കണ്ടന്റും കാര്യങ്ങളൊക്കെ റിലേഷൻഷിപ്സിനെ ബേസ് ചെയ്തിട്ടിരിക്കും. ഞാൻ ഇങ്ങനെ പഠിക്കണ്ടോ, ആൾക്കാരത് ചോദിക്കണ്ടോ, റിലേഷൻഷിപ്പ് പുസ്തകങ്ങൾ വായിക്കണ്ടോ, വീഡിയോസ് ഒക്കെ കണ്ടോ, ഫുൾ റിലേഷൻഷിപ്സ്. നമ്മളൊരു റിലേഷൻഷിപ്പിലായിരുന്നോ അതോ അതിനെക്കുറിച്ച് പഠിക്കണം? അതിനെക്കുറിച്ച് ഞാൻ കല്യാണം കഴിക്കണം എന്നൊക്കെയുള്ളൊരു എനിക്ക് പ്രിപ്പയർ ആവണം, പഠിക്കണം, എനിക്ക് നല്ലൊരു ഭർത്താവാവണം, നല്ലൊരു മനുഷ്യനാവണം, നല്ലൊരു പാർട്ട്ണറാവണം. പിന്നെ ഞാൻ പാസ്റ്റിൽ ചെയ്തിട്ടുള്ള മിസ്റ്റേക്സ് എനിക്ക് ഞാൻ എന്തൊക്കെ ചെയ്തിട്ട് എനിക്ക് തിരിച്ചറിയണം. അപ്പം ഞാനൊരു റിഫ്ലക്റ്റീവ് ഫേസിലുണ്ടായിരുന്നു. അപ്പോൾ ഈ ഞാൻ നേരത്തെ ഞാൻ ഏത് സമയത്തും കണ്ടന്റ് ചെയ്യണ്ടാവുക, ഞാൻ ആ സമയത്ത് എന്തിലാണോ ഏറ്റവും ഫോക്കസ് പോകുന്നത് അതായിരിക്കും ചെയ്യണ്ടാവുക. അപ്പം അന്ന് ആൾക്കാർ ഫുള്ളി അയക്കുന്ന മെസ്സേജസ് കാര്യങ്ങളൊക്കെ പറഞ്ഞു റിലേഷൻഷിപ്സ് എന്ന് പറഞ്ഞൂടാ. അതായത് ഓരോ ആൾക്കാരെ കഥകൾ കേട്ട് കഴിഞ്ഞാൽ പോകും, ഭയങ്കര നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റൂല. അത് എനിക്ക് വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ അന്നൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. നിങ്ങളിപ്പോൾ പറഞ്ഞില്ലേ നമ്മൾ കണക്ട് ആയി കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് എടുത്തു വരാൻ പറ്റില്ല. ഞാൻ 2 മണിക്കൂർ 3 മണിക്കൂറൊക്കെ ചിലപ്പോൾ ഒരാളടുത്തൊക്കെ ഇരിക്കും ഇരുന്നിട്ടായിട്ട് ഇങ്ങനെ പല കാര്യങ്ങളും പറയണ്ടോ. ലാസ്റ്റ് ഞാൻ ഭയങ്കര ഹെവിലി അറ്റാച്ച്ഡ് ആയിട്ട് പോകും. അന്നുണ്ടാവും. പിന്നെ പിറ്റേന്ന് ചിലപ്പോൾ അയാൾക്ക് അതേപോലെ ഒരു സമയം കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല. നിങ്ങളെ കൊണ്ട് കഴിയില്ല, എന്നെ കൊണ്ട് പറ്റിയെന്നല്ല, ചിലപ്പോൾ അതേപോലെ വേറെ ആരെങ്കിലും ആയിരിക്കും അന്ന് വന്നിട്ടുണ്ടാവുക. അപ്പം ഇതെങ്ങനെ ഒരു പ്രോസസ്സ് ആയിരുന്നു. ഒരു പെർട്ടിക്കുലർ പോയിന്റിലെത്തിയപ്പം നമ്മൾ എന്താ പറയുക, ഈ ഒരു അല്ലെങ്കിൽ ഈ ഒരു സംഭവം ചെയ്യുന്നത് നമ്മൾ കണക്റ്റഡ് ആയിട്ട് എന്തെങ്കിലും പോട്ടെ ഒന്ന് നന്നായിക്കോട്ടെ എന്നുള്ളതിൽ ഒന്ന് റെഡി ആയിക്കോട്ടെ എന്നുള്ളതിലായിരിക്കും. കുറച്ച് ഇത് നെഗറ്റീവ് എഫക്റ്റ് ചെയ്യാൻ തുടങ്ങി. എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഒരു ഹോപ്പ് കൊടുത്തിട്ട് പിന്നെ നമ്മൾ അവിടെ ഇല്ല. അതായത് പിന്നെ ഒരു ആവശ്യം വരുന്ന സമയത്ത് നമ്മൾ അവിടെ ഇല്ല. ആ സമയത്ത് ഇവർക്കിത് ഇയാള് എന്തിനാ ആ സാധനമൊക്കെ അത് ഞാൻ പറഞ്ഞത് വെച്ചാൽ ഈ ലിസൺ ചെയ്യാന്നുള്ള പ്രോസസ്സ് ഉണ്ടല്ലോ, അത് ശരിക്കും ഇനീഷ്യലി നമ്മൾ ചെയ്തിരുന്ന ഒരു അമേച്ചർ ആയിട്ടുള്ള സാധനം. പിന്നെ അതിനെങ്ങനെ മാറി അതിന്റെ ഒരു സ്റ്റേജ് മാറി ഒരു സ്റ്റേജ് എത്തുമ്പോൾ നമ്മൾ ഇത് ചെയ്യാൻ അർഹരല്ല എന്നുള്ളൊരു സാധനത്തേക്ക് എത്തും. അതായത് എനിക്ക് കുറെ എക്സ്പീരിയൻസ് ഉണ്ട് എന്നുള്ളത് ഒരിക്കലും ഞാൻ ഒരുപാട് പ്രണയത്തിലായിരുന്നു എന്നുള്ള ഒരിക്കലും മറ്റൊരാളെ പ്രണയം ഡീൽ ചെയ്യാനുള്ള സാധനം. അതിന് ഇവിടെ ഒരു സിസ്റ്റം ഉണ്ട്, ഒരു സൈക്കോളജിസ്റ്റ് ഉണ്ട്.
കാരണം നമ്മളടുത്ത് വരുന്ന ആള് ഏത് സ്റ്റേജിലാണെന്നുള്ളത് പലപ്പോഴും അറിയാം. ഒരാൾക്ക് ചിലപ്പം എന്താ പറയാ, ചിലപ്പോൾ ഒരു പാട്ട് കേട്ടാലോ അങ്ങനെ കണ്ടു ഒരു കോട്ട് വായിച്ചാൽ ശരിയാവും. പക്ഷെ എത്തുന്ന ആളുകൾ പല സ്റ്റേജിലാവും. ചില സൂയിസൈഡ് ടെൻഡൻസിയുടെ ഒക്കത്തിലൊക്കെ നിൽക്കുന്ന മനുഷ്യന്മാരേക്കാരം. അപ്പോൾ പലപ്പോഴും അതിനെ ഹാൻഡിൽ ചെയ്യാൻ നമ്മൾ ക്യാപ്പബിൾ അല്ല എന്നുള്ള പോയിന്റിൽ പലപ്പോഴും വെറുതെ നിന്ന് കൊടുക്കാറുള്ളൂ. അതായത് അവർ പറയുന്ന സാധനത്തിന് ഇങ്ങനെ കേട്ടിരിക്കുക എന്നുള്ള സാധനം. അപ്പോൾ ശരിക്കും ലിസണിങ് ശരിക്കും നമ്മളിങ്ങനെ ഇവല്യൂഷൻ നടക്കുന്നുണ്ട് അതിനകത്ത്. അതായത് പലതരത്തിലും കേൾക്കാം. നമ്മൾ അതിനകത്ത് ഇങ്ങനെ മാറി മാറി അത് ഇപ്പോഴും അതിനകത്ത് ഈ ചെയ്യുന്നത് ശരിയാണോ എന്നൊന്നും അറിയില്ല. പക്ഷെ നമ്മൾ ചെയ്യുന്നുണ്ട്, എപ്പോഴും നമ്മൾ കേൾക്കുന്നുണ്ട്. പക്ഷെ കേട്ടിട്ട് നമ്മൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ, അത് പലപ്പോഴും നിങ്ങൾ പറഞ്ഞ പോലെ ഭയങ്കര കൺഫ്യൂസിങ് ആണ് എങ്ങനെ ചെയ്യുക. പക്ഷെ അപ്പുറത്തുള്ള ആൾക്ക് ഇവിടേക്കോ ഒരു ഹീലിംഗ് പ്രോസസ്സ് നടക്കുന്നുണ്ടാവും. പക്ഷെ ഞാൻ എപ്പോഴും അവരുടെ അടുത്ത് പറയാറുണ്ട്, ദിസ് ഇസ് ടെമ്പററി. നമുക്കൊരു വിഷമം വരുമ്പോൾ നമ്മളൊരു ഫ്രണ്ടിനോട് പറയും. പിന്നെ എന്തുകൊണ്ട് നമ്മൾ അതേ സാധനം വേറൊരു ഫ്രണ്ടിനോട് കയറാം. നമ്മൾ ഈ കാരണം ഒരു കഥ മൊത്തം കളിത്ത് കൊട്ടിയിട്ടുണ്ടാവും. വേറെ ഫ്രണ്ടിനോട് പിന്നെ നിങ്ങൾ ആ കഥ പോയി പറയാം. കാരണം എന്താ അറിയോ, നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. നിങ്ങളുടെ അടുത്ത് പറഞ്ഞപ്പോൾ എനിക്ക് അന്നൊരു ചെറിയ സാധനം കിട്ടിയിട്ടുണ്ടാവും. കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവുകയാണ് നമ്മളതിന് ഹീൽഡ് അല്ല, നമ്മൾ വേറെ ആളുടെ അടുത്ത് പോയിട്ട് പറയാം. അപ്പോൾ പലപ്പോഴും എന്താ വെച്ചാൽ നമുക്കറിയാം നമ്മുടെ ഉള്ളിൽ അത് ഹീൽഡ് അല്ല. നമ്മൾ ഈ കാണുന്നൊരു മീഡിയം മാത്രമേ നമ്മൾ ഒരാളടുത്ത് പറയാ, വേറെ അടുത്ത്. ചിലവർ ചോദിക്കും ഇൻസ്റ്റഗ്രാമിലുള്ള ഒരാളുടെ അടുത്ത് എന്തിനാ അത് പോയി പറയണം എന്നുള്ള സാധനം. ശരിക്കും എന്ന് വെച്ചാൽ അവരവരുടെ സർക്കിളിലൊക്കെ പറഞ്ഞ് ചിലപ്പോൾ കഴിഞ്ഞിട്ടുണ്ടോ ഈ സാധനം. അപ്പോൾ ഇത് പറയാൻ പറ്റുന്ന സ്പേസിലൊക്കെ അവരിതിങ്ങനെ അൾട്ടിമേറ്റ്ലി എന്താ വെച്ചാൽ അവരുടെ ഉള്ളിൽ ആ സാധനം എന്താവണില്ല, ഹീൽഡ് ആവണം. അപ്പോൾ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് വെച്ചാൽ ഓക്കെ ഷെയർ ചെയ്യണത് നല്ലതാണ്, ബിസിനസ് നല്ലതാണ്. പക്ഷെ അതിനൊരു പെർമനന്റ് ഒരു സൊല്യൂഷൻ കണ്ടെത്തുക എന്നുള്ളത് ലൈക്ക് ഞാൻ ഇപ്പോൾ കുറച്ചും കൂടി മെന്റലിസത്തിന് ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അതിനൊരു റീസൺ പക്കതായിട്ടുണ്ട്. ഞാൻ അതിനകത്ത് ഇൻസ്റ്റയിലത് ഇട്ടിട്ടുണ്ട്. അത് ഞാൻ ചിലപ്പോൾ അതിനെക്കുറിച്ച് പറയാൻ ചിലപ്പോൾ ആഗ്രഹിക്കണില്ല. പക്ഷെ സ്റ്റിൽ ഞാൻ ആ സാധനത്തിന് പലപ്പോഴും അതിൻ്റെ ഒരു ഫോമൽ വേ തന്നെ പോകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അതായത് ഇൻസ്റ്റഗ്രാമിലുള്ള സ്പേസിൽ പോയി പറയുമ്പോൾ എൻ്റെ ഇൻസ്റ്റക്കകത്ത് എനിക്കൊരു വലിയൊരു ഗ്രോത്ത് വന്നൊരു സാധനമുണ്ട്. ഞാൻ ഏറ്റവും വെറുത്തൊരു ഗ്രോത്ത്, അങ്ങനെ വേണമെങ്കിൽ പറയാം. അതിനൊരു റീസൺ വെച്ചാൽ ഒരു പെൺകുട്ടിക്ക് അവളുടെ സ്വന്തം ഉപ്പാടെ അടുത്തുനിന്ന് വളരെ മോശമായ രീതിയിൽ അനുഭവം ഉണ്ടാവുകയാണ്. അപ്പോൾ ആ കുട്ടീൻ്റെ അടുത്ത് ഇതുപോലെ ഞാൻ ഈ അനുഭവങ്ങൾ പറഞ്ഞ പോലെ അത് വായിക്കുന്ന സമയത്ത് ഞാൻ കാണുന്നത് ഈ കുട്ടി ഈ ഒരു സാധനം മുഴുവൻ എൻ്റെ അടുത്ത് ഷെയർ ചെയ്ത് പറയാണ്, എനിക്കോ ഇത് സംഭവിച്ചു, ഞാനിത് ലീഗിലൊന്നും പോകാൻ ആഗ്രഹിക്കണില്ല. ഇതുപോലെ നാളെ ഒരു മക്കൾക്ക് ഉണ്ടാവുന്നതിന് മുമ്പേ അവരെന്ത് ചെയ്യണം, അത് റിയലൈസ് ചെയ്യണം, കുതിർത്തക്ക് തോന്നി എഴുതണം എന്ന് പറഞ്ഞു. ഞാൻ ഒരിക്കലും ആ കുട്ടി പറഞ്ഞ സാധനം എഴുതാൻ പറ്റുന്നില്ല. ഞാനൊരു ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ട് ആ കുട്ടി എന്താണോ പറഞ്ഞത് അത് അതുപോലെ മീൻസ് ആളുടെ ഇതൊന്നും റിവീൽ ചെയ്യാതെ ഞാൻ ആ സാധനം ഷെയർ ചെയ്തിട്ട് ഈ സാധനക്ക് പോകണം. അന്നത്തെ കാലത്ത് ഒരു 50,000 ലൈക്ക് എന്ന് പറഞ്ഞാൽ വലിയ കാര്യം. അപ്പം ആ സാധനത്തേക്ക് പോകണു, എൻ്റെ അക്കൗണ്ട് ഒരു 1 ഹൈക്ക് പോകണം. അപ്പം അതിനകത്ത് ഞാൻ പറയാം ഏറ്റവും വെറുത്തൊരു ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ഞാനെന്താ ചെയ്തുകൊണ്ടിരിക്കുന്നതൊന്നും മനസ്സിലാക്കാത്ത കുറേ ഓഡിയൻസ് വരണം. പക്ഷെ ആ മനുഷ്യരിപ്പോൾ എന്നെ മനസ്സിലാക്കുന്ന മനുഷ്യരായിട്ട് മാറി, പതുക്കെ മാറി. പക്ഷെ ഇതിനകത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആ കുട്ടി അത് സംഭവം ഷെയർ ചെയ്യുന്നു, ഞാനത് ഇടുന്നു. അത് കഴിഞ്ഞ് 250 കൂടുതൽ ഇത് കിട്ടുകയാണ് എനിക്ക് മെസ്സേജസ്. സെയിം ഇൻസിഡന്റ്. ഓക്കെ, സ്വന്തം വീട്ടിൽ ഉപ്പാടെ ഭാഗത്തുനിന്ന് സെക്ഷലി അസോൾട്ട് നേരിടുന്ന മക്കളുടെ ഒരു ലിസ്റ്റ്. അതിനകത്ത് കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ എനിക്കൊരു കമൻറ്റ് വരും, മീൻസ് ഒരു കുട്ടിയുടെ മെസ്സേജ് വരികയാണ്. ആ കുട്ടിയുടെ ഇങ്ങനെ ഒന്ന് ഷെയർ ചെയ്യണമെന്ന് പറഞ്ഞു. ആ കുട്ടി അനുഭവങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് മീൻസ് ഇങ്ങനെ ഉണ്ടായൊരു അനുഭവം ഉണ്ടായിന്ന് പറഞ്ഞല്ലോ, ഈ അനുഭവം ഉണ്ടായ ആളെന്നൊക്കെ അറിയുമെന്ന് പറഞ്ഞു. അപ്പോൾ വെച്ചാൽ ആരാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ അന്ന് ആ പോസ്റ്റ് ഇട്ടപ്പം അതിനടിയിൽ ഒരു കമൻ്റ് ഉണ്ട്, സ്ത്രീ അമ്മയാണ്, പെങ്ങളാണ്, മറ്റേതാണ്, മറിച്ചതാണെന്നൊരു കമൻ്റ് ഇട്ട് ഏറ്റവും മാന്യമായിട്ട് കമൻ്റ് ഇട്ട ഒരാൾ, അയാളെ ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ പറയാം, ഒരു ഇൻഫ്ലുവൻസറാണ്. ആളെ ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അയാളുടെ ഭാഗത്തു നിന്നാണ് ഈ കുട്ടിക്ക് ഈ അനുഭവം ഉണ്ടാവുന്നത്. അപ്പം ആ കുട്ടി പറഞ്ഞൊരു സാധനം വെച്ചാൽ ഈ കുട്ടി അയാളുടെ അടുത്ത് ഈ അനുഭവങ്ങൾ ഷെയർ ചെയ്യുക. ആ ഷെയർ ചെയ്യുന്നതോട് കൂടിയിട്ട് അയാൾ പിന്നെ മീൻസ് ആ കുട്ടിക്ക് അനുഭവം ഉണ്ടായ ആള്, മീൻസ് മോശമായ അനുഭവം ഉണ്ടായ ആള്, പിന്നെ ഈ എഴുതിയ ആള് മാത്രം, മീൻസ് ഈ ഷെയർ ചെയ്തില്ലേ ഇൻഫ്ലുവൻസർ, ഈ 3 പേർക്കും മാത്രമാണ് ലോകത്ത് ആ ഒരു ഇൻസിഡന്റ് അറിയുള്ളൂ. സോ ഇത് പുറത്തു വിടാതിരിക്കണമെങ്കിൽ എന്താണോ ആ മറ്റേ കുട്ടിക്ക് അനുഭവം ഉണ്ടായത് അതേ അനുഭവം ഈ ഇൻഫ്ലുവൻസറുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്ന് പറയണം. ഇതൊരു വലിയ സാധനമാണ്. കാരണം നമ്മളിത് ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ ഫോളോ ചെയ്യും. ഇപ്പം ഞാൻ തന്നെ എൻ്റെ അടുത്ത് ഫോളോ ചെയ്യുന്ന ആളുടെ പറഞ്ഞു പിന്നെ അന്ധമായിട്ട് വിശ്വസിക്കരുത് ഞാൻ പറയും. ഞാൻ ജെന്യുവൻ ആണെന്ന് എനിക്കറിയാം, പക്ഷെ എന്നാലും ഞാൻ പറയും ഒരു പോയിന്റിൽ പോലും നമ്മൾ മനുഷ്യരാണ്. ഒരിക്കലും അന്ധമായിട്ട് ഒരു മനുഷ്യൻ നിങ്ങൾ ഫോളോ ചെയ്യേണ്ടതില്ല. നിങ്ങളൊരു സാധനം കിട്ടുകയാണ്, നിങ്ങളൊരു സാധനം വായിക്കുകയാണ്,
അതൊക്കെ എടുക്കാനുള്ള എടുക്കുക, ആ മനുഷ്യനെ വിടുക. ആ മനുഷ്യനെ നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, എടുക്കേണ്ട ആവശ്യമില്ല. അപ്പം ലിസൺ ചെയ്യാറ് ഞാൻ ഇപ്പോഴും സ്റ്റിൽ എനിക്ക് മെസ്സേജ് വന്നാൽ ഞാൻ ചിലപ്പോൾ കേൾക്കും. പക്ഷെ ഞാൻ സജസ്റ്റ് ചെയ്യുക ഇതിന്റെ പ്രോപ്പർ വേയിൽ പോകണം എന്നാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ അടുത്ത് ഒരാൾ വരുമ്പോൾ ഞാൻ പലപ്പോഴും ഞാൻ അതിന്റെ പ്രോപ്പർ വേയിൽ ചാനലിൽ വിടാറാണ്. ചിലപ്പം ഗവൺമെന്റിന് തന്നെ IPM എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാലിയേറ്റീവ് മെഡിസിൻ ഉണ്ട്, അതിന്റെ അണ്ടറിലുള്ള ഇംഹാൻസ് എന്ന സ്ഥാപനം മെന്റൽ ഹെൽത്തിന്റെ, അവിടേക്ക് സജസ്റ്റ് ചെയ്യും. നല്ല സൈക്കാട്രിസ്റ്റുകളുടെ അടുത്ത്, സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് സജസ്റ്റ് ചെയ്യും. ചിലപ്പോൾ തെറാപ്പി ആവശ്യമുള്ളവർ അങ്ങനെ സജസ്റ്റ് ചെയ്യും. സോ ഞാൻ ആ ചെയ്യുന്ന പണിയാണെങ്കിൽ കൂടി ഞാൻ പറയുന്നത് അതല്ല ഇത് റൈറ്റ് വേ. ഓക്കെ, നിങ്ങൾക്ക് ഒരു സമയത്ത് നിങ്ങൾക്ക് ഒരാളെ കേൾക്കാൻ ഒരാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് അതൊരു ഓപ്ഷൻ ആയിട്ട് എടുക്കാം. പക്ഷെ അതല്ല നിങ്ങളുടെ സൊല്യൂഷൻ. ഓപ്ഷനും സൊല്യൂഷനും രണ്ടാണ്. സത്യം അത് ഭയങ്കര ട്രൂ ആ. അപ്പൊ ഞാൻ സെയിം പ്രോസസ് ചെയ്യാം. ആദ്യമൊക്കെ നമ്മൾ ഇരുന്നിട്ട് ഇങ്ങനെ ഒരു ഇൻസിഡന്റ് പറഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ എൻ്റെ ലൈഫിൽ അതിന് മുന്നേ അങ്ങനത്തെ ഒരു എനിക്ക് അത് ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്താണ് എനിക്ക് ഏറ്റവും കൂടുതൽ ട്രോമയിലൂടെ ഞാൻ കടന്നു പോയതൊരു സമയം ഉണ്ടായിരുന്നു. അതിനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ 12th പഠിക്കുന്ന സമയത്ത് എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഞങ്ങളൊരു ട്രിപ്പ് പോയി. 12th പഠിക്കുന്ന സമയം ലാസ്റ്റ് ഡിസംബർ സമയം എന്തോ അത് മോഡലിലേക്ക് മുന്നേ ഞങ്ങളൊരു ട്രിപ്പ് പോയിട്ട് ഞങ്ങളൊരു ആക്സിഡന്റ് പറ്റി. ബൈക്കിൽ എല്ലാവരും പോകണം. ഒരു ബൈക്ക് ആക്സിഡന്റ് ആയി, ഒരു ഫ്രണ്ട് മരിച്ചു. എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, അതിന് മുന്നേ മരിച്ചു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അന്നൊക്കെ ഫൈനായിരുന്നു. കാരണം വെച്ചാൽ അന്ന് നമ്മൾ സ്ട്രോങ് ആണല്ലോ, സ്ട്രോങ് ആണല്ലോ. അപ്പോൾ ആ ഫേസ് ഒക്കെ കടന്നിട്ട് കോളേജിൽ എത്തിയിട്ടാകുമ്പോഴത്തേക്ക് എനിക്ക് ഇതിൻ്റെ ഒരു ഭയങ്കര ഗിൽട്ട് ഭയങ്കര വലുതായിരുന്നു. ഭയങ്കര വലുതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കാരണമാണ് ആ സംഭവം അങ്ങനെ നടന്നിട്ടുള്ളത്. എനിക്കതിൽ നിന്ന് റിക്കവർ ആകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ആ ഫേസ് എനിക്ക് തോന്നുന്നു ഒരു 5 വർഷമൊക്കെ എടുത്തിട്ടാണ് ഞാൻ ആ ഒരു സംഭവം അതിനോട് ഞാനൊരു പീസ് പുലർത്തുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞല്ലോ, കണ്ടന്റ് സ്റ്റാർട്ട് ചെയ്യാനുള്ള റീസൺ ബീങ് തന്നെ എനിക്ക് എന്തെങ്കിലുമൊക്കെ ആയിട്ട് കൺസിഡർ ചെയ്യണം, മൈൻഡ് ഒന്ന് മാറ്റണം. മാത്രമല്ല ഞാൻ കണ്ടന്റ് ഇറങ്ങാനുള്ള വേറെ റീസൺ എന്ന് വെച്ചാൽ ഞാൻ അന്ന് ഒരു ഡിജിറ്റൽ ബ്രേക്ക് എടുത്തിന് ഒരു 6-7 മാസം ഞാൻ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, വാട്സപ്പ് ഒന്നുമില്ല. ഞാൻ എൻ്റെ ചുറ്റും കാണുന്നത് ഇതേമാതിരി എൻ്റെ മാതിരി ട്രോമ അതായത് എക്സ്പീരിയൻസിന് ആൾക്കാർ. അപ്പം ഞാൻ അന്ന് ചിന്തിക്കുന്ന സംഭവം എന്ന് വെച്ചാൽ എന്തെങ്കിലും ഇവർക്കാർക്കും അറിയില്ല ഇങ്ങനെ പല സംഭവങ്ങളുണ്ട്. ഞാനന്ന് തെറാപ്പി അറ്റൻഡ് ചെയ്യുന്നുണ്ട്, ഞാൻ അന്ന് ആൾക്കാർ പോയി, ഇതൊന്നും ആർക്കും അറിയില്ല. അപ്പം ഞാൻ അന്ന് ചെയ്യുന്നത് ഇത് ആൾക്കാരിലേക്ക് ഒരാളത് പറഞ്ഞു കൊടുക്കാന്നുള്ള കിട്ടാം. പക്ഷെ ഇത് ഇവൻച്വലി നമ്മളിത് ആദ്യമൊക്കെ എന്താ പറയുക, ഒരു ആഴ്ചക്ക് ചിലപ്പോൾ ഒരാൾ മെസ്സേജ് അയക്കുമായിരിക്കും, ചിലപ്പോൾ ഒരു മാസത്തിൽ ചിലപ്പോൾ ഒരു 10 ആൾ മെസ്സേജ് അയക്കുമായിരിക്കും. അങ്ങനെ ഒരു ദിവസം 10 ആളും 15 ആളൊക്കെ എടുക്കുന്ന സമയത്തായിട്ട് മാറും. അന്ന് ആ ഗിൽട്ട് മാറേണ്ടിയിട്ടായിട്ട് എനിക്ക് ഇന്നെ റെഡി ആവാൻ വേണ്ടിയിട്ടായിട്ട് എനിക്ക് കുറേ ടൈം എടുത്തിട്ടുണ്ട്. ഇതേമാതിരി ഇൻസ്റ്റഗ്രാം ഒന്ന് റെഡിയായി എനിക്ക് തോന്നുന്നു ഒരു 10,000 ഫോളോവേഴ്സ് അങ്ങനെ എന്തോ ആയി. ഒരു 3-4 കൊല്ലം എടുത്തിട്ടാണ് ഇതേമാതിരി ഞാൻ ഒരു 1.5 വർഷം ഞാൻ ഇങ്ങനെ കണ്ടന്റ് ചെയ്യാണ്. എനിക്ക് 3000 ഫോളോവേഴ്സാണ്. ഒരു വീഡിയോ അങ്ങ് കത്തുന്നത് ഞാൻ എന്നിട്ട് 2 ആഴ്ച കൊണ്ട് 25,000 അങ്ങനെ ഗ്രോത്തിക്ക് വന്നു. നമ്മൾ അതായത് അതുവരെ അവിടെ കണ്ടന്റ് ഉണ്ട്, പക്ഷെ ആരും നമ്മളെ അടുത്ത് എത്തുന്നില്ല. അവിടെയുള്ള എനിക്കൊരു 2000 ആൾക്കാരാണെങ്കിൽ ഏകദേശം 2000 ആൾക്കാർ എനിക്ക് അറിയുന്നുണ്ടാവും, പക്ഷെ അറിയുന്നുണ്ടാവും. പിന്നെ വരുന്ന ആൾക്കാരൊക്കെ ആരും അറിയാത്ത ആൾക്കാരാ. പിന്നെ എൻ്റെ ഇൻബോക്സ് വെച്ച് കഴിഞ്ഞാല് അതൊരു സീക്രട്ട് സ്പേസ് ആയിട്ട് മാറാം. അവിടെ വരുന്ന ഓരോരുത്തരും എനിക്കത് റെസ്പോൺസിബിലിറ്റി ആയിട്ട് ഫീൽ ആവും. എന്നിട്ട് ഒരു പെർട്ടിക്കുലർ ഫേസിൽ എനിക്ക് ഓർമ്മയുണ്ട്, ഒരു കുട്ടി, എനിക്ക് പേര് എടുക്കണ്ട, ഒരു കുട്ടി. ഈ കുട്ടി ഒരു ബ്രേക്കപ്പ്, അതൊരു റിലേഷൻഷിപ്പിലേനു, എന്തോ ഒരു ബ്രേക്കപ്പ് എന്തോ ആയി. എന്നിട്ട് കുട്ടി വന്നിട്ട് ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ആദ്യമൊക്കെ നമുക്ക് കൊടുക്കാൻ സമയങ്ങൾ കുറേ ഉണ്ടല്ലോ. നമ്മളിങ്ങനെ കുറെ സമയമൊക്കെ കൊടുത്ത് എനിക്ക് തോന്നുന്നു കുറച്ച് കൊണ്ടെത്തിപ്പം ഞാനും എന്തിലേക്കോ തിരക്കായി. ആ കുട്ടി അവനെ പോയി. ആ കുട്ടി കുറെ മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഞാൻ അതൊന്നും കണ്ടിട്ടില്ല. ഓക്കെ, ഇല്ല അതൊന്നുമില്ല. വലിയ മാന്യതൊക്കെ ആയിട്ടാണ് കുട്ടി ഇങ്ങനെ ഓരോന്നിട്ട് പറയും. കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ കുറെ മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ട്. എന്നിട്ട് പിന്നെ ഒരു പോയിന്റിൽ ഞാൻ അയാളെ കൺസിഡർ ചെയ്തിട്ടേ ഉണ്ടായിരുന്നില്ല. കുറേ മാസങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഈ കുട്ടി ഒരു ദിവസം ഇങ്ങനെ പിന്നെയും വരികയാണ്. എനിക്ക് തോന്നുന്നു ഇതൊരു 2022 ആ സമയത്തൊക്കെ ഇങ്ങനെ ഇതായിരിക്കും കേട്ടോ. അന്ന് ഞാൻ കണ്ടന്റ് ഒന്നും ചെയ്യുന്നില്ല, കണ്ടന്റൊക്കെ ഫുള്ള് നിർത്തിയിട്ടൊക്കെ ഉണ്ട്. അതായത് അന്നൊന്നും പോണില്ല, ഫുള്ള് തിരക്കാണ്. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ പെട്ടെന്ന് ഞാനൊരു മെസ്സേജ് കാണുക. ഞാൻ ഇൻബോക്സ് ഒന്നും നോക്കലില്ല, കാരണം അവിടെ മെസ്സേജ് ഒക്കെ ആർക്കും റിപ്ലൈ ഒന്നും കൊടുക്കില്ല. കുട്ടി ഇങ്ങനെ ഇതാക്കാണ്, ഞാൻ നിങ്ങൾക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ഞാനിപ്പം മെസ്സേജ് അയക്കാൻ വന്നിട്ടുണ്ടായിരുന്നത് എന്താ പറയുക, ഒരു കാര്യം പറഞ്ഞിട്ടാണ്, ഞാൻ ഇത് പറഞ്ഞിട്ട് പോകും എന്നൊക്കെ പറഞ്ഞിട്ടായിട്ട് ഒരു മെസ്സേജാണ്. മെസ്സേജ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ മെസ്സേജ് അയച്ച് റിപ്ലൈ ഒന്നും കൊടുത്തില്ല. ഈ കുട്ടി എനിക്ക് മെസ്സേജ് അയക്കണത്, ഈ കുട്ടി എന്തോ ഒരു മാനസികാവസ്ഥയിലാണുള്ളത്. അപ്പോൾ ഈ കുട്ടി പോയിട്ട് കൈ കട്ട് ചെയ്ത്
എന്നിട്ട് ഹോസ്പിറ്റലൈസ്ഡ് ആയി റിക്കവർ ആയിട്ട് ഐ മീൻ ഇതൊക്കെ ആയിട്ട് തിരിച്ചു വന്നിട്ട് എനിക്ക് മെസ്സേജ് അയക്കാണ്. ഞാൻ ലാസ്റ്റ് ടൈം ആയിരിക്കും മെസ്സേജ് അയക്കുന്നത്, ഇനി മെസ്സേജ് അയക്കില്ല, ഇൻസ്റ്റയിലൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അന്ന് ഞാൻ അനുഭവിച്ച ഈ ബേജാറ് ഉം. ഒരുപാട് തവണ പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പറഞ്ഞ സാധനം കറക്റ്റ് ഇങ്ങോട്ട് കണക്റ്റ് ആവുന്നുണ്ട്. നിങ്ങൾ സേക്രഡ് എന്നുള്ളൊരു വാക്ക് എൻ്റെ ഇടയിൽ യൂസ് ചെയ്ത്, അത് ശരിക്കും ശരിക്കും പലപ്പോഴും ഇൻസ്റ്റഗ്രാമിലെ ആളുകൾ ഫോളോ ചെയ്യണില്ലേ, അതിനകത്ത് നമ്മളെ നോർമൽ ഫോളോയിങ് എന്ന് മാറിയിട്ട് ഈ സാധനത്തിൽ എത്തുന്ന ഒരു സാധനമുണ്ട്. സെയിം പോസ്റ്റ് ഞാൻ അന്ന് നേരത്തെ പറഞ്ഞ പോസ്റ്റ് ഇല്ലേ, അതൊരു വിവാദ പോസ്റ്റ്. ആ പോസ്റ്റിനിടയിൽ കമന്റ് സെക്ഷനിൽ മുഴുവൻ പോസിറ്റീവ് എന്നല്ല, അതായത് മീൻസ് ആ പോസ്റ്റിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള കമന്റ്സ്. അതിനകത്ത് ഒരു കുട്ടി ജുമാന എന്തോന്ന് പേര്, ആ കുട്ടി മാത്രം, ആ കുട്ടിയുടെ ഒരു അഭിപ്രായമാണ്, ഞാൻ അതിനെ പ്യുവർലി റെസ്പെക്ട് ചെയ്യും, കമന്റ് ഇടും ഇങ്ങനെ ഒരു ഇത് ശരിയല്ല, കുതിരത്ത് ചെയ്ത് തെറ്റാണെന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാനതിനെ റെസ്പെക്ട് ചെയ്തിട്ട് ഞാൻ അതുകൊണ്ട് തന്നെ ഞാൻ ആ കമന്റ് എന്ത് ചെയ്യില്ല, ഡിലീറ്റ് ചെയ്യില്ല. ഇതിനടിയിൽ ഒരു സംഘം ആളുകൾ, അതായത് ഞാൻ ഇന്നെ ഫോളോ ചെയ്യുന്ന ആളുകൾ പോയിട്ട് ഭയങ്കര ടോക്സിക് ആയിട്ട് ഈ കുട്ടീനെ എന്ത് ചെയ്യുന്നു, ഭയങ്കരമായിട്ട് ആ കുട്ടീനെ ചീത്ത വിളിക്കുമ്പോൾ ഞാൻ 2-3 തവണ ഞാൻ സ്റ്റോറിയിൽ വന്ന് പറഞ്ഞു അത് ചെയ്യരുത്. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ ആ കമന്റ് ഡിലീറ്റ് ചെയ്യാം, അതോടുകൂടി ആ കുട്ടിയുടെ വോയിസിന് ഞാൻ കട്ട് ചെയ്ത് നോക്കും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് ഭയങ്കര ഒരു പ്രശ്നമാണ്. അതായത് നമുക്ക് വേണ്ടിയിട്ട് ഞാനൊരു പോസ്റ്റ് ഇട്ടാൽ ഞാൻ മാത്രമാണ് ഉത്തരവാദി, അതിന് വേണ്ടി തല്ലുകൂടുന്ന ഒരാളുകൾ അവിടെ വേണ്ടതില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ആ പോസ്റ്റ് ഇട്ടാൽ ഞാൻ പോലും ചിലപ്പോൾ അത് ഇട്ട് ഞാൻ പോരുകയാണ്. അവിടെ എനിക്ക് വേണ്ടി തല്ലുകൂടുന്ന ഒരാളുകൾ വരുന്നുണ്ടെന്ന് തോന്നിയപ്പോൾ അതിനെ ബ്രേക്ക് ചെയ്യണം നിൽക്കണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ പറഞ്ഞല്ലോ ഭയങ്കര ഹൈക്കിൽ പോയൊരു ഫോളോവേഴ്സിന് പിന്നെ ഞാൻ കൊടുക്കുന്ന കണ്ടന്റ്സ് ഇവർ എക്സ്പെക്ട് ചെയ്യുന്നത് ഫുള്ള് ഒരു എന്താ പറയുക, ഇങ്ങനെ തൊട്ടാ പൊള്ളുന്ന സബ്ജക്ട്സ് ആണ് ഇവർ എക്സ്പെക്ട് ചെയ്യുന്നത്. പിന്നെ ഞാൻ അവിടെ ഇടുന്ന പോസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ വളരെ ഡീറ്റെയിൽ തിങ്സ് എന്ന് പറഞ്ഞിട്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ പോസ്റ്റ് ചെയ്തപ്പോൾ കുറേ ആളുകൾക്ക് മനസ്സിലായി ഞങ്ങളിവിടെ നിന്നാൽ ഇവിടെ ഇങ്ങനെ ചൂടുള്ള വാർത്തകളൊന്നും കിട്ടൂല എന്ന പോലെ ഓലെന്നെ സ്വയം അങ്ങനെ ഇറങ്ങിപ്പോയി. ആ ഇറങ്ങിപ്പോലെ കഴിഞ്ഞിട്ട് കിട്ടിയൊരു ഓഡിയൻസ് ആണ് ശരിക്കും ഞാൻ വിശ്വസിക്കുന്നത് എനിക്ക് ഏറ്റവും കംഫർട്ട് ആയിട്ടുള്ള ഒരു ഓഡിയൻസ്. അലാസ് ഓക്കെ. സോ നിങ്ങളെ പേജൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങളെ പേജിൽ കണ്ടു നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഒരുപാട് ആൾക്കാർക്കുള്ള ലവ് ലെറ്റർ മാതിരിയാണ് നിങ്ങളെ പേജ്. ലവ് ലെറ്റർ, അതായത് അതിലുള്ളൊരു ഇതിനൊരു എനിക്കറിയില്ല, ഇത് കുറച്ച് ഇതിലേക്ക് പോകണം എന്നുള്ളത് അറിയില്ല, അതിനാണെങ്കിൽ ഇതാക്കണം. അതിൽ അത് നമ്മളിപ്പം കറൻ്റ്ലി നിങ്ങളെ ചുറ്റും ഉള്ള ആൾക്കാരെക്കാളും കൂടുതൽ നിങ്ങളിൽ നിന്ന് വിട്ടുപോയ ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതിൽ പല എന്താ പറയുക മിക്ക പോസ്റ്റുകളും കത്തുകളും കാര്യങ്ങളൊക്കെ. നിങ്ങൾക്ക് നിങ്ങൾ എന്തെങ്കിലും ആരെങ്കിലും മറക്കുമോ എന്നുള്ള പേടിയുണ്ടോ? എന്നെ മറക്കുമെന്ന്? നിങ്ങൾ ആരെങ്കിലും മറന്നു പോവോ? ഒരിക്കലുമില്ല. എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ മറക്കൂല. പിന്നെ എന്തുകൊണ്ടായിരിക്കും അത് ആ ഒരു ലെറ്റർ പോലെ അല്ല? എനിക്ക് നേരിട്ട് പറയാൻ പറ്റുന്നില്ല. എനിക്കത് നേരിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നേരത്തെയും പറഞ്ഞൊരു സാധനമാണ് ഈ എഴുത്തുകൾ എങ്ങനെ തുടങ്ങിയത്. എനിക്കത് നേരിട്ട് ഒരാളുടെ അടുത്ത് പറയാൻ പറ്റാത്തൊരു സ്റ്റേജ് എത്തുമ്പോൾ ഞാൻ ആ കഥ എങ്ങനെങ്കിലും പറയും. ചിലപ്പോൾ ഞാനൊരു ചിത്രം വരച്ച് തീർക്കും അത്. സോ ഞാൻ പറയാം, ഞാനൊരു സ്റ്റോറി ടെല്ലറാണ്. ഞാൻ ഫസ്റ്റ് പറഞ്ഞ സാധനം അതാണ്. അതൊരിക്കലും പ്രൊഫഷണലി അല്ല, ഞാനത് എങ്ങനെങ്കിലും പറയും. അതിൻ്റെ ഒരു മീഡിയം മാത്രമാണ് ശരിക്കും ആ കത്തുകൾ. ഇൻസ്റ്റഗ്രാം അല്ല, എഴുത്ത് ഇന്നൊരാൾ അതിന് സ്റ്റോപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഞാനതൊരു ആർട്ട് കൂടെ എക്സ്പ്രസ് ചെയ്യും. ഇവൻ ഞാൻ എഴുതിയ പാട്ടിൽ പോലും പലരും അത് തുള്ളിച്ചാടും. ദുൽമെന്ന് പറഞ്ഞ പാട്ടായിരിക്കും. തുള്ളിച്ചാടുന്ന പാട്ടിൽ പോലും ശരിക്കും കിടക്കുന്നത് എൻ്റെ ഏറ്റവും കോറായിട്ടുള്ള ഇമോഷൻസ് ആണ്. പലർക്കും അത് ഒരു എൻജോയ്മെന്റ് പാട്ടായിരിക്കും. അങ്ങനെ ഇന്നൊരിക്കലും ആ പ്രോസസ്സൊന്നും ഇന്നൊരാൾക്കും സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. അതിന് ഞാൻ കണ്ടെത്തുന്ന വഴികൾ മാത്രമാണ് ശരിക്കും ഈ പരിപാടികൾ. എന്തുകൊണ്ടാണ് നിങ്ങൾ, അതായത് അതിൽ തന്നെ കണക്ട് ആയിട്ടാണെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ബ്രോക്ക് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ കത്ത് എഴുതിയിട്ടുള്ളത്? എന്തുകൊണ്ടാണ് ബ്രോക്ക് ആയിട്ടുള്ള? ഐ മീൻ നിങ്ങൾ ഞാൻ ഏറ്റവും കൂടുതൽ ഇമോഷണലി ആയിട്ടുള്ള, ഞാൻ പറയാം കുറച്ചും കൂടി ഇമോഷൻ്റെ ആളാണ്. അതാവും. പിന്നെ വേറെ കാര്യം എന്താ വെച്ചാൽ എൻ്റെ ലൈഫിൽ എനിക്കിപ്പം അതങ്ങനെ പറഞ്ഞാൽ ഒരു കോൺട്രവേഴ്സി ആവുമെന്ന് നമുക്കറിയില്ല. പക്ഷെ ഇപ്പം എൻ്റെ വല്യപ്പ ചെറുപ്പത്തിൽ മരിച്ചിട്ടുണ്ട്. അന്ന് ആ വല്യപ്പ മരിച്ചതിനെ ഭയങ്കരമായിട്ട് ചിന്തിക്കാനുള്ള ബോധം ഇല്ല. അതിൽ വിഷമിക്കാനുള്ളൊരു ബോധമൊക്കെ ഇല്ല. രണ്ടാമത്തെ ഒരു കാര്യം, വല്യപ്പ പ്രായമായിട്ട് മരിക്കുന്നു. അങ്ങനെ ഒരു സ്ഥാനത്തൊക്കെ പ്രായമായിട്ട് മരിക്കുന്നു. അപ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യണം വല്യപ്പ മരിക്കുന്നു, അല്ലെങ്കിൽ വല്യപ്പ മരിക്കുന്നു. നമ്മൾ എക്സ്പെക്ട് ചെയ്യുമ്പോഴാണ് വല്യപ്പ മരിക്കുന്നത്. അത് മേ ബി അന്ന് എനിക്കൊരു 1-2 ദിവസം ഉണ്ടെങ്കിൽ കൂടി അതെനിക്ക് പിന്നീട് അതൊരു എന്തായിട്ട് പോകണില്ല, ട്രോമ ആയിട്ട് പോകണില്ല. പക്ഷെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു ഡെത്ത് ഉണ്ടാവണം.
ആ ഡെത്തിൽ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ആ പെർട്ടിക്കുലർ ആള് മരിച്ചതല്ലേന്ന് വിഷമം, മരിച്ചത് എൻ്റെ വിഷമേ അല്ല. കാരണം ഞാൻ പറയുന്നുണ്ട്, അതിനകത്ത് പറയുന്നുണ്ട് എന്ത്, മരിച്ചതല്ല വിഷമം, അതിനകത്ത് എൻ്റെ ഭാഗത്തൊരു തെറ്റ് പറ്റിയോ എന്നുള്ളൊരു ഒരു സാധനം നമ്മുടെ ഭാഗത്തൊരു തെറ്റ് പറ്റിയെന്ന് തോന്നി കഴിഞ്ഞാൽ എൻ്റെ ഒരു സാധനം വെച്ചാൽ, ജീവിച്ചിരിക്കുന്ന ആളാണെങ്കിൽ ഞാൻ അയാളുടെ അടുത്ത് പോയിട്ട് എന്ത് ചെയ്യും, അടിയും കാലം പിടിച്ചിട്ടാണെങ്കിൽ, തെറ്റാണെങ്കിൽ തെറ്റിദ്ധാരണയാണെങ്കിൽ തിരുത്തും, തെറ്റാണെങ്കിൽ ഏറ്റു പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യും, അയാളെ കൊണ്ട് അത് മാപ്പ് പറയിപ്പിക്കണവരെ അവിടെ എൻ്റെ എന്ത് പോയാലും കുഴപ്പമില്ല. അയാൾ പിന്നീട് ഇന്നവാണെങ്കിൽ വളരെ ഇതായിട്ടായിരിക്കും കാണാം. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം അത് തീരാതെ എനിക്കൊരിക്കലും അടുത്ത സ്റ്റെപ്പ്, മേ ബി ഇങ്ങനെ പല സൗഹൃദത്തിലുള്ള ചെറിയ പിണക്കങ്ങൾ പോലും 6 മാസം ഞാൻ ഒന്നും ചെയ്യാതാക്കിയിട്ടുണ്ട്. മനസ്സിലായോ? ഒന്നും ചെയ്യാതിരിക്കുന്നവരാണ് 6 മാസം ചില സൗഹൃദങ്ങളിലുള്ള ചെറിയ ഇത്. അതിനുവേണ്ടി അത്ര എഫേർട്ട് ഞാൻ ഇടും. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ആ മരിച്ച ആൾക്ക് വേണ്ടി ഞാൻ പിന്നെ ആ കത്ത് എഴുതുന്നത്, ഞാൻ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, അവിടെ ഞാനത് പറയുമ്പോഴും എനിക്ക് തോന്നണില്ല അത് അവിടെ എത്തിക്കണം. അതുകൊണ്ട് പിന്നെ ആ സാധനം എഴുതുന്നത്. കാരണം അത് കാലാകാലം ഒരു തെറ്റ് പറ്റിപ്പോയോ എന്നുള്ള സാധനം. നേരത്തെ പറഞ്ഞ പോലെ വെറും ഒരു ലിസണറായിട്ടുമാണ് ആളുടെ ഒരു എൻട്രി വരുന്നത്. അങ്ങനെ ആ ലിസണറെ ഞാൻ ഈ പറഞ്ഞ പോലെ ഞാൻ അതിൻ്റെ ഏറ്റവും ഫോമൽ വേല് ഞാനൊരു ഡോക്ടറെ കാണിക്കുന്നു. ആ ഡോക്ടറെ അടുത്ത് പറയുമ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് പറയണേ ഇയാളെ കെയർ ചെയ്യണം, ഇയാൾ സൂയിസൈഡ് ടെൻഡൻസി ഒക്കെ ഉള്ള ഒരാളാണെന്ന് പറയുന്നത്. അങ്ങനെ ആൾ വിളിക്കുമ്പോഴൊക്കെ ഞാൻ പലപ്പോഴും ഞാൻ ഫോൺ എടുക്കാറുണ്ട്. അപ്പം എങ്ങനെയാലും ഈ ഒരു പോയിന്റ് എത്തുമ്പോൾ എനിക്ക് വളരെ അടുത്തൊരു സുഹൃത്തായിട്ട് ആൾ മാറി. അങ്ങനെ ഞാൻ അയാളുടെ ആൾക്ക് ഇന്നെ കൂടെ കഴിയുന്ന പോയിന്റിലൊക്കെ ആൾ ഉണ്ടാവുക, മീൻസ് ഞാൻ അയാൾക്ക് വേണ്ടിയിട്ട് നിൽക്കാറുണ്ട്. ഒരു പോയിന്റിൽ എനിക്ക് ശരിക്കും തിരക്കുണ്ടായിരുന്നു, എനിക്ക് അത്ര വിഷമമില്ല, ഞാൻ ശരിക്കും തിരക്കിലല്ല, പക്ഷെ വിളിച്ച സമയത്ത് ഞാൻ ചെറിയൊരു തിരക്കിലാണെന്ന് പറഞ്ഞിട്ട് ഞാൻ ആ ഫോണ് വെച്ച് കഴിഞ്ഞിട്ട് ഒരു 1/2 hour കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വിളിക്കുമ്പോൾ ആ സ്പേസിൽ ആളില്ല. ഞാൻ തിരിച്ചു വിളിക്കുമ്പോൾ ഒരു പോലീസ് ഓഫീസറാണ് ഫോൺ എടുക്കുന്നത്. പോലീസ് ഓഫീസർ ഫോൺ എടുത്തിട്ട് പറയുകയാണെങ്കിൽ ഇയാൾ ഹാങ് ചെയ്തു എന്ന് പറഞ്ഞൊരു സാധനത്തേക്ക് എത്തുമ്പോൾ ശരിക്കും ആൾ മരിച്ചതല്ലല്ലോ. നിങ്ങൾ ചിന്തിച്ചറിയാം, മരിച്ചതല്ല എൻ്റെ വിഷമം. ഒരാൾ നമ്മൾ പ്രതീക്ഷ കൊടുക്കുക എന്നുള്ള സാധനം, നിങ്ങൾ പറഞ്ഞ ഹോപ്പ് കൊടുക്കുക പറയുമ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട്, അപ്പുറത്തേക്ക് എത്താൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഒരു ലോകത്തൊരു മനുഷ്യന് നിങ്ങൾ ഹോപ്പ് കൊടുക്കരുത്. നമ്മൾ ആ ഹോപ്പ് കൊടുത്തിട്ട് ആ ആള് ലോകത്തുള്ള എല്ലാവരും വിളിച്ചു കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങളെ വിളിക്കേണ്ടത്. സോ അയാൾ ആ അവസാനത്തെ ആളും വിളിക്കുമ്പോൾ എനിക്ക് അതിന് ശേഷം അയച്ചൊരു മെസ്സേജ് ഇതാണ്: സോറി ഫോർ എവറിത്തിങ്. ഞാൻ നോക്കുമ്പോൾ എൻ്റെ അടുത്തൊരു തെറ്റും ചെയ്തിട്ടില്ല. പിന്നെ എന്താ സോറി പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ ഉത്തരവേ ഉള്ളൂ. അയാൾക്ക് തോന്നി എനിക്ക് അയാളൊരു ബുദ്ധിമുട്ടായി അയാൾക്ക് തോന്നി. സോറി ഫോർ എവറിത്തിങ് എന്ന് പറയണം. 1/2 hour കഴിഞ്ഞ് ഞാൻ പോലീസിനെ വിളിക്കുമ്പോൾ പോലീസാണ് ഫോൺ എടുക്കുന്നത്. അയാളെ വിളിച്ചാണ്, പോലീസ് ഫോൺ എടുത്തിട്ട് പറയണം അയാൾ ഹാങ് ചെയ്തു വെച്ചപ്പോൾ ഞാൻ വിചാരിക്കണം മരിച്ചിട്ടില്ല എന്നാ. ഞാൻ ഓടിപ്പോയി പിന്നെ എടുത്ത് പറഞ്ഞാൽ അതല്ല, പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ട് അയാളെ ബോഡി കിട്ടുള്ളൂ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതിനകത്ത് ആ സ്പേസിൽ എനിക്ക് ഉണ്ടാവാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ. ഞാൻ ഹോപ്പ് കൊടുത്തൊരു സ്പേസിൽ ഉണ്ടാവാൻ പറ്റിയില്ല എന്നുള്ള സാധനം ഇന്നെ ഹോണ്ട് ചെയ്യും. അതെങ്ങനെയാണ് ഹോണ്ട് ചെയ്യും? അതിന് പകരം ഞാൻ അയാളുടെ അടുത്ത് 100 അല്ല 1000 തവണ ഞാൻ ഇനിയും ചിലപ്പോൾ എഴുതും. ഞാൻ എത്ര എഴുതിയാലും എന്താ പറയുക ആ സാധനം. അപ്പോൾ അതിനുശേഷം ഞാൻ ലൈഫിൽ എടുക്കുന്ന ഒരു ഡിസിഷൻ ഇതാണ്: ഒന്നുകിൽ ഞാൻ ഒരാൾക്ക് ഹോപ്പ് കൊടുക്കില്ല. അങ്ങനെ എന്നെ പ്രതീക്ഷിച്ചിരിക്കുന്ന മനുഷ്യർക്ക് കൊടുത്തിട്ടുള്ള സമയം കഴിഞ്ഞിട്ട് ബാക്കി മാത്രമേ ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യാറുള്ളൂ, പുറത്ത് കൊടുക്കാറുള്ളൂ. ലൈഫിക്ക് വലിയൊരു ലെസനാണ്. നമ്മളെ കൂടെ വൈഫുണ്ട്, നമ്മളെ പാരൻസ് ഉണ്ട്. അവർ എന്തൊക്കെ പറയുള്ളൂ, നമ്മളെ പ്രതീക്ഷിച്ചിരിക്കുന്ന മനുഷ്യരെ അവരെ ഉപേക്ഷിച്ചിട്ടുള്ള ഒരു സാധനത്തേക്ക് ഇപ്പോൾ അവർക്ക് കൊടുത്തിട്ട് ബാക്കി ഉണ്ടെങ്കിൽ മാത്രം എന്തുകൊണ്ട് കുതിർത്ത് പ്രോഗ്രാമുകളിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുന്നു എന്നൊക്കെ ചോദിച്ചാൽ, അല്ലെങ്കിൽ കുറേ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന പലതാണ് ചെയ്യണില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു തിരിച്ചറിവെന്നാണ്. അതായത് വേണ്ടപ്പെട്ട ആളുകൾക്ക് കൊടുത്തിട്ട് ഇനി സമയം ഉണ്ടെങ്കിൽ മാത്രം. ഇതൊന്നും ഫർവൊന്നുമല്ല. അതായത് നമ്മൾ സൊസൈറ്റിക്ക് ഒരു സാധനം കൊടുക്കുക എന്നുള്ളത് നമ്മളെ സെൽഫിഷ് ആവുക എന്നുള്ളതല്ല, പക്ഷെ നമുക്ക് വേണ്ടപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി കുറച്ചൊക്കെ സെൽഫിഷ് ആവാം. കുറെ ചോദിക്കാനുണ്ട്, നേരത്തേക്ക് വരാം. അതായത് പോവാതിരിക്കുന്നതാണ്. അതെ, ഞാനത് മനഃപൂർവ്വം ഒഴിവാക്കിയിട്ടുണ്ടായിരുന്ന സമയത്ത് എഴുത്ത്, അത് നിങ്ങൾ അഗെയിൻ നമ്മൾ കുറെ എഴുത്തിലേക്ക് തന്നെ പറയാണ്. ലാസ്റ്റ് ഇതും കൂടെ ചോദിക്കാനായിട്ടാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും എഴുത്ത് നിങ്ങളെ സേവ് ചെയ്ത്, അത് എഴുതുന്നത് നിങ്ങൾക്ക് നിങ്ങളൊരു ഹീലിംഗ് അല്ലെങ്കിൽ നിങ്ങളൊരു സേവിങ്ങുമായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടോ? ഡു യു റൈറ്റ് ടു ഹീൽ അല്ലെങ്കിൽ ഡു യു റൈറ്റ് ടു സേവ് യുവർ സെൽഫ്? അത് എഴുതുന്നത് ഒരു ഹീലിംഗ് പ്രോസസ്സാണ്. അത് എഴുതുക എന്നുള്ള പ്രോസസ്സ്. കാരണം അത് എഴുതുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത്, ഞാൻ അത്ര ഇമോഷനായിട്ട് എഴുതുമ്പോൾ അത് ചിലപ്പം എനിക്ക് ഒരുപക്ഷെ ആ ഇമോഷൻസ് കൂടെ ഒന്നും കൂടി പോയിട്ട് അതിൻ്റെ ഒരു ചെറിയ ഹീലിംഗ് പ്രോസസ്സ് അവിടെ നടക്കുന്നുണ്ട് ഞാൻ എഴുതിയിടുമ്പോൾ. അതിനപ്പുറത്തേക്ക് എഴുതിയ എഴുത്തുകൾ ഞാൻ സത്യം പറഞ്ഞാൽ ജീവിതത്തിൽ ഒരിക്കൽ പോലും തിരിച്ചു വായിച്ചിട്ടില്ല. ഞാൻ ഇടയ്ക്ക് ചിന്തിക്കാറുണ്ട്, പടച്ചോനെ പണ്ട് എഴുതിയാൽ വല്ലതിലും പൊളിറ്റിക്കലി ഇപ്പം അതിന് ഇൻകറക്റ്റ് ഉണ്ടാവുമെന്ന് ഞാൻ ചിന്തിക്കും.
പക്ഷെ ഞാനത് ചെയ്യാൻ ആഗ്രഹിക്കണില്ല. ഞാൻ ആ എഴുത്തുകൾ ഒരിക്കൽ പോലും തിരിച്ചു വായിച്ചിട്ടില്ല. ഈവൻ വൈഫ് എനിക്ക് വേണ്ടി അത് ബുക്കാക്കി. അപ്പം ഞാൻ പ്രൂഫ് റീഡിങ്ങോ കൊടുക്കരുത് എന്നുള്ളൊരു അഭിപ്രായക്കാരനാണ് ഞാൻ. കാരണം അതിൽ ഞാൻ ഒരു തെറ്റ് എഴുതിയിട്ടുണ്ടെങ്കിൽ അത് അന്നത്തെ എൻ്റെ ശരിയായിരുന്നു എന്ന് മാത്രമാണ്. ഞാൻ ഇപ്പോൾ 2025 നിൽക്കുമ്പോൾ ഞാൻ അതിന് ഇവല്യൂഷൻ നടന്നിട്ടുണ്ട്. ഞാൻ മാറിയിട്ടുണ്ടെങ്കിൽ അന്നത്തെ അഭിപ്രായമാണ്, അന്ന് ഞാൻ തെറ്റുകാരനായിരുന്നു. ഇപ്പൊ ഞാൻ ഇന്നത്തെ ശരി പറയണമെന്ന് പറയുന്നുള്ളൂ. ഇന്നത്തെ ശരി എന്നാ പറയാൻ പറ്റുള്ളൂ. തെറ്റ് അംഗീകരിക്കാനും മാറ്റാനും പറ്റുന്നു എന്നുള്ളതുള്ളൂ. നാളെ ഞാൻ ചിന്തിക്കുമ്പോൾ ഇന്ന് പറയുന്നത് പൊട്ടത്തെറ്റാവും എന്ന് കരുതി ആ എഴുത്തുകളെ, കാരണം അപ്പൊ പിന്നെ അത് ഫേക്ക് ആവും എന്നൊക്കെ ഒരു തോന്നല്. അന്ന് ഞാനൊരു ഒരു ഒരു ഭയങ്കര വൃത്തിയായിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ അത് അന്ന് ഞാൻ അങ്ങനെ തന്നെ എഴുതുന്നു എന്നുള്ളതാണ് ഞാൻ. അതുകൊണ്ട് ഞാനത് ഒരിക്കലും എൻ്റെ എഴുത്തുകൾ ഒരിക്കലും പിന്നീട് എന്നെ അത് വായിച്ച് ഹീൽ ചെയ്യാറില്ല. പിന്നെ ഞാൻ പറയില്ല, ആ മൊമെന്റ്സിൽ ഞാൻ ഓൾറെഡി മൊമെന്റ്സ് ഞാൻ മറക്കണില്ല. ഞാൻ എഴുത്തിനേക്കാൾ കൂടുതൽ ആ മൊമെന്റ്സിൽ തന്നെ ഞാൻ ജീവിക്കണം. ആ മൊമെന്റ്സ് ഒരിക്കലും മറക്കാറില്ല. അതുമായി കണക്ട് ചെയ്യുന്ന ഒരു സാധനം കിട്ടിയാൽ ഞാനത് ആലോചിക്കും. ഞാൻ എൻ്റെ കയ്യിൽ പഴയ പോലെ അന്ന് എങ്ങനെ വിഷമിച്ചോ, പക്ഷെ മനുഷ്യർക്ക് പഠിച്ച കൊടുത്തൊരു ചെറിയൊരു അനുഗ്രഹം ഉണ്ട്. പണ്ട് ഞാൻ ഒരാൾ മരിച്ചു എന്ന് പറയുമ്പോൾ ചിലപ്പോൾ കുടുകുടു എന്ന് പറഞ്ഞ് കരഞ്ഞിട്ടേക്കാരം പറയാം. പിന്നെ എൻ്റെ കണ്ണ് നിറഞ്ഞിട്ടേക്കാരം പറയാം. പിന്നെ തൊണ്ട ഇടറിയിട്ടേക്കാരം പറയാം. പക്ഷെ ഇപ്പോൾ പറയുമ്പോൾ എന്തോ കുറച്ചൊക്കെ ഹീലാവുന്നുണ്ട് എന്നുള്ളൊരു സാധനം മനസ്സിലാവുക നമ്മൾ പിന്നീട് അത് എക്സ്പ്രസ് ചെയ്യുമ്പോഴാണ്. അതൊരു അനുഗ്രഹമാണ്. അതായത് എക്സ്പ്രഷനും ടൈമും മാത്രമേ ഹീലിങ്ങിന് വേണ്ടിയിട്ടായിട്ടുള്ള ആ സമയം കൊടുത്ത് പിന്നെ മറക്കുക എന്നുള്ളൊരു പ്രോസസ്സ് നടക്കണില്ല എന്ന് വിശ്വസിക്കണം. ഞാൻ ഇന്ന ആളെ മറക്കണമെന്ന് പറയുന്നത് ഒരു ഓർക്കലാണല്ലോ. ഞാൻ ഇന്ന ആളെ മറന്നു എന്ന് പറഞ്ഞാൽ അയാളെ സ്റ്റിൽ ഞാൻ ഓർക്കുന്നുണ്ട്. അങ്ങനെ ഒരു സാധനമില്ല. നമ്മൾ അയാളെ ഓർത്തിട്ട് അയാളുടെ ആ സാധനം എന്താ ചെയ്യുക, പതുക്കെ അത് ഓർക്കുമ്പോൾ എനിക്ക് കാര്യമായിട്ടൊന്നും തോന്നേണ്ടതില്ല എന്നുള്ളൊരു സാധനത്തേക്ക് നമ്മൾ ഒരു അനുഗ്രഹമാണ്, പടച്ചോൻ തന്നൊരു അനുഗ്രഹം. അതില്ലായിരുന്നെങ്കിൽ നമുക്കൊരിക്കലും മുന്നോട്ട് പോകാൻ പറ്റില്ല. നമ്മൾ ഒരു സാധനത്തിൽ സ്റ്റെക്കായി പോവും, സ്റ്റിക്കായി പോവും. ബ്യൂട്ടിഫുൾ. ഞാനേ അത് കുതിരത്ത് എന്ന് പറയുന്ന സമയത്തേക്കായിട്ട് എല്ലാവരും പറഞ്ഞാൽ അത് എല്ലാവരുടെ നിന്നല്ല, കുറേ ആളത്തേക്ക് പറഞ്ഞാൽ കുതിരത്തൊരു ഇൻഫ്ലുവൻസറാണ്. ആ കുതിരത്ത് ഇൻഫ്ലുവൻസർ അല്ലേ ഇങ്ങനെയാണ് ചോദിക്കുക. എനിക്ക് ഒന്നാമത് ഇൻഫ്ലുവൻസ് എന്നുള്ള വാക്ക് തീരെ ഇഷ്ടമല്ല. ഇപ്പോൾ ഒരാളെ ഒരു ഇൻഫ്ലുവൻസർ ആണെന്ന് പറഞ്ഞിട്ടായിട്ട് വിളിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഒരാളെ ഒരു ഇൻഫ്ലുവൻസറിൽ ബാഡ്ജ് കൊടുക്കുക, എനിക്കത് ഭയങ്കര എതിർപ്പുള്ളൊരു സംഭവമാണ്. ഞാൻ ഇപ്പോൾ നിങ്ങളെ അക്കൗണ്ടിൽ വന്നിട്ട്, അതായത് നമ്മളെല്ലാവരും ഇൻഫ്ലുവൻസർ ആക്കുന്ന അയാൾ ഷെയർ ചെയ്യുന്ന കണ്ടന്റിനെ ബേസ് ചെയ്തിട്ടാണല്ലോ. നിങ്ങൾ ഷെയർ ചെയ്യുന്ന കണ്ടന്റിനെ ബേസ് ചെയ്തിട്ട് ഞാൻ ഇപ്പോൾ നിങ്ങൾക്കൊരു വാക്ക് കൊടുക്കാനായിട്ടാണ് ഞങ്ങളൊരു വിറ്റ്നസ് എന്ന് വിളിക്കും. അല്ലെങ്കിൽ നിങ്ങൾ ആ കഥകൾ കണ്ടിട്ട് ആ കഥകൾ ഷെയർ ചെയ്യുന്ന ഒരാളായിട്ടാണ് ഞാൻ കണ്ടിട്ടില്ല. മേ ബി ഐ കോൾ ഒരാൾ ഇൻഫ്ലുവൻസർ എന്ന് വിളിക്കുന്നതിനേക്കാൾ ഐ വുഡ് ബി ഹാപ്പി ടു കോൾ ഇമ്പാക്ടർ എന്ന് ഞാൻ വിളിക്കാൻ അതിനായിരിക്കും. ഈ വാക്കുണ്ടല്ലോ ഇൻഫ്ലുവൻസർ എന്നുള്ള വാക്ക്, വാട്ട് ഡസ് ഇറ്റ് മീൻ ടു യു? ഞാൻ ഒരിക്കലും അംഗീകരിക്കാത്തൊരു വാക്ക്. ഞാൻ ഒരാളൊരു പോസ്റ്റർ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻഫ്ലുവൻസറിന് ഇടുകയാണെങ്കിൽ അത് മാറ്റിച്ച കേസുകളുണ്ട്. അത് വേണ്ട. ഞാൻ ആര് ചോദിച്ചാലും ഞാൻ സ്റ്റോറി ഇടലെന്ന് മാത്രമേ പറയുള്ളൂ. ഞാൻ അതിനോട് ജെന്യൂൻ ആണെന്നുള്ളൊരു ഫീലിനോട് എന്ന് കരുതിയത് ഇൻഫ്ലുവൻസ് ആവണില്ല എന്നുള്ളതൊന്നുമല്ല. ആളുകൾക്ക് ചിലപ്പോൾ ആവുണ്ടാവും. പക്ഷെ അത് എന്താ പറയാ, അതൊരു പ്രൊഫഷണൽ ഒരു സാധനമായിട്ട് കൊണ്ടെടുക്കേണ്ടതില്ല എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ. അതിലില്ല, ഞാൻ ഒരു സാധനം കൂടെ ആഡ് ചെയ്യാം. അതായത് ഇപ്പൊ എനിക്ക് എന്തുകൊണ്ട് അതിൽ ഏറ്റവും വലിയ എതിർപ്പ് വെച്ച് കഴിഞ്ഞാൽ, അത് ഒരാളെ നിങ്ങളൊരു ഇൻഫ്ലുവൻസർ ആണ് എൻ്റെ പുട്ട്ഫോറിയ സമയത്തൊക്കെ ആയിട്ട് അയാളല്ലാണ്ടാവണമെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് നമ്മളെ പോലെ ആവുന്ന ഒരു സാധനമാണോ അതോ ഞാനല്ലാതെ ആവണോ? ഞാനല്ലാണ്ടാവണത് കണ്ടിട്ടുണ്ട്. അതായത് എന്തിനും ഏതിനും നിങ്ങൾ പറഞ്ഞല്ലേ, ഞാൻ പൊളിറ്റിക്കലി കറക്റ്റ് ആയിരിക്കണം, ഞാൻ ഇന്ന തരത്തിലായിരിക്കണം, അതായത് ഐ ഹാവ് ടു ബി ഇൻ എ സർട്ടൻ വേ എന്ന് പറഞ്ഞിട്ടായിട്ട് സെറ്റ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. എനിക്ക് തൊട്ടും ഓക്കെ അല്ല. ഞാൻ ആഡ് ചെയ്യാം. ഇതിന്റെ ഈ ഇൻഫ്ലുവൻസ് എന്നുള്ള വാക്കിന് ഏറ്റവും പറയാൻ പറ്റിയൊരു സാധനമാണ് ഗാസയില് വിഷയങ്ങൾ നടക്കുക. അപ്പോൾ ഇതിനെ കുറിച്ചിട്ട് നിങ്ങൾ പറഞ്ഞ ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് വരുന്നുണ്ട്. നാളെ ഇപ്പൊ അവിടെ ഒരു ബോംബ് പൊട്ടിയാൽ അതിനെ പറ്റിയിട്ട് ആര് പറയണോ? ഇൻഫ്ലുവൻസർ പറയണം. അപ്പൊ പൊതുവെ ആളുകൾ ഇൻഫ്ലുവൻസേഴ്സിനെ കുറിച്ച് വെക്കുന്ന സാധനമല്ലോ. പലരും പല തരത്തിലാണ് ഇൻഫ്ലുവൻസർ ആവുന്നത്. ഒരാൾ ചിലപ്പോൾ ഒരു വെറുതെ ഒരു ഡ്രസ്സ് ഇടാൻ ഇഷ്ടമാണ്, അയാൾ ഇട്ടിട്ട് അയാളൊരു മോഡലാവാം, അയാൾ നാളെ ഒരു ഇൻഫ്ലുവൻസർ എന്ന് അറിയപ്പെടാം. അങ്ങനെ പല രീതിയിലാണ് പലരും ഇൻഫ്ലുവൻസർ ആവുന്നത്. പക്ഷെ സൊസൈറ്റി മൊത്തത്തിൽ ഇവരെ കാണുന്ന ഒരേ പേഴ്സ്പെക്റ്റീവിലാണ്. എല്ലാവരും ജനറലി മീൻസ് എല്ലാ കാര്യത്തിനെ കുറിച്ചും വെൽ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ആളുകളാണെന്നില്ല. ഇപ്പൊ ഞാൻ എഴുതുന്ന ആളായതുകൊണ്ട് മേ ബി
ഞാൻ കുറച്ചും കൂടി ആളുകൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ കുറച്ചും കൂടി സോഷ്യൽ കാര്യങ്ങളെ കുറിച്ചിട്ട് അവയുടെ ഇപ്പൊ ഒരു മോഡൽ ഉണ്ടാവും, ഒരു ആക്ടർ ഉണ്ടാവും. അപ്പോൾ പലപ്പോഴും നമ്മൾ സൊസൈറ്റിയിൽ നിന്ന് ഒരു പ്രഷർ കൊടുക്കും, ഇയാൾ പ്രതികരിക്കണം, യു ഷുഡ് റിയാക്ട് എന്നുള്ളൊരു സാധനം വരും. ഇത് വരുമ്പോൾ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ ഒരു കാര്യത്തിനെ കുറിച്ച് ഞാൻ മനസ്സിലാക്കുന്നത് അതിനെക്കുറിച്ച് പഠിക്കാതിരിക്കണേ അയാൾ ഒരിക്കലും അത് എന്ത് ചെയ്യരുത്, അഭിപ്രായങ്ങൾ പറയരുത്. അങ്ങനെ ചില അഭിപ്രായങ്ങൾ പറഞ്ഞിട്ട് ഒരു ഉദാഹരണം, ഒരു തോട്ട പൊട്ടിയിട്ട് ഒരു വയനാട് ഇവിടെ ഓരോരുത്ത് ഒരു തോട്ട പൊട്ടിയിട്ട് ഒരു ആൾ മരിക്കുകയാണ്. അങ്ങനെ ആന മരിക്കുകയാണ്. ആന മരിക്കുന്ന കേസിൽ നോർത്ത് ഇന്ത്യയിലും ഒക്കെ ഭയങ്കരമായിട്ട് അത് സെൻസേഷനായി. കേരള സ്റ്റോറി എന്നും പറഞ്ഞിട്ട് ആന മരിച്ചു എന്നുള്ള. അങ്ങനെ അതിന്റെ സെക്കൻഡ് ഡേ അതിന്റെ റിയാലിറ്റി വരികയാണ്. എന്ത്, അത് ശരിക്കും അവര് ആനനെ കൊല്ലാൻ വെച്ചതല്ല, വേറെ എന്തോ ആവശ്യം. അതൊരിക്കലും നാഷണൽ മീഡിയയിൽ ഓടിയെത്തിയില്ല. സോ ഫസ്റ്റത്തെ ദിവസം ഈ തോട്ടമുട്ടി ആന മരിച്ചന്ന് ആനക്ക് വേണ്ടിയിട്ടാണ് എല്ലാവരും എഴുതിയത്. അതെ. സോ നിങ്ങളൊരു ഇൻഫ്ലുവൻസർ ആവുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട പണി എന്താവും അറിയോ, ഇതായിരിക്കും. നിങ്ങൾ ആനനെ കുറിച്ച് എഴുതും, പിറ്റേ ദിവസം രാവിലെ എണീക്കുമ്പോൾ അത് കർഷകന് വേണ്ടിയിട്ടുള്ള എഴുത്തായിട്ട് മാറും. സോ ഞാൻ പറയുന്നത് ഒരു സാധനം സംഭവിക്കുമ്പോൾ അതിനെ ഏറ്റവും നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് തോന്നുകയാണ് സൊസൈറ്റി, നിങ്ങൾക്ക് അത് തോന്നുന്നില്ലെങ്കിൽ പിന്നെ നിങ്ങൾ ചെയ്യണ ആർട്ടിഫിഷ്യൽ അല്ലേ. ഗാസയിൽ ഒരു വിഷയം നടക്കുകയാണ്, ഞാൻ പറഞ്ഞ ഒരു ഇൻഫ്ലുവൻസർക്ക് തോന്നുന്നില്ലെങ്കിൽ ഞാൻ പറയുമ്പോൾ അയാൾ അത് ചെയ്യരുതെന്ന്. അങ്ങനെയാണെങ്കിൽ സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് അയാൾ ഒന്നും ചെയ്യേണ്ടതില്ല, അയാൾക്ക് തോന്നുകയാണ് ഇതിന്നെ എന്ത് ചെയ്യുന്നുണ്ട്. അപ്പൊ എൻ്റെ ഒരു കേസിൽ ഗാസയിൽ ഇങ്ങനെ സംഭവങ്ങൾ നടക്കുന്ന സമയത്ത് ഞാൻ സ്റ്റക്കാണ്. റിയാലിറ്റി അതാ. അതായത് ഈ കാര്യങ്ങൾ നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഞാനും കാണുന്നുണ്ട്. അപ്പൊ ഞാൻ ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള മനുഷ്യനാണ്. എനിക്ക് ഇൻസ്റ്റ നോക്കുമ്പോൾ ഞാൻ ആകെ ഓഫ് ആവുകയാണ്. ഞാൻ ഈ കുട്ടികൾ ബ്ലഡും സാധനം കാണുമ്പോൾ ഞാൻ എപ്പോഴും എൻ്റെ സ്വന്തം ചോരേണ്ട ബോധം കിട്ടുകണേ. അപ്പോൾ ഇതിനകത്തൊരു സാധനം കാണുമ്പോൾ എനിക്ക് റിയാക്ട് ചെയ്യാൻ എനിക്ക് ആഗ്രഹമുണ്ട്, എനിക്കൊരു കാര്യത്തിന് എക്സ്പ്രസ് ചെയ്യാൻ. എൻ്റെ ഉള്ളിൽ അത് ഭയങ്കരമായിട്ടുണ്ട്. പുറത്തേക്ക് എത്താന്നല്ല, ഞാനത് ചെയ്യാൻ ഞാൻ ആകെ മെന്റലി ഡൗൺ ആവുകയാണ്. അപ്പൊ ഇത് എന്ന് കരുതി ഞാൻ ചെയ്യാതിരിക്കണത് ശരിയെന്നൊന്നുമല്ല, പക്ഷെ ആ സിറ്റുവേഷൻ എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. എന്നിട്ട് ഞാൻ അതിനൊന്ന് ഹീൽഡ് ആവുമല്ല, ഞാനത് ചെയ്യാൻ പാകപ്പെടുമ്പോൾ ഞാനത് ചിലപ്പം ചെയ്യും. അതായത് ഞാനിങ്ങനെ റിയാക്ട് ചെയ്യുന്നു ഉള്ള രീതിയിൽ എനിക്ക് ചെയ്യാൻ തോന്നുമ്പോൾ ഞാൻ ചെയ്യും. ഇത് തോന്നുന്ന സമയത്ത് അന്ന് കുതിർത്തും ഉണ്ടാതിരുന്നില്ലെന്ന് ചോദിക്കുന്നത് ശരിക്കും അത് എങ്ങനെ എനിക്ക് മനസ്സിലാവണില്ല. അതായത് സമൂഹത്തിനോട് റെസ്പോൺസിബിൾ അല്ല എന്നുള്ളൊരു സാധനത്തിനോട് ഞാൻ ഒരിക്കലും, കാരണം ഞാൻ കാരണം ഒരു 50,000 ആളുകൾ ഇന്നെ കേൾക്കുന്നുണ്ട് മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ അത് വലിയ റെസ്പോൺസിബിലിറ്റി. എൻ്റെ റെസ്പോൺസിബിലിറ്റി മാത്രമല്ല, ഞാൻ പഠിച്ചവനോട് സമാധാനം പറയുന്ന കേസാണ്. എന്ത്, അതായത് സമൂഹത്തിൽ ഒരു അനീതി നടക്കുന്നുണ്ടെങ്കിൽ ആ അനീതിയിൽ ഞാൻ എന്ത് ചെയ്യണം, പ്രതികരിക്കണം. പക്ഷെ ആ അനീതിക്ക് പ്രതികരിക്കാൻ ഞാൻ പാകപ്പെടണം, ഞാൻ അതിനെക്കുറിച്ച് വ്യക്തമായി പഠിച്ചിരിക്കണം. ഒരു ഇൻഫ്ലുവൻസർ അങ്ങനെ ആൾ അതിനെക്കുറിച്ച് പഠിച്ചതിന് ശേഷം ആൾ പറയണം. അപ്പം ഇപ്പൊ ഒരു വിഷയം ഉണ്ടാവുന്ന, ഇപ്പൊ ഒരു സ്വന്തമായിട്ടുള്ള നിലപാടെടുക്കുക എന്ന് പറയുന്നത് തെറ്റും ശരിയും മനസ്സിലാക്കാൻ മനുഷ്യർക്ക് ഒരു ബോധമുണ്ട്. ആ ബോധത്തിലിട്ട് അതിനെ ക്രോസ് ചെക്ക് ചെയ്തതിന് ശേഷം എടുക്കേണ്ട തീരുമാനം. ഞാൻ വികാരത്തിന്റെ പുറത്തൊരു സാധനം ഇടുന്നത് എന്താണ്, തെറ്റാണ്. വിവേകപൂർവ്വം അതിൻ്റെ അകത്ത് ശരിയും തെറ്റും. അപ്പോൾ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിനെ പേടിക്കുക എന്ന് പറയുന്നത് ശരിക്കും അത് ചിലപ്പം പുതിയൊരു കാലത്ത് അനിവാര്യമാണ്. അപ്പോൾ അനിവാര്യമാണ്. ഇപ്പൊ ഒരു ഞാനത് അങ്ങനെ പറയുമ്പോൾ അതിനെ കുറിച്ച് അങ്ങനെ പറയും. അതായത് പൊളിറ്റിക്കലി കറക്റ്റ് ആവുക വെച്ചാൽ ഇപ്പം പണ്ട് കാലത്ത് നമ്മളെ കൂടെയുള്ള ആളുകൾ നമ്മൾ എന്ത് ചെയ്യും, പല രീതിയിൽ തടിയാന്നും വെള്ളപ്പാണ്ടെന്നും അല്ല മീൻസ് വെള്ളപ്പാറ്റാന്നും കരിമ്പ അങ്ങനെയൊക്കെ വിളിച്ചിരുന്നു. അപ്പം നമ്മളൊരു പോയിന്റ് എത്തുമ്പോൾ നമുക്ക് അന്നത് തെറ്റാന്ന് അറിയണ്ടായിരുന്നില്ല. നമ്മൾ കാലം കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, പൊളിറ്റിക്കലി നമ്മൾ അതിനെ കുറിച്ച് അവെയർഡായി. ഈ സാധനം ചെയ്യുന്നത് തെറ്റാന്ന് നമ്മൾ അവെയർഡായി. ഈ അവെയർഡ് ആയതിനു ശേഷം നമ്മളിത് പറയുമ്പോൾ, സൊസൈറ്റി പറയുമ്പോൾ എനിക്ക് 100% 70% ഓഫ് ആൾക്കാർ ഇപ്പോഴും ഇതിനെക്കുറിച്ച് അവെയർഡല്ല. പക്ഷെ അവർ മുണ്ടണില്ല. കാരണം നിങ്ങൾ ഈ പറഞ്ഞ സോഷ്യൽ സാധനത്തിനോട്ടുള്ള പേടി കാരണം അവർ പബ്ലിക്കലി പലപ്പോഴും ഉള്ള സർക്കിളിൽ അവർ പറയും എന്ത്, ഈ സാധനം പറയുന്നത് പറയുന്നത് നമ്മളെ ചങ്ങാതിമാരുടെ ഇടയിലൂടെ ഈ സാധനം പറയുന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് പറയും, ചിലപ്പം ഒരാളെ കളിയാക്കും. ആ രീതിയിലേക്ക് ഒരു ഫേക്ക് സാധനം ആളുകൾ നിർത്തുന്നുണ്ട്. പക്ഷെ ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്യും. അതായത് ഒരാൾ പേടിച്ച് നിൽക്കണമെങ്കിൽ ഞാൻ പറയണത് കാര്യം അടുത്ത ജനറേഷൻക്ക് ഇത് ട്രാൻസ്ഫർ ആവില്ല. ഇപ്പൊ കുറെ ആളുകൾ ഫേക്ക് ആയിട്ട് നിൽക്കുന്നുണ്ട്, അവരെ പൊളിറ്റിക്കലി കറക്റ്റായിട്ട് ഫേക്ക് ആയിട്ട് അഭിനയിക്കുന്നുണ്ടെങ്കിൽ കൂടി അത് സൊസൈറ്റിക്ക് വരാത്തിടത്തോളം അടുത്തൊരു ജനറേഷനിൽ വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കും. പുതിയൊരു ജനറേഷൻ അത്തരം സോഷ്യൽ തെറ്റുകളെ മറക്കുന്ന ഒരു സാഹചര്യത്തിൽ അത് എത്തും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ പൊളിറ്റിക്കലി കറക്റ്റ് എന്ന് കരുതിയിട്ട് എനിക്ക് തോന്നുകയാണ് ഇത് ശരിയാണ്. സൊസൈറ്റി മൊത്തത്തിൽ
ഒരു സാധനത്തിനെ ശരി എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ഒരിക്കലും അതിനെ സപ്പോർട്ട് ചെയ്യണമെന്നില്ല. കാരണം ഒരു മാനിപ്പുലേറ്റഡ് ലോകത്ത് നമ്മൾ ജീവിക്കണം. കുറെ ആളുകൾ സംഘം ചേർന്നൊരു സാധനം ശരിയാന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ അതിനെ ഒരിക്കലും യോജിക്കൂല. അങ്ങനത്തെ ഒരു പൊളിറ്റിക്കൽ കറൻസിനോട് എനിക്ക് ഒരു യോജിപ്പില്ല. എനിക്ക് പേഴ്സണലി തോന്നണം ശരി എന്ത് തെറ്റ്. ഇനിയിപ്പോ ഞാൻ അപ്പൊ ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കുകയാണ്, അത് തെറ്റി വിചാരിച്ചോളി, കുഴപ്പമില്ല, ഞാൻ തിരുത്തി പറയും. ഞാൻ പറയുന്ന ഏറ്റവും അവസാനം പറയുന്നതാണ് എന്റെ നിലപാട്. എന്ന് കരുതി ഇന്ന് നേരെ വെളുത്തിട്ട് നാളെ രാവിലെ എടുക്കണ ഇങ്ങനെ നിലപാട് മാറുന്ന ഒരാളെന്നല്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഒരു കാര്യത്തിനെ കുറിച്ച് പറയുമ്പോൾ അന്നെന്ന് പറയണമെന്ന് വാശി പിടിക്കേണ്ടതില്ല. അതായത് അയാൾ ആലോചിക്കട്ടെ, എന്നിട്ട് അയാൾ ഒരു തീരുമാനത്തിൽ എത്തട്ടെ, എന്നിട്ട് അയാൾ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കാലത്തിനെങ്കിലും അതൊരു സ്റ്റേബിൾ ആയിട്ട് നിൽക്കട്ടെ. അടിപൊളി. ഓക്കെ, നൗ കമ്മിങ് ടു ഒരു, അതായത് ഇപ്പം നിങ്ങളെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് കുറച്ച് കോമൺ ഫ്രണ്ട്സ് എനിക്കുണ്ട്. അപ്പോൾ നിങ്ങളെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് നിങ്ങളെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പറയുന്നൊരു സാധനമുണ്ട്. ആദ്യം പറയുന്നത് കണക്കെതിരെ പറയുന്നത് കുതിരത്ത് അടിപൊളി ചങ്ങായ. ചങ്ങായി എന്ന് പറയുന്ന സമയത്തേക്ക് ചങ്ങായ, നല്ല ചങ്ങായ, അതായത് എല്ലാവർക്കും ഇപ്പോൾ എന്താ പറയുക, എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു ചങ്ങായാണ്. അല്ലെങ്കിൽ എനിക്ക് അങ്ങനത്തെ ചങ്ങായി ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് നല്ലതായിരിക്കും തോന്നുന്ന ചങ്ങായിട്ട്. കാരണം വെച്ചാൽ നിങ്ങൾ ഒരാളിൽ, അതായത് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളുകൾ അത്രയും ഡീപ്ലി ഇൻവെസ്റ്റഡ് ആണ്. ഞാനിപ്പോൾ എൻ്റെ ഒരു എക്സാമ്പിൾ എടുക്കാനാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്നും സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സാധനമാണ്. നിങ്ങൾ അതിനുള്ളൊരു സംഭവം നേരത്തെ പറഞ്ഞു. ഇപ്പോൾ ഞാൻ പോയിട്ട് വന്നിട്ടുള്ള ഒരാളാണ് ഞാൻ. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ഫുള്ളി ഷട്ടപ്പ് കഴിക്കും. നാട്ടിൽ പോയി കഴിഞ്ഞാൽ എവിടെ മറക്കും, നാട്ടിലേക്ക് അങ്ങനെ ഇരിക്കും. ഇതിൻ്റെ ഇടയിൽ ചിലപ്പോൾ അതായത് എന്താ പറയുക, നമ്മളെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് നമ്മൾ ഫുള്ളി ഇൻവെസ്റ്റഡ് ആവാതാണ്. ഇതിനെനിക്ക് പലപ്പോഴും പറ്റുന്നില്ല. പക്ഷെ എൻ്റെ ഫ്രണ്ട്സ് അങ്ങനെ, അതായത് ഞാൻ ചെറുപ്പത്തിലേ അങ്ങനെ ഒരു മനുഷ്യനാണ്. അത് അറിയുന്നതുകൊണ്ടും കാണുന്നതുകൊണ്ടും എനിക്ക് ആ ഒരു സ്പേസ് ഒരു തന്നിട്ടുണ്ട്, അവിടെ എത്തലുണ്ട്, പലപ്പോഴും എത്താനായിട്ട് ശ്രമിക്കും. പക്ഷെ ഇന്ന് എനിക്കിപ്പോഴുള്ളൊരു സംഭവമാണ്, എനിക്ക് ആ ഒരു എൻ്റെ ഫ്രണ്ട്ഷിപ്സിൽ ഫുള്ളി പ്രസൻ്റ് ആവാൻ പറ്റുന്നില്ല. അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് അവിടെ എത്തേണ്ട പോലെ എത്താൻ പറ്റുന്നില്ല. എനിക്ക് ഭയങ്കരമായിട്ടുള്ള എന്താ പറയുക, വിഷമം കൊണ്ടുവരുന്നൊരു സാധനമാണ് ഈ സാധനം. എങ്ങനെയാണ് നിങ്ങൾ, അതായത് ഇത്രയും കാലം ആൾക്കാർ എനിക്കറിയാം, കോഴിക്കോട് വന്നു കഴിഞ്ഞാൽ എനിക്ക് ഓർമ്മ, നമ്മൾ അന്ന് എന്താ പറയുക, രാത്രി ബീച്ചിലൊക്കെ പോയി എല്ലാവരും ഇരുന്നിട്ട് ഫുള്ള് പാട്ടൊക്കെ പാടിയിരുന്ന ഓർമ്മയുണ്ട്. അതായത് എനിക്ക് തോന്നുന്നു പലപ്പോഴും നമ്മൾ മീറ്റ് ചെയ്ത സമയത്തൊക്കെ നിങ്ങളെ കൂടെ കുറേ ആൾക്കാർ കാണാൻ പറ്റും, ഫ്രണ്ട്സ് ഉണ്ടാവും, നിങ്ങളവിടെ എത്തുന്നുണ്ടാവും, വിളിക്കുന്നതൊക്കെ എന്താ അടുത്ത് പോകുന്നതൊക്കെ പറയണ്ടാവും. ഹൗ ആർ യു ഏബിൾ ടു ലൈക്ക് ബി പ്രസന്റ്? അത് എബിലിറ്റി ഇല്ല. അതിനകത്തൊരു കാര്യം എന്താ വെച്ചാൽ, ശരിക്കും ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നൊരു സാധനമുണ്ട്. അതായത് എനിക്ക് സർക്കിൾസ് ഇല്ല. ഓക്കെ, നിങ്ങൾ പറഞ്ഞ സൗഹൃദങ്ങൾ, ഞാൻ തോന്നുന്നു എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയ സമ്പാദ്യമായിട്ട് ഞാൻ കാണുന്നത് എൻ്റെ സൗഹൃദങ്ങൾ തന്നെയാണ്. അതായത് എനിക്ക് ഒരാളെ വിളിക്കണമെന്നുണ്ടെങ്കിൽ ഒരു വിളി അല്ലെങ്കിൽ രണ്ടാമത്തെ വിളിക്കാനുള്ള അത്ര സൗഹൃദങ്ങളുണ്ട്. അത് ആ വിളിയുടെ കാര്യത്തിൽ മാത്രമല്ല, അപ്പം എനിക്ക് അത്ര സൗഹൃദങ്ങളുണ്ട്. എന്നുവെച്ചാൽ ഒരു വിളിപ്പുറത്ത് എത്തുന്ന സൗഹൃദങ്ങൾ മുഴുവനല്ലേ. പക്ഷെ ഞാൻ ഇതിനൊന്നിനും ഒരു ഗാങ് സാധനത്തേക്ക് എത്താറില്ല. അപ്പം ശരിക്കും ഇപ്പൊ ഞാനുമായി ബന്ധപ്പെട്ട് കുറേ സർക്കിൾസ് ഉണ്ട്. ഈ സർക്കിൾസിലൊക്കെ അന്വേഷിച്ചാൽ അത് ഇൻഡിവിജ്വലി ഓരോ ആളുകളും എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്, വളരെ അടുത്ത സുഹൃത്താണ്. അപ്പൊ അതിനകത്തുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, പരാതികൾ വളരെ കുറവായിരിക്കും. പരാതികൾ വെച്ചാൽ ഇപ്പൊ അവരെല്ലാവരും കൂടി ഒരു യാത്ര പോകുന്നു, അത് ഇന്നെ വിഷമിപ്പിക്കണേ ഇല്ല. കാരണം എനിക്ക് അപ്പുറത്ത് വേറെ നല്ല സുഹൃത്തുക്കൾ വേറെ ഉണ്ട്. പിന്നെ എനിക്ക് വളരെ ഒരു ക്ലോസ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ സാധനം ഞാൻ പറഞ്ഞ ഇൻസ്റ്റയിൽ ക്ലോസ് ഫ്രണ്ട്സ് ഇട്ടിട്ടു ശ്രദ്ധിച്ച് പറയില്ല. അപ്പോൾ എൻ്റെ ക്ലോസ് ഫ്രണ്ട്സ് ശ്രദ്ധിച്ചാൽ 5500 ആളാണ്. അല്ലാതെ എനിക്ക് 4-5-10 ആൾക്കാരല്ല എൻ്റെ ക്ലോസ് ഫ്രണ്ട്സ്. അപ്പോൾ ഈ 5500 ആളെ ഞാൻ നേരിട്ട് കണ്ടിട്ട് വളരെ ക്ലോസ്. അപ്പോൾ ഇതിനകത്ത് വെച്ചാൽ എനിക്ക് അങ്ങനെ ഒരു വലിയ പ്രയോറിറ്റി ലിസ്റ്റ് ഒന്നും ഇല്ല. അതായത് പക്ഷെ എങ്ങനെ നോക്കിയാലും 1-2 ആളുകൾ അത് അവരെ കഴിവാ, അവരിങ്ങനെ കൺസിസ്റ്റന്റ് ആയി നിൽക്കുന്നു എന്നുള്ള അവരെ കഴിവാ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഞാൻ നിങ്ങളൊരു സുഹൃത്താവണമെന്നുണ്ടെങ്കിൽ ഇന്നിപ്പോൾ ഞങ്ങളുടെ അടുത്ത് വളരെ ക്ലോസ് ആണ്, നാളെ ഞങ്ങൾക്ക് അവിടെ ഉണ്ടാവും എന്നുള്ളൊരു സാധനം നിങ്ങളും എക്സ്പെക്ട് ചെയ്യാത്തൊരു തരത്തിൽ ഞാൻ എല്ലാ ഫ്രണ്ട്ഷിപ്പും കീപ്പ് ചെയ്യാറ്. അപ്പോൾ ഇന്ന് നിങ്ങളൊരു യാത്ര പോയി എന്നുള്ളത് ഇന്നെ വിഷമിക്കുക, ഞാൻ വേറൊരു സ്പേസിലായിരിക്കും, അവരെവിടെയും പോയി എന്നുള്ള വിഷമിക്കുക. അപ്പം ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടാകുമ്പോൾ ഒരു സുഖം എന്താ വെച്ചാൽ, ഞാൻ ഒരിക്കലും ഒറ്റക്കാവാറില്ല. എനിക്ക് ഏതെങ്കിലും ഒരു മനുഷ്യനായിട്ട് എൻ്റെ കൂടെ ഉണ്ടാവും. അതിനകത്തുള്ള ഒരു വിഷമം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇങ്ങനെ സർക്കിൾസ് ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ പറയില്ല, എൻ്റെ വളരെ അടുത്തൊരു സുഹൃത്ത് മരിച്ചു പോയിരുന്നു. ഇതിനകത്തുള്ളൊരു കാര്യം ഞാനിങ്ങനെ അറിയിച്ചു, അത് എന്നെ ഏകദേശം 1 ഇയറോളം എന്നെ ഇതാറ്റു. അങ്ങനെ പറയാൻ പാടുന്ന അറിയില്ല, എത്ര ആൾക്കാർ മരിച്ചു പോവാണ്ട്. അപ്പം ഞാൻ വിചാരിക്കണം, ഒരാളുടെ ഒരു സാധനം എൻ്റെ ലൈഫിലെ എത്രയോ മാസങ്ങൾ എടുത്തെങ്കിൽ
ഈ കണ്ട സൗഹൃദങ്ങളൊക്കെ കൂടി ഇന്നെ എത്ര കാലം വിഷമിപ്പിക്കും എന്നുള്ളൊരു സാധനം മാത്രമേ ടെൻഷനുള്ളൂ. കാരണം അത്രയും കണക്റ്റഡ് ആണ്. ഞാൻ ഒരിക്കലും ഒരു മനുഷ്യനെ ഞാൻ പ്രയോറായി കാണാറില്ല. പക്ഷെ അങ്ങനെയല്ല, എല്ലാവരും പ്രയറാണ്. എനിക്ക് നിങ്ങളുടെ അടുത്ത് എത്ര സൗഹൃദം ഉണ്ടോ അത്ര തന്നെ സൗഹൃദമാണ് ഞാനും എത്രയോ വർഷം മുമ്പ് കണ്ട ഒരാളായിട്ടും ഞാൻ അത്രയും സൗഹൃദം. ഇതിനകത്തൊരു സ്വകാര്യമായിട്ടുള്ളൊരു സുഹൃത്ത് ബന്ധങ്ങളുണ്ട്. അത് ഈ പറഞ്ഞ പോലെ അവരാണ് ശരിക്കും അത് അത്രയും ബ്യൂട്ടിഫുൾ ആക്കുന്നത്. ഇപ്പൊ എൻ്റെ കോളേജിലൊക്കെ പഠിച്ച ആളുകളുണ്ട്. ശരിക്കും ഈ ഇന്നെ കുതിരത്ത് എന്ന് പറഞ്ഞിട്ട് അറിയുന്ന ആളുകളാണ് നിങ്ങളിപ്പോ ഈ പറഞ്ഞ ആളുകൾ. എനിക്ക് പല പേരുണ്ട്. അതായത് ഞാൻ എൻ്റെ നാട്ടില് മഷൂദാണ്. കുതിരത്തുള്ള മഷൂദിലെ മഷൂദാണ്. അവിടെ ആർക്കും കുതിരത്ത് എന്ന് പറഞ്ഞാൽ അറിയില്ല. മഷൂദിന്റെ പേര് എവിടെയെന്ന് ചോദിക്കണം. എൻ്റെ വീട്ടിൽ ഞാൻ മുത്തുവാണ്. എൻ്റെ കോളേജിൽ എൻ്റെ പണ്ട് ഫേസ്ബുക്കിലായിരുന്നെങ്കിൽ ഞാൻ കുഡ്സാണ്. കുതിരത്ത് എന്നുള്ള പേര് ഭയങ്കര വെറുപ്പായിരുന്നു, ഞാൻ പറയാം. കുഡ്സാണ്. എൻ്റെ കോളേജിൽ എത്തുമ്പോൾ എൻ്റെ ക്ലാസ്സിലുള്ളവർക്കൊക്കെ ഞാൻ കുഡ്സാണ് അല്ലെങ്കിൽ മഷൂദാണ്. എൻ്റെ ജൂനിയേഴ്സ് ഞാൻ കുഡ്സിക്കാണ്. സോ ഞാൻ വിശ്വസിക്കുന്നത് പല സ്പേസിലും ഒരു മനുഷ്യൻക്കും എല്ലാ സ്പേസിലും ഒരുപോലെ നിൽക്കാൻ കഴിയില്ല. പല സ്പേസിലും ഞാൻ പലതാണ്. സത്യമാണത്. ഞാൻ എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ചിന്തിച്ചിരിക്കുന്ന സാധനം അതാണ്. ഞാൻ ഫേക്ക് ആവുകയാണോ എന്നുള്ള സാധനം ചിന്തിക്കാറുണ്ട്. പക്ഷെ അത് ഫേക്ക് ആവുന്നതല്ല. ഇപ്പം ഞാൻ നിങ്ങളുടെ അടുത്ത് സംസാരിക്കാം. നിങ്ങളൊരു ഞാൻ ഒരു പക്ഷെ ചായ കുടിച്ചിരിക്കുമ്പോൾ സംസാരിക്കണമല്ല ഇപ്പൊ സംസാരിക്കും. അപ്പോൾ ഒരു കോണ്ടെക്സ്റ്റിൽ നമ്മൾ എങ്ങനെ നിൽക്കുക എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ. പക്ഷെ അത് ഫേക്ക് ആവുന്നതല്ല എന്നുള്ളതാണ്. അപ്പൊ എന്റെ സർക്കിളിലുള്ളവരോട് ചിലപ്പോൾ ഓരോട് നിങ്ങൾ എന്റെ കൂടെ പഠിച്ചവരോട് ചോദിക്കുകയാണ് കുതിരത്തിനെ അറിയിച്ചാൽ ഒരു അഹങ്കാരത്തോട് പറഞ്ഞ സാധനം ഉണ്ട്, നിങ്ങൾക്കാണോ കുതിരത്ത്, ഞങ്ങൾക്കോ കുഡ്സാണ് ഈ സാധനം. ഇത് ശരിക്കും പറഞ്ഞാല് ഞാൻ ഫേക്ക് ആവുക എന്നല്ല ഞാൻ വിശ്വസിക്കണം. അതിനകത്ത് ഓർക്കത് പറയാനുള്ള അത്രയും എന്തുണ്ട്, ഇത് ഞങ്ങളെ മസൂദാന്ന് പറയാനുള്ള ഒരു അവകാശവും സ്പേസും ഉണ്ട്. ഇതിനകത്തൊരു കോൺട്രവേഴ്സി വരുന്നത് എങ്ങനെയാ വെച്ചാല്, ഞാനൊരു ക്യാമ്പിന് പോയത് എൻ്റെ വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരാളുകളാണെങ്കിൽ ഞാൻ കുറച്ചുകൂടി കംഫർട്ട്നെസ് മാറും. ഈ കംഫർട്ട്നെസ് പറയുമ്പോൾ ഞാൻ മാറുമ്പോൾ ഞാൻ നല്ല തമാശകൾ പറയും. ഞാനിപ്പോ ഇന്നെ വളരെ ഫോർമലായിട്ട് ഇൻവൈറ്റ് ചെയ്തൊരു പ്രോഗ്രാമിൽ പോയിട്ട് ഞാൻ അട്ടർ തമാശയും ചളിയും പറയണമെന്നില്ല. സോ അങ്ങനെയുള്ള ഒരു ക്യാമ്പിൽ ഒട്ടും സ്ട്രേഞ്ചർ ആയിട്ടുള്ള ഒരാൾ വരികയും അയാൾ ഇങ്ങനെ കാണുകയും ചെയ്യുമ്പോൾ അവർ ഇന്നെ കുറിച്ച്, ഈ എഴുത്തുകാർക്ക് ഒരു പ്രശ്നമുണ്ട്. അവർ നമ്മൾ എഴുത്തുകൂടെ, ഈ വായനക്കാർ നമ്മൾ എഴുത്തുകൂടെ മനസ്സിലാക്കി വെച്ച അതിനകത്തൊരു പ്രശ്നം വെച്ചാൽ ഞാൻ എഴുതുന്നതിനെ അവർ എത്ര പെർസെൻറ്റേജിൽ ഹൈ ആക്കി വെച്ചെന്നുള്ളത് എനിക്കറിയില്ല. ആ ഇൻസിഡന്റിനെ അല്ലെങ്കിൽ ആ എഴുതി ഇന്നെ. അപ്പോൾ അവർ സ്വാഭാവികം അവർ വിചാരിക്കുന്ന ഞാനൊരു ബുജി ഒരു സാധനത്തിൽ എക്സ്പെക്ട് ചെയ്ത് വന്നിട്ട് ഞാൻ തമാശ പറയുമ്പോൾ കുതിരത്ത് തമാശ പറയോ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. ഞാൻ പറഞ്ഞത് എനിക്ക് തമാശ പറയാൻ തോന്നുന്ന സ്പേസിൽ അതിൻ്റെ ഏറ്റവും ചളി പറയാനൊക്കെ പറ്റണം. എനിക്കൊരു സീരിയസ് ആയി കാര്യം സംസാരിക്കാൻ പറ്റുന്നിടത്ത് ഏറ്റവും സീരിയസ് ആയി സംസാരിക്കാൻ പറ്റണം. അപ്പോൾ ശരിക്കും എനിക്ക് ഓരോ സ്പേസും ഡിഫറെൻ്റ് ആണ്. ഞാൻ അതിൽ ഇങ്ങനെ ഒരു ഒന്നൊന്നൊക്കെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. പക്ഷെ കോർ ഉണ്ടാവൂലേ, ഞാൻ എന്ന് പറഞ്ഞ ഒരാൾ, അതെല്ലാവർക്കും ഒരുപോലെ അനുഭവപ്പെടണം. അതിനകത്തൊരു മാറ്റം വരാൻ പാടില്ല എന്നുള്ളൂ. ഇതിലൂടെ തന്നെ എനിക്ക് തോന്നുന്നു, ഇപ്പൊ ഞാൻ നമ്മളിങ്ങനെ നോട്ട്സിൽ എഴുതി വെക്കൂലേ, ഇന്ന് ഒരു സാധനം ചെയ്യണം, ഇന്നൊരു കണ്ടന്റ് ചെയ്യണം എന്നിട്ട് എഴുതി വെക്കുമല്ലോ. അപ്പൊ അതിലങ്ങനെ എഴുതി വെച്ചൊരു ചോദ്യമാണ്, ഇപ്പൊ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ 7 പേര്, ഇത് 7 കുട്ടികളാട്ടോ. കുട്ടികളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 15-16 വയസ്സൊക്കെ പ്രായത്തിലുള്ള കുട്ടികൾ എൻ്റെ അടുത്ത് ഒരു 7 പേര് ചോദിച്ച ഒരു സംഭവമാണ്, ഫ്രണ്ട്സ് ആക്കാൻ പറ്റാനില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്, എനിക്ക് ഫ്രണ്ട്സ് ഉണ്ടാക്കാന്ന് വെച്ചാൽ എനിക്ക് അറിയുന്നില്ല, ഭയങ്കര പ്രശ്നമാണ്, ഐ ഫീൽ അലോൺ, എനിക്ക് ഫ്രണ്ട്ഷിപ്സ് ഇല്ല. അത് ടീനേജിലാണ് കേട്ടോ, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണ്. ഫ്രണ്ട്ഷിപ്സ് എങ്ങനെ ആക്കാന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്യാൻ പറ്റുമോ എന്ന സാധനം കുറേ മുന്നേ തോന്നുന്നു. ഒരിക്കൽ ചിലപ്പോൾ ഇപ്പോൾ ഒരു 2 വയസ്സ് കൂടി ഉണ്ടാവും, ചിലപ്പോൾ 1 വയസ്സ് 2 വയസ്സ് കൂടി ഉണ്ടാവും, ഇതുവരെ ചെയ്തിട്ടുണ്ടാവില്ല. എങ്ങനെ ഫ്രണ്ട്ഷിപ്സ് ആക്കണമെങ്കിൽ, പുതിയ ഫ്രണ്ട്ഷിപ്സ് എങ്ങനെ നിങ്ങൾ കണ്ടെത്തുന്നത്? ഞാൻ അറ്റാക്ക് ചെയ്യും, ഡയറക്ട്ലി കയറി ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കും. അതിനകത്തൊരു കാര്യം എന്താ വെച്ചാൽ, ആ അറ്റാക്ക് ചെയ്യാന്നുള്ള പ്രോസസ്സ് ശരിക്കും ഒരു ഐസ് ബ്രേക്കിംഗ് ആണ്. ആ മനുഷ്യനെ നമുക്ക് പരിചയപ്പെടാനൊരു സ്റ്റാർട്ടിങ് മാത്രം. അവിടുന്ന് അങ്ങോട്ട് പിന്നെ നമ്മളായിട്ട് നിന്നിട്ട് ആൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ സൗഹൃദം തുടരും. പക്ഷെ ഞാൻ വിശ്വസിക്കണമെന്ന് വെച്ചാൽ, എനിക്ക് എല്ലാ സൗഹൃദങ്ങളും അതേ ബ്യൂട്ടിഫുൾ ആയിട്ട് അതെന്തെങ്കിലും. പിന്നെ വേറെ കാര്യം വെച്ചാൽ, ഈ മനസ്സിലാക്കൽ ഭയങ്കര വലിയ കാര്യം. അതായത് ഇപ്പൊ നിങ്ങൾ ഇന്നെ മനസ്സിലാക്കണം, നിങ്ങൾ എന്നെ വിളിച്ചപ്പോൾ ഞാനൊരു കുറച്ച് തിരക്കിലാണെങ്കിൽ എൻ്റെ അടുത്ത് ആരും പരാതി പറയാറില്ല. അതായത് കുതിരത്ത് എവിടെ ആവും എന്നുള്ളൊരു സാധനത്തിൽ ഓല് മനസ്സിലാക്കുന്നിടത്താ. അപ്പം പലപ്പോഴും ഞാൻ ഇങ്ങനെ അറ്റാക്ക് ചെയ്തതിന് ശേഷം പിന്നെ ഞാനായിട്ട് നിൽക്കും. ആ അറ്റാക്ക് ചെയ്യുന്ന ശരിക്കും എൻ്റെ ഒരു ഇതാണ്. അതായത് ഞാൻ അങ്ങനെയാണ്, ഒരാൾക്ക് ചിലപ്പം ഒട്ടും താല്പര്യം നിൽക്കുകയാണെങ്കിൽ ഞാൻ പോയിട്ട് എടോ എന്നൊക്കെ ചോദിച്ചിട്ട് ചിലപ്പോൾ കൈ കൊടുത്താണ് പരിചയപ്പെടും. പക്ഷെ പരിചയപ്പെട്ടതിന് ശേഷം
നമ്മളിങ്ങനെ നിൽക്കുന്ന സമയത്ത് അയാൾക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ അത് കണ്ടിന്യൂ ആയി പോകും. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് സൗഹൃദത്തിക്കൊന്നും പോവാതെ ഒരു മൂലക്ക് കൂടെ അതിന്റെ വൈക്ക് പോകും. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മനുഷ്യന്മാരെ. എനിക്ക് എൻ്റെ അക്കൗണ്ട് ചിലപ്പം ഏത് പോയിന്റ് നോക്കിയാലും 0 ആയിക്കാരം. പക്ഷെ എനിക്ക് ജീവിക്കാനൊരു പേടിയില്ല എന്ന് വെച്ചാൽ ഇതാണ്. അതായത് എൻ്റെ ചുറ്റും അത്രയും മനുഷ്യന്മാരുണ്ട്. ആ സ്നേഹത്തിൽ ജീവിച്ചാൽ തന്നെ ഞാൻ ജീവിച്ചു പോകും. മനസ്സിലായ? അപ്പോൾ ശരിക്കും മനുഷ്യന്മാരെ ഭയങ്കര കാര്യമാണ്. എനിക്ക് ആളുകളില്ലാതെ ഒരു എന്താ ഇഷ്ടം മനുഷ്യന്മാരിൽ എന്താ ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തത്തിൽ ഓരോ എല്ലാ കാര്യങ്ങളും, അതായത് ഞാൻ അങ്ങനെ ആദ്യമൊക്കെ ഞാൻ ചെയ്തിരുന്നു അവരെ കാര്യങ്ങൾ. ഞാൻ ഈ അറ്റാക്കിങ്ങിന്റെ കൂട്ടത്തിൽ നമ്മൾ അവരെ എല്ലാ സാധനത്തേക്കും ഇടപെടുക വെച്ചാൽ അതിനകത്ത് തീരുമാനങ്ങൾ എടുക്കല്ല. പക്ഷെ എനിക്കൊക്കെ അറിയണം എന്നുണ്ടായിരുന്നു. പക്ഷെ അത് പിന്നെ നമ്മൾ അവരെ അതിനെ റെസ്പെക്ട് ചെയ്യാൻ പഠിച്ചു. പക്ഷെ എനിക്ക് മനുഷ്യന്മാരെന്ന് വെച്ചാൽ പ്രസൻസ് ആണ്. അതായത് ഈ ആളുകൾ അവരായിട്ടുള്ള ആ ഒരു, അതെങ്ങനെ ഞാൻ പറഞ്ഞുതരിക, ഇപ്പൊ നിങ്ങളൊരു ഞാൻ പരിചയപ്പെടുമ്പോൾ എനിക്ക് എന്തോ ഒരു സാധനം കിട്ടുന്നുണ്ടല്ലോ, അതിനങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നും അറിയില്ല. പക്ഷെ എനിക്ക് ആ സൗഹൃദവും ആ സമയങ്ങളാണ്. അതായത് 2 മണിക്കൂർ ഞാൻ സിനിമ കണ്ടിട്ട് 2-3 കൊല്ലായി. എനിക്ക് പടം ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, എനിക്ക് അതിന്റെ സാധനങ്ങളോ ഒന്നും അല്ല വിഷയം. എനിക്ക് ആ 2.5 മണിക്കൂർ ഒരു മനുഷ്യനായിട്ട് അല്ലെങ്കിൽ 2-3 മനുഷ്യന്മാരായിട്ട് എനിക്ക് ഇരിക്കാനാണ് നിങ്ങൾ ഒരു ഓപ്ഷൻ തരുന്നതെങ്കിൽ ഞാൻ അത് ചൂസ് ചെയ്യും. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നിങ്ങൾ പറഞ്ഞ പേഴ്സ്പെക്റ്റീവ്സ് കിട്ടും എന്നുള്ള സാധനം ഉണ്ടല്ലോ, ഒരു മനുഷ്യന്മാരെ ജയിക്കുമ്പോൾ എന്തൊക്കെ പറഞ്ഞാൽ എനിക്ക് ആളെടുത്ത് നിന്ന് എന്തെങ്കിലും സാധനം കിട്ടണം എന്ന് ഭയങ്കരമായിട്ടുണ്ട്. അതൊരിക്കലും അയാളെ യൂസ് ചെയ്തിട്ട് അയാളെ വെച്ചുണ്ടാക്കണം എന്നുള്ള സാധനമല്ല, അയാളാവുന്നൊരു സാധനമൊക്കെ കിട്ടാണ്ട്. അങ്ങനെ ശരിക്കും നമ്മളെ തീരുമാനങ്ങളും നമ്മളെ തോട്ട്സും ഇതൊന്നും നമ്മുടെ വരുന്നതല്ല. ജനിച്ചു വരുമ്പോൾ പ്ലെയിൻ ആയിട്ട് ജനിച്ചു വന്നാ ചുറ്റുമുള്ള മനുഷ്യന്മാർ തന്നത് വെച്ചിട്ട് നമ്മളിങ്ങനെ സ്വരുക്കൂട്ടിയിട്ടാണ് സ്വഭാവ രൂപീകരണം എന്നുള്ള പ്രോസസ്സ് ഉണ്ടാകുന്നത്. സോ മിനിക്കുക എന്നുള്ളതാണ് എനിക്ക് മിനിക്കാനുള്ളൊരു ടൂളാണ് ചുറ്റുള്ള മനുഷ്യന്മാർ മുഴുവൻ. അത് പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസസ് ഉണ്ടാവാം, നെഗറ്റീവ് ഉണ്ടാകാം. ഈവൻ അവരുടെ ചെറിയ ആക്ഷൻസ് പോലും എനിക്ക് മനസ്സിലാവും. ഞാൻ അത്രയും ഒബ്സർവ് ചെയ്യും. ഒരു മനുഷ്യനെ കിട്ടിക്കഴിഞ്ഞാൽ അയാളെ ഒബ്സർവ് ചെയ്യാൻ വെച്ചാൽ അതിൻ്റെ ഏറ്റവും ഡീപ്പായിട്ട് ഒബ്സർവ് ചെയ്യും. എനിക്ക് അത് ഇന്റൻഷൻസും കാര്യങ്ങളൊക്കെ അങ്ങനെ ആളുകളെ മീറ്റ് ചെയ്ത് ഇന്റൻഷൻസും കാര്യങ്ങളൊക്കെ എനിക്ക് ഏകദേശം ഇങ്ങനെ സാധനം കിട്ടും. അപ്പോൾ ആ ഒബ്സർവ് ചെയ്യുക എന്നുള്ളൊരു പ്രോസസ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സ്ട്രേഞ്ചർ ആണെങ്കിൽ ഞാൻ വിട്ടു നിന്നിട്ട് അയാളെ ഒബ്സർവ് ചെയ്യും. അയാളുടെ ആക്ഷൻസ്, ചെറിയ കാര്യങ്ങൾ പോലും ഞാൻ ഭയങ്കരമായിട്ട് എന്ത് ചെയ്യും, ഒബ്സർവ് ചെയ്യും. ഒരു ചെറിയ കാര്യത്തിലേക്ക് ഇതിനൊക്കെ അപ്പുറത്തേക്ക് ചിരി എന്ന് പറഞ്ഞ സാധനം ഭയങ്കര സാധനം. എന്റെ ചുറ്റുള്ള ആളുകൾ എപ്പോഴും ചിരിച്ചിരിക്കണം. ഞാൻ ഇന്നലെ ഒരാളെ വിളിച്ചേ പറഞ്ഞ സാധനം എനിക്ക് തോന്നിയൊരു തോന്നല. അത് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഞാൻ വിശ്വസിക്കുന്ന ഒരു ഇതിൽ ചിന്തിക്കുകയാണെങ്കിൽ ചിലപ്പോൾ വളരെ പൊട്ട തെറ്റ് ചെയ്യാറ്. മരിക്കുമ്പോ സ്വർഗം കണ്ട് മരിക്കണ്ട എന്ന് പറയും. മരിക്കുമ്പോ സ്വർഗം കണ്ട് മരിക്കണ്ട. അഥവാ ഞാൻ നാട്ടിൽ ചെയ്ത കാര്യങ്ങൾക്കൊക്കെ ഒരു സ്വർഗം തരികയാണെങ്കിൽ നരകം തരികയാണെങ്കിൽ ഇത് രണ്ടും ഞാൻ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായിട്ട് ഞാൻ അവിടെ പോകുന്നുണ്ടാവുക. അപ്പൊ അതിന് മുമ്പൊക്കെ ഒരു ടീച്ചറിന്റെ ആവശ്യമില്ല. പകരം ഞാൻ ഇഷ്ടപ്പെടുന്ന മനുഷ്യര് ചിരിച്ച് കണ്ടിട്ട് മരിക്കണം. അതായത് അതും ഞാൻ പറയണത് ഇങ്ങനെ അവരിങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കണ ടപ്പേ അങ്ങനെ പോകണം. അപ്പൊ ശരിക്കും ദുനിയാവെന്ന് പോകുമ്പോൾ ദുനിയാവെന്ന് കിട്ടാവുന്ന ഏറ്റവും ലാസ്റ്റ് സാധനം വിട്ടിട്ട് പോകാൻ പാടുള്ളൂ. അപ്പൊ ഇതിന്റെ ഒരു തോട്ടൽ വെച്ചാല് എനിക്ക് സ്വർഗത്തിനേക്കാൾ ഭൂമിത്തെ സ്വർഗം കണ്ടിട്ട് പോയാൽ മതി. പിന്നെ അവിടുത്തെ സ്വർഗം കിട്ടണം. ഇത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര വൃത്തിയായിട്ട സ്റ്റേറ്റ്മെന്റ് ആവും ചിലപ്പോൾ. അതായത് വെൻ ഇറ്റ് കംസ് ടു റിലീജിയസ് ആയിട്ടുള്ള ഒരു തോട്ടൊക്കെ വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുള്ള സാധനമാണ്. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെ ഒരു സ്വർഗം കിട്ടാന്ന് വെച്ചാൽ ഇവിടുത്തെ കർമ്മങ്ങൾ വെച്ചിട്ട് കിട്ടണമെങ്കിൽ കിട്ടണം. അതല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് അങ്ങനെ ടീച്ചറൊക്കെ കാണുന്നതിനേക്കാളും നല്ലത് ഭൂമിത്തെ അവസാനത്തെ സ്വർഗം കണ്ടിട്ട് പോയാൽ മതി. ആ സ്വർഗം എന്ന് പറയുന്നത് ചുറ്റുമുള്ള മനുഷ്യർ ചിരിച്ചു കാണുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ട് ഞാൻ എന്ത് തല കുത്തി മറിയാൻ തയ്യാറാണ്. ഇവൻ ഞാൻ ഈ പറഞ്ഞ പിണക്കങ്ങൾക്കൊക്കെ പിറകെ പോയിട്ട് നമ്മളതിനെ ഇത് ചെയ്യണത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് ചിരിച്ചിട്ട് മാത്രമേ കാണാൻ ആഗ്രഹമുള്ളൂ. വേറെ ഒരു മനുഷ്യനും ഇപ്പൊ ഈ നിമിഷം ചിന്തിക്കുമ്പോഴും ലോകത്തൊരു മനുഷ്യനായിട്ട് ഞാൻ പിണങ്ങി നിൽക്കണില്ല. ലോകത്തൊരു മനുഷ്യർക്കും എൻ്റെ അടുത്ത് പിണക്കില്ല എന്ന് 100% ബോധ്യത്തിലാണ് നിൽക്കുന്നത്. അങ്ങനെ ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് തോന്നുകയാണെങ്കിൽ ഞാൻ ആ മനുഷ്യന്റെ പിന്നാലെ ഉണ്ടാവും. ഇന്നെ കിട്ടണം തന്നെ ഏറ്റവും നല്ല വഴി എന്താ വെച്ചാൽ നിങ്ങൾ ഇൻ്റെ അടുത്ത് പിണങ്ങി നിൽക്കുക എന്നുള്ളതാണ്. കാരണങ്ങളില്ലാതെ പിണങ്ങി നിൽക്കുക, ഞങ്ങളെ പിന്നാലെ ഉണ്ടാവും. അതൊക്കെ മനസ്സിലാവുകയും ചെയ്യും, ഞങ്ങളെ പിന്നാലെ കൂടും. മനസ്സിലായി? അത്രേ ഉള്ളൂ. ഞാൻ ഇതുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഇപ്പൊ ഫ്രണ്ട്ഷിപ്സ് ബന്ധങ്ങൾ ബേസ് ചെയ്തിട്ട് പ്രണയം, വാട്ട് ഡു യു ലൈക്ക് അബൌട്ട് ലവ്, അല്ലെങ്കിൽ വാട്ട് ഡു യു ലവ് അബൌട്ട് ലവ്, അല്ലെങ്കിൽ വാട്ട് ഈസ് ലവ് ടു യു? ലവ് ഞാൻ നല്ല പ്രണയിക്കുന്ന ആളാണ്. ഇപ്പൊ അങ്ങനെ നിങ്ങളായിട്ട് നിൽക്കുകയാണെങ്കിൽ എനിക്ക് നിങ്ങളെ പ്രണയിക്കാൻ പറ്റും. അത്രേ ഉള്ളൂ. എനിക്ക് മനുഷ്യന്മാർ ഫേക്ക് ആവുന്നതിനോട് ഭയങ്കര ദേഷ്യമാണ്. അങ്ങനെ ചിന്തിക്കുമെന്നറിയില്ല. അതായത്
ഇപ്പൊ ചില ആൾ പ്രസന്റ് ചെയ്യില്ലേ, വീഡിയോ പ്രസന്റ് ചെയ്യുന്നത്, അയാളെ ഞാൻ നേരിട്ട് കാണുമ്പോൾ അയാൾ ഒരു തരത്തിലാണ് പ്രസന്റ് ചെയ്യുന്നത്. അത് ഇനി എന്ത് പ്രൊഫഷണൽ ആവുമെന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമല്ല. അതെന്ത് സംഭവം എന്ന് വെച്ചാല് ഞാൻ അയാളോട് മൊത്തം നോക്കി പറയും, നിങ്ങൾ ഇന്നടുത്ത് എങ്ങനെയാ വർത്താനം പറയുക അതേമാതിരി നാട്ടുകാരോട് വർത്താനം പറയണം എന്ന് ഞാൻ പറയും. എനിക്ക് ആളുകൾ ഫേക്ക് ആവുക എന്ന് പറഞ്ഞാൽ ഞാൻ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന സാധനം കളവ് എന്ന് പറഞ്ഞ സാധനം. അതിൽ ഒരു മനുഷ്യൻ്റെ അടുത്ത് കളവ് പറയുകയാണെങ്കിൽ എനിക്ക് ആ മനുഷ്യൻ്റെ അടുത്തുള്ള മുഴുവൻ ഇംപ്രഷനും പോയി പോകും. ഈ കളവിന്റെ മറ്റൊരു സാധനമാണ് ഫേക്ക് ആയിട്ട് നിൽക്കുക എന്ന് പറഞ്ഞു. അപ്പം പക്ഷെ എൻ്റെ അടുത്ത് ആരും അങ്ങനെ നിൽക്കണില്ല. മേ ബി ഞാൻ അവരുടെ അടുത്ത് കൊടുക്കുന്ന ഒരു വൈബ് അങ്ങനെ ആയതുകൊണ്ട് തിരിച്ചു നിൽക്കാത്തതാവാം. പക്ഷെ എൻ്റെ അടുത്ത് നിന്ന് മാറിയിട്ട് ഒരു വേറൊരു സ്പേസിൽ ആ ഒരു ഫേക്ക് ആയിട്ട് നിൽക്കണമെങ്കിൽ ഞാൻ ഓരോ വിളിച്ചേടാ ചെയ്യല്ലേ മാറണം, എനിക്കത് പറ്റൂല. എനിക്കൊരു മനുഷ്യൻ ഫേക്ക് ആയിട്ട് നിൽക്കാറിഞ്ഞാല് ഞാൻ അയാളെ പോയി മാറ്റാനൊന്നും പോകില്ല. എനിക്ക് ആ മനുഷ്യനോടൊരു മതിപ്പ് പതുക്കാണ്ട് പോയിട്ട്. നിങ്ങള് അത് ഇപ്പം ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്, നിങ്ങൾ എങ്ങനെയാ തിരിച്ചറിയാം? നിങ്ങളെ വേ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ലവ് എങ്ങനെയാ? ഞാനങ്ങനെ ഞാൻ അങ്ങനെ ചിന്തിക്കലുള്ളൂ. ഞാൻ നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട്. ഈ പറയണ എനിക്ക് എത്ര ഫ്രണ്ട്സിന് നിങ്ങൾക്ക് അറിയൂല, എനിക്ക് 100% പോലും നാളെ രാവിലെ സുക്കർബർഗ് ഇൻസ്റ്റ പൂട്ടിയാലും ഒരു പേടിയില്ല. ഒരു പേടിയില്ല വെച്ചാല് ഞാൻ ഒന്നാമത് ഞാൻ എൻ്റെ സാധനങ്ങൾ നോക്കാറില്ല. രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാല് ഞാൻ അവിടുന്ന് കുറച്ച് മനുഷ്യന്മാരെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇക്ക് തിരിച്ചും അതേമാതിരി കിട്ടിയ സൗഹൃദങ്ങൾ ഒരിക്കലും ഇൻസ്റ്റ പോയിച്ചിട്ട് പോകുന്ന ഒരു സൗഹൃദങ്ങളൊന്നുമില്ല. ഇൻസ്റ്റഗ്രാം ത്രൂ അല്ല ഞാൻ സൗഹൃദം ഉണ്ടായി, ഞങ്ങൾ നേരിട്ട് കാണുന്നു, കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ ഇൻസ്റ്റ ചോദിക്കാറുള്ളൂ. അല്ലാതെ ഇൻസ്റ്റയിൽ കൂടെ ഞാൻ വളരെ റെയർ ആയിട്ട് എനിക്ക് എന്നെ അത്രയും കൗതുകപ്പെടുത്തിയാൽ മാത്രമേ ഞാൻ ഒരാളെ ഇൻസ്റ്റയിൽ കൂടെ എന്ത് ചെയ്യുള്ളൂ, കണക്ട് ചെയ്യുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഞാൻ ആൾക്ക് ഇങ്ങനെ മെസ്സേജ് എടാ ഇത് കൊള്ളാം, കാരണം എനിക്ക് അങ്ങനെ ആരോടും ഒരു ഇത് തോന്നലില്ല, അടിപൊളി ആയതുകൊണ്ടായിട്ടൊക്കെ എന്നോട് തോന്നിക്കണം ഞാൻ പറയും. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഞാൻ നിങ്ങളെ അത്രയും സ്നേഹിക്കുന്നു, എൻ്റെ ചുറ്റുള്ള ആളുകളൊക്കെ സ്നേഹിക്കുന്നു. എൻ്റെ ഒരു ചിന്ത എന്താ അറിയോ, ഞങ്ങൾ പറയല്ലോ എന്താണ് പ്രശ്നം, ഞാൻ വിശ്വസിക്കുന്നത് തിരിച്ച ആളുകൾക്കൊക്കെ എന്നോട് ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ സ്നേഹിക്കപ്പെടുന്നുണ്ട് എന്നുള്ളൊരു ചിന്തക്ക് ഭയങ്കരമായിട്ടുണ്ട്. അതിനകത്ത് കളങ്കണ്ടോ ഇല്ലയെന്നുള്ളത് അയാളെ ചിന്തയാണ്. ഞാൻ അയാൾക്ക് എന്നെ ഇഷ്ടാവുണ്ടാവൂല എന്ന് ചിന്തിക്കാറില്ല. അയാൾക്ക് എന്നെ ഇഷ്ടാവും. ഇനി അയാളെങ്ങാനോ എൻ്റെ അടുത്ത് ഇഷ്ടം പ്രകടിപ്പിക്കണില്ലെങ്കിലും അത് അയാൾ ബോധപൂർവം ചെയ്യുകയാണ് എന്നുള്ള സന്ദേശം അപ്പുറത്തേക്ക് അയാൾക്ക് അയാൾക്ക് എന്നെ ഒരിക്കലും മറക്കാൻ പറ്റില്ല. അയാളുടെ ഉള്ളില് കാരണം ഞാൻ ജെന്യൂൻ ആയിട്ടാണ് ആ സാധനം കൊടുത്തത്. ഇപ്പൊ ഞാൻ നിങ്ങളുടെ അടുത്തൊരു ഫ്രണ്ട്ഷിപ്പിനകത്ത് സ്നേഹം തന്നിട്ടുണ്ടെങ്കിൽ അത് ജെന്യൂനാണ്. ഞാൻ ജെന്യൂൻ ആണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എങ്ങനെയാലും ലൈഫിൽ ഒരിക്കലെങ്കിലും അത് നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ അടുത്ത് പിന്നെ ഫേക്കായി നിൽക്കാനേ പറ്റുള്ളൂ. മനസ്സിലായോ? അവരുടെ ഉള്ളിൽ ആ സാധനം ഉണ്ടാവും, നടിക്കാനേ പറ്റുള്ളൂ. അയാൾക്ക് വേണമെങ്കിൽ എൻ്റെ അടുത്ത് സ്നേഹം ഇല്ലാന്നോ അല്ലെങ്കിൽ അയാൾക്ക് വേണമെങ്കിൽ ഞാനുമായിട്ട് സൗഹൃദം ഇല്ല എന്നൊക്കെ നടിക്കാം. അതല്ലെങ്കിൽ ഞാൻ നിങ്ങളെ ഹേർട്ട് ചെയ്യുന്നൊരു സാധനം ഉണ്ടായിട്ടുണ്ടാവണം. അങ്ങനെ ഹേർട്ട് ചെയ്തിട്ടുണ്ടാവണമെന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ അത് കറക്റ്റ് ചെയ്തിട്ടുണ്ടാവും. സോ ഞാൻ പറയില്ല ഇക്ക് അങ്ങനെ തെറ്റി നിൽക്കുന്ന ഒരു സൗഹൃദങ്ങളും ഇല്ല. അത് ഉണ്ട് എന്നുണ്ടെങ്കിൽ ആദ്യം തിരുത്തുന്നത് നിങ്ങളെ തെറ്റാണെങ്കിലും ഫസ്റ്റ് ഞാൻ വന്നിട്ടായിരിക്കും അത് തിരുത്തുക. അത് അടിപൊളി എന്നല്ല, അതില്ലെങ്കിൽ എനിക്ക് ഒരു 5 മിനിറ്റ് ഒരു സ്വസ്ഥമായിട്ട് ചെയ്യാൻ പറ്റൂല. നമ്മുടെ വൈഫിനോട് ചോദിച്ചാൽ അറിയാം. വൈഫിനോട് പലപ്പോഴും പറയാറുണ്ട്, എന്തിനാ നിങ്ങള് ഓരെ പിന്നാലെ പോണ്, ഒരു ചോദ്യമാണ്. ഞാനാണെങ്കിൽ പോവില്ല. അതായത് ഒരിക്കലും നിങ്ങൾക്ക് കിട്ടിയില്ലേ എന്നൊക്കെ ചോദിക്കും. മറ്റാളെ കിട്ടി, നിങ്ങൾ പിന്നെ എന്തിനാണ് സാധനം ചെയ്യുക. അപ്പൊ ഞാൻ പറഞ്ഞത് ഓർക്ക് വേണ്ടിയിട്ടല്ല, എനിക്ക് സമാധാനമായിട്ട് കിടന്നുറങ്ങണമെങ്കിൽ അത് ക്ലിയർ ആവണം. എൻ്റെ പാത്ത് വളരെ ഞാൻ പറയല്ലേ, ഞാൻ എൻ്റെ ചെയ്യുന്ന കാര്യങ്ങൾ പോയി പറഞ്ഞ ഒരു ആർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും എഴുത്ത് ചെയ്യണമെങ്കിലും ഇതിലൊന്നും ഞാൻ ഫോക്കസ്ഡ് അല്ല, ഒട്ടും ഫോക്കസ്ഡ് അല്ല. ഞാൻ ആകെ ഫോക്കസ് ചെയ്ത് ഈ ആളുകളെ മാത്രം ഫോക്കസ് ചെയ്യുന്നത്. ഫോക്കസ് ചെയ്യുന്ന സെൻസ് ആ ആളുകളിൻ്റെ ചുറ്റോറം ഉണ്ടാവണമെന്നോ അല്ലെങ്കിൽ ഒരു ജയ് വിളിക്കുന്ന ആളുകളാവണമെന്നോ ഒന്നുമല്ല, സുഹൃത്തുക്കളായിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ഞാൻ സത്യം പറയാലോ, എനിക്കിങ്ങനെ മുകൾക്ക് നോക്കിയിട്ടൊരു ഇൻഫ്ലുവൻസർ ഇല്ല കേട്ടോ. അത് ചിലപ്പോൾ എൻ്റെ ഗിബർ കൊണ്ടാണോ എന്താ അറിയില്ല, ഞാൻ അങ്ങനെ ആരും കാണാറില്ല. ഞാൻ ഒരാളെ കാണുകയാണെങ്കിൽ ഞാൻ ഫസ്റ്റ് ചിന്തിക്കാൻ എന്താ അറിയാം, അയാൾ ഇനി എൻ്റെ അടുത്ത സുഹൃത്താവണം. അതായത് പക്ഷെ ഞാൻ അങ്ങനെ വിശ്വസിക്കാറില്ല. ഞാൻ അങ്ങനെ വെറുതെ നിൽക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് ഒരാൾ വന്നിട്ട് പറയും ഞങ്ങൾ ഫോളോ ചെയ്യേണ്ടി പറയുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നത് എന്താ അറിയോ, അയാൾ എത്ര ഒരു ശുദ്ധനാണ്. കാരണം എന്താ അറിയോ, ഞാൻ നിങ്ങളെ ഫോളോ ചെയ്യുന്നുണ്ട്, നിങ്ങളൊരു സംഭവം എന്ന് പറയണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഉള്ളിലത്തെ കിബിർ ഇങ്ങോട്ട് മാറ്റി തുടച്ച് വെച്ചിട്ട് ഞാൻ പ്ലെയിൻ ആവണം. ഞാൻ നിങ്ങളെ മുമ്പിൽ താന്നിട്ടാണ് അത് പറയുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ആ മൊമെന്റിൽ അപ്പുറത്തുള്ള ആൾ ചിന്തിക്കണമെന്ന് വെച്ചാൽ ഇപ്പം എൻ്റെ ഫോളോവറാണ്, ഇപ്പം എൻ്റെ ഫാനാണെന്ന് ചിന്തിക്കുന്ന സാധനം ഉണ്ടല്ലോ. അപ്പം ഞാൻ വേറെ ആളെ മുമ്പിലേക്ക് പോകുമ്പോൾ ഞാൻ ഒരാളെ കാണുകയാണ്, ഞാൻ സൂപ്പർ സാധനത്തിൽ തന്നെ കാണുക വിചാരിച്ചു. ഞാൻ അടുത്ത മൊമെന്റിൽ ട്രൈ ചെയ്യുന്നതിനറിയോ അയാളുടെ ഏറ്റവും അടുത്ത സുഹൃത്താവാം. അത് ഈ മേലക്ക് മാത്രമല്ല താഴത്തേക്കും. എൻ്റെ അടുത്ത് ഒരാൾ വന്നിട്ട് പറയുകയാണ് ഞങ്ങൾ ഫാനാന്ന് പറഞ്ഞാൽ
പറഞ്ഞ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. അടുത്ത മൊമെന്റ് മുതൽ ഞാനൊരു യാത്ര പോകുന്നെങ്കിൽ അയാളെ കൂടെ കൂട്ടാൻ പറ്റുന്ന സുഹൃത്തായിട്ട് തന്നെയാണ് വെച്ചിട്ടുള്ളത്. എനിക്ക് ഫാനായിട്ട് ഒരാൾ പോലും ഉണ്ടാവും, എന്നെ പരിചയപ്പെടാത്ത ആളെ പോയി, അല്ലാതെ നേരിട്ട് കണ്ട ഒരാൾ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിട്ട്. അത് അവർക്ക് ചിലപ്പം ചിലർക്കൊക്കെ ഒരു മീൻസ് കുതിരത്ത് ഇങ്ങനെ ഞങ്ങൾ പരിഗണിക്കുന്ന ഒരു സാധനം തോന്നും. നേരക്കും താഴത്തേക്കൊന്നുമില്ല, ഒരേ ലെവലാണ് എല്ലാവരും ഇപ്പം. What do people misunderstand about you? മിസ്അണ്ടർസ്റ്റാൻഡിങ് അറിയില്ല, ഞാൻ കുറിച്ച് വല്ല ചിന്തിക്കുന്നില്ല. ഞാൻ പോയിട്ടില്ല. പക്ഷെ ഒറ്റ സാധനം, ചില ആളുകൾ ചിലപ്പോൾ ഇങ്ങനെ ചിന്തിക്കാം, ഞാൻ നേരത്തെ പറഞ്ഞ സാധനം, അതായത് എന്നെ ഒരു സ്റ്റേജിൽ കാണുന്നു, വേറൊരു സ്റ്റേജിൽ കാണുന്നു. ഞാൻ എൻ്റെ ഒരു സൈറ്റിൽ പോകണേ ഞാൻ നല്ല ആർക്കിടെക്റ്റ് ആണ്, ഞാനൊരു ആർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ വേറെ തന്നെ ഒരു ആർട്ടിസ്റ്റാണ്. മീൻസ് ഇത് എന്നോട് എനിക്കുള്ള മതിപ്പാട്ടോ ആവാം, അല്ലെങ്കിൽ ഞാനൊരു സാധനം ചെയ്യണേ ഞാൻ അതാണെന്നുള്ളൊരു ബോധ്യമൊക്കെ ഉണ്ട്. അപ്പോൾ അതിനകത്ത് ആ സ്പേസിലുള്ള ഒരാൾ ഈ സ്പേസിൽ വന്നു കഴിഞ്ഞാൽ നോക്കി കാണുമ്പോൾ ഞാൻ ചെയ്യുന്നത് വേറൊരു പണിയാണ്. അവിടെ അയാൾക്ക് മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവാം, പക്ഷെ അത് അയാൾ ഇന്നെ മനസ്സിലാക്കിയിട്ടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കണുള്ളൂ. എനിക്കൊക്കെ ഇഷ്ടമാണ്, മനസ്സിലായി. അപ്പോൾ അയാൾ പറയാൻ പറയുവാണെങ്കിൽ ദീനിനെ കുറിച്ചിട്ട് ഇങ്ങനെ ഒരു ചർച്ച നടക്കുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ മൊയ്തേരാവാനും പറ്റും. ഒരാൾ ഇരുന്നിട്ട് ഏറ്റവും എന്ന് കരുതി, പക്ഷെ ഇതിന്റെ തെറ്റ് അത്രയും തെറ്റായിട്ടൊരു സ്പേസിനെ ഇരിക്കുന്നല്ല, പക്ഷെ മീൻസ് നമുക്കൊരു എന്ത് പറയാൻ പറ്റുന്ന ഒരു സ്പേസിൽ വളരെ അവിടെ അതായിട്ട് ഇരിക്കാൻ എനിക്ക് പറ്റും. അത് ഫേക്കല്ല, അത് ഞാൻ അങ്ങനെയാണ്, വാണി അംഗീകരിച്ചാൽ മതി എന്നുള്ളൊരു ഒരു ഡയലോഗ് ഉണ്ട്, മൂവി ഡയലോഗാണ് എന്താണെന്നറിയില്ല. ശരി തെറ്റുകൾക്ക് അപ്പുറത്തൊരു മൈതാനം ഉണ്ട്, പിന്നെ ഞാൻ അവിടെ വെച്ച് കണ്ടോളാം എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട്. ശരി തെറ്റുകൾ ഇഷ്ടായി. ശരി തെറ്റുകൾക്ക് അപ്പുറത്തൊരു മൈതാനം ഉണ്ട്, പിന്നെ ഞാൻ അവിടെ വെച്ച് കണ്ടോളാം. ഇതെന്താ അറിയോ, ഇതൊക്കെ ഒരാൾ കാണുന്നുണ്ട്, അയാൾക്കറിയാം ഞാൻ എന്താ സാധനം, നമ്മളെന്താ ചെയ്യുന്നത് ക്ലിയർ ആയിട്ട് അറിയാം. ഇന്റൻഷൻസ് നമ്മൾ ഞാൻ എന്തെന്നുള്ള ഇന്റൻഷൻ. ഇനി പോട്ടെ, ഇനി പടച്ചോ ഇല്ലാതെ തന്നെ ഒരാൾ പറയാന്ന് കുട്ടിക്കോളി, ഒരു എത്തിസ്റ്റ് അങ്ങനെ ഒരു തോട്ടിൽ വരികയാണ്. എനിക്കറിയാലോ ഞാൻ രാവിലെ എണിച്ചിട്ട് എന്താ ചിന്തിക്കണം എന്നുള്ളത്. സോ അവിടെ ഞാൻ ഫേക്കല്ല, ഒട്ടും ഫേക്കല്ല. സെക്കൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ, നിങ്ങൾ ഇന്നും എനിക്ക് തോന്നുന്നു നേരത്തെ യു ക്യാൻ ചൂസ് ടു നോട്ട് ആൻസർ, നേരത്തെ നിങ്ങളത് പറഞ്ഞു, നിങ്ങൾ ഇന്നും എഴുതാൻ പേടിക്കുന്ന കാര്യങ്ങൾ എന്താ? എഴുതാൻ പേടിക്കുന്ന what are you scared to, what story are you scared to write? എഴുതാൻ പേടിയൊന്നുമില്ല, പക്ഷെ ഒരു സാധനം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എപ്പോഴും നമ്മൾ ഓർമ്മകളെ പേടിയാണ്, ഓർമ്മകളെ ഭയങ്കര പേടിയാണ് നമുക്ക്. അത് ഈ പോസിറ്റീവായിട്ടുള്ള ഓർമ്മകളാണെങ്കിൽ നമുക്ക് വലിയ പേടി ഉണ്ടാവില്ല. അപ്പൊ ഈ നമുക്ക് നമ്മളെ ഉള്ളിലൊരു ട്രോമ ആയിട്ട് കിടക്കുന്ന ഓർമ്മകളെ നമുക്ക് പലപ്പോഴും ഒരു പേടി ഉണ്ടാവും, എഴുതാനൊരു പേടി ഉണ്ടാവും. അതിന്റെ ഒരു പേടി എന്താന്ന് വെച്ചാൽ നമ്മൾ അതിലേക്ക് തിരിച്ചു പോകുമോ എന്നുള്ള പേടി മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മൾ ആ ഒരു സാധനം ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തു വന്നിട്ട് ഇപ്പൊ അങ്ങനെ അത് എഴുതിയത് വിചാരിച്ചാൽ ഞാൻ അതിലേക്ക് പോകും എന്നുള്ള സാധനം പക്ഷെ മുമ്പ് ഉണ്ടായിരുന്നു. അതായത് ഞാൻ പഴയ ഒരു സാധനം എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് എഴുതുകയാണെങ്കിൽ ഞാനത് എഴുതുന്നതോട് കൂടിയിട്ട് പിന്നെ ഞാൻ അതിലാവും. അങ്ങനെ ആവുമ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ എനിക്ക് പ്രസന്റിൽ ആക്റ്റീവായിട്ട് നിൽക്കാൻ പറ്റില്ല, ഞാൻ ആ പഴയതിക്ക് പോകും. സ്റ്റിൽ ഇങ്ങനെയൊക്കെ പ്രാക്ടീസ് ചെയ്തു എന്ന് പറഞ്ഞാലും ഇപ്പോഴും ചില ഓർമ്മന്റെ പിന്നാലെ ഞാൻ പോകും, അതിൽ ട്രാപ്പ് ആവും, അതിന് വിഷമിക്കും, ഇതൊക്കെ ഉള്ളതാണ്. പിന്നെ ഇതൊക്കെ എന്താ പറയുക, ഇത് നമ്മളിങ്ങനെ ആധികാരികമായിട്ട് പറയണമെന്നുള്ളൂ, എല്ലാ മനുഷ്യന്മാരും ഇതൊക്കെ ചെയ്യുന്നു. ഇത് പറയാൻ സോഷ്യൽ മീഡിയയിൽ അക്കൗണ്ട് ഒന്നും വേണ്ട, ഏത് മനുഷ്യൻക്കും പറയാനുള്ളത് ഇത്രത്തിനുള്ളൂ. പലർക്കും ഇത് പറയാൻ അറിയില്ല, പറയാൻ സ്പേസ് ഇല്ല, അത്രേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ വിശ്വസിക്കുന്നത് പോഡ്കാസ്റ്റുകൾ വന്നതിന് ശേഷം ഇൻസ്റ്റയിൽ ഇങ്ങനെ, അപ്പൊ ആരൊരാൾ പറഞ്ഞു എല്ലാവരും പോഡ്കാസ്റ്റ് ചെയ്യും, എന്താ ചെയ്തോട്ടെ. കോവിഡ് സമയത്ത് എല്ലാവരും ആർട്ട് ചെയ്തു. ഞാൻ പറയണത് എല്ലാ മനുഷ്യർക്കും ഇത് പറയാനുള്ള അവകാശമുണ്ട്, നമ്മളാരെ തീരുമാനിക്കാൻ ഇത് ഇന്നാള് പറയേണ്ട സാധനമാണ്. കേൾക്കേണ്ടവര് കേൾക്കേണ്ടാത്തവർ കേൾക്കണ്ട. അപ്പം ഇതിനൊരു ക്വാളിഫിക്കേഷൻ ഒന്നുമില്ല, ഇൻസ്റ്റയിൽ ഇത്ര ഫോളോവേഴ്സ് ഉള്ളവർക്ക് പറയാം, അങ്ങനൊന്നുമില്ല. ഒരു സാധാരണക്കാരൻ പറയണേ, ഞാൻ കേൾക്കട്ടെ, ഒരു ആൾക്ക് ആ സാധനത്തിന് ഒരു റീച്ച് കിട്ടണമെങ്കിൽ റിലേറ്റബിൾ ആണ്, ആളുകൾക്ക് അത് കണക്ട് ചെയ്യുന്നുണ്ട്. അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ എല്ലാവരും ഇൻഫ്ലുവൻസേഴ്സ് ആണ്. ഇന്നെ ഇൻഫ്ലുവൻസ് ചെയ്ത ആളുകൾ വെച്ചാൽ ഇന്റെ ഇത്ര ഫോളോവേഴ്സിലാകുന്ന ആളുകൾ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്ത്, എൻ്റെ അമ്മ അപ്പ അവർക്കൊക്കെ ഫോളോവേഴ്സാ. അപ്പോൾ എൻ്റെ ചുറ്റുമുള്ള ആളുകളൊക്കെ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ട്. സോ ഇൻഫ്ലുവൻസർ വാക്ക് ഉപയോഗിക്കണമെങ്കിൽ എല്ലാവർക്കും കൊടുക്കണം. ഒന്ന് രണ്ട് ആൾക്കാർക്ക് മാത്രമേ ഒരു ഇൻഫ്ലുവൻസർ ആ പരിപാടി ഇല്ല. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഓക്കെ, എല്ലാവരുടെ അടുത്തും കോമൺ ആയിട്ട് വെക്കുന്ന ലാസ്റ്റ് ക്വസ്റ്റ്യൻ. സേ നിങ്ങളെ ലാസ്റ്റത്തെ പോഡ്കാസ്റ്റ് ആണ് വെച്ചോ, ഓക്കെ, പ്രത്യേകം എന്ന് വെച്ചാൽ ഇതിപ്പോ ഒരു സ്റ്റേജാണ്, ചുറ്റും 8 ബില്യൺ ലോകത്തുള്ള എല്ലാ ജനങ്ങളും മുന്നിലുണ്ട്.
നിങ്ങളെ ലൈഫിൽ നിന്ന് നിങ്ങൾ പഠിച്ചിട്ടുള്ള ഒരു 3 ലെസൺസ് എന്തായിരിക്കും ഒരിക്കൽ നിങ്ങൾ ലാസ്റ്റായിട്ട് ഷെയർ ചെയ്യാം? അത് കണ്ടുപിടിക്കാനുള്ള ഓട്ടത്തിലാണ്. ശരിക്കും നമ്മളാരും ഇന്ന് മരിക്കുന്നു ചിന്തിക്കലില്ലല്ലോ. നമ്മളെപ്പോഴും ചിന്തിക്കുക ഞാനൊരു 60 വയസ്സ് വരെ ഉണ്ടാവുന്നല്ലോ. ഈ ഒരു ചോദ്യമല്ലേ നമ്മളെ ലൈഫിൽ നിന്ന് എന്താ ഇതുവരെ നമുക്ക് കിട്ടിയത്, ഇത്രയും കാലം കൊണ്ട് എന്താ കിട്ടി എന്നുള്ളൊരു സാധനം ഉണ്ട്. ഞാൻ ഈ ആളുകളുടെ അടുത്തൊക്കെ ഇത്രയും സൗഹൃദങ്ങൾ ഉണ്ടാക്കണം എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ പറയുന്ന ഒരു സാധനമാണ് എന്താ പറയുക, അതിനകത്തുനിന്ന് അതിനെ പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ ഒരു സൗഹൃദം പോലും ഉണ്ടാക്കരുത്. എന്താ വെച്ചാല് ഈ ആളുകൾ എന്ന് പറയുന്ന സാധനം തൊട്ടപ്പുറത്തിരിക്കുന്ന മനുഷ്യൻ എന്താ ചിന്തിക്കണം നമുക്കൊരു ഐഡിയ ഇല്ല. അപ്പൊ ഞാൻ അങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങൾ പറയണം ഈ ചെങ്ങായി അറിയില്ല നിങ്ങൾ ഇതിൻ്റെ അടുത്ത് എന്താണോ പ്രകടിപ്പിക്കണത്ര. സോ വേറെ എന്ത് നിങ്ങൾക്ക് ഒരു ടെക്നോളജിക്കലി ഒരു സാധനത്തിന് നിങ്ങൾ ഡീൽ ചെയ്യുക, കമ്പ്യൂട്ടറിനെ ഡീൽ ചെയ്യുന്ന പോലെയല്ല മനുഷ്യന്മാരെ ഡീൽ ചെയ്യുക. ഒരു സാധനം പറയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് അത് വിഷമാവാം. അപ്പൊ ഞാൻ പറഞ്ഞ വെച്ചാല് ഇത് ഒരു വലിയ പരിപാടിയാണ്. ഇത് ചെയ്ത ആൾക്കൊന്നും വേറെ ഒരു പരിപാടിയും വലിയ ടാസ്ക് ആയിട്ട് തോന്നില്ല. അപ്പോൾ ഈ ബന്ധങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് അത്ര തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പറയുന്ന നമുക്ക് കൊടുക്കാൻ സമയം ഉണ്ടാവുക, അല്ലെങ്കിൽ ഇതൊന്നും പ്രോപ്പറായിട്ട് എന്ന് കരുതി എല്ലാം ഒഴിഞ്ഞു കൊടുക്കുക എന്നല്ല, പറ്റുന്ന അത്ര ബാലൻസ് ചെയ്യാൻ പറ്റണില്ല എന്നുണ്ടെങ്കിൽ ശരിക്കും അത്ര ബന്ധങ്ങൾക്ക് പോവാതിരിക്കുക. പിന്നെ എനിക്കിപ്പോൾ ഞാൻ അനുഭവിക്കുന്ന ഒരു സാധനമാണ് ഈ ബന്ധങ്ങൾ അത്ര ഡീപ്പായിട്ട് എടുത്തതുകൊണ്ടുള്ള ഒരു പ്രശ്നം എന്താ വെച്ചാൽ, ഞാൻ പറഞ്ഞത് ചോദിക്കുമ്പോൾ പോലും എനിക്ക് ഇൻസ്റ്റാഗ്രാമിനെ കുറിച്ച് ഒന്നുമല്ല പറയേണ്ടത്, മനുഷ്യന്മാരെ കുറിച്ച്. അതായത് ഈ ബന്ധങ്ങൾ എൻ്റെ ഡെയിലി റൂട്ടീനെ ബാധിക്കുന്നുണ്ട്. സോ ഞാൻ പറയണത് ഞാൻ അത് ചെയ്യുന്നുണ്ട്, ഞാൻ ഭയങ്കര ഡീപ്പായിട്ട് എടുക്കുന്നുണ്ട്, അത് ചെയ്യാതിരിക്കുക. മനുഷ്യന്മാരുണ്ടാക്കണം, പക്ഷെ എൻ്റെ ലൈഫ് എന്താണെന്ന് ചോദിച്ചാൽ മനുഷ്യന്മാരാണ്. അത്ര എടുക്കേണ്ടത് ഉണ്ടോയെന്ന് ഞാൻ ഇപ്പോഴും അതിനെ കുറിച്ചാണ് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഇത് കൊണ്ടുപോകണം. പിന്നെ വേറൊരു കാര്യം, ഞാൻ അങ്ങനെ എൻ്റെ ഞാൻ റെസ്പെക്ട്ഫുള്ളി കാണുന്ന ഒരാളുണ്ട്. അപ്പൊ എനിക്കിങ്ങനെ ഇടയ്ക്ക് തോന്നി ഇൻസ്റ്റാഗ്രാം ഒഴിവാക്കിയാലോ, ഇതെന്തിനാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് അയാൾ വളരെ എല്ലാവരും പറഞ്ഞത് ഇത് പോയാൽ ആള് പോവും, അത് പോകും, പിന്നെ കുതിരത്തേത് ഉണ്ടാക്കുക. അപ്പൊ എൻ്റെ അടുത്ത് ആള് വിരിച്ചു പറഞ്ഞൊരു സാധനം, ആളെ കൂട്ട ഏതാൾക്കും പറ്റും, പക്ഷെ അനക്ക് കിട്ടേണ്ട ഒരു സാധനം ഉണ്ടല്ലോ, അത് കിട്ടണം എന്നുണ്ടെങ്കിൽ അത് അനക്ക് മാത്രമേ പറ്റൂ. അത് ഹാപ്പിനെസ് ആവട്ടെ, പീസ് ആവട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞത് ആളുകൾക്ക് പിറകെ പോവാതിരിക്കുക എന്നുള്ളത്. ഇവൻ ഞാൻ പലപ്പോഴും എൻ്റെ അടുത്ത് ചിലവർ ചോദിക്കും ഈ 50K എങ്ങനെയെങ്കിലും നയിച്ചാൽ ഇക്കറിയാം. അതായത് ഇക്കിപ്പോൾ നിങ്ങൾ ഹാരിസൺ കോന്റെ ഒരു ഇതിന്റെ വീട്ടിലിരുത്തി ചോദിച്ചോളി, അതായത് എന്തിന്റെ എങ്ങനെ അക്കൗണ്ട് ഗ്രോ ചെയ്യാം. നിങ്ങള് ചെക്കന്മാർ പറയുന്ന സാധനങ്ങൾ മൊത്തം ഞാനും പറഞ്ഞുതരും, കാരണം എനിക്ക് അതിനെ കുറിച്ച് വലിയ നോളജ് ഉണ്ട്. ഞാൻ പോസ്റ്റഡ് ആയിട്ട് മെറ്റേന്ന് എനിക്ക് മാസത്തിൽ ഒരു ദിവസം ഫോം വരും, മെറ്റേന്ന് വിളിച്ചിട്ട് പോസ്റ്റ് ചെയ്യും, നിങ്ങൾ റീൽ ഇട്ടാ 1 മില്യൺ ആക്കി തരാമെന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ട്. സത്യസന്ധമായിട്ടുള്ള കാര്യം. അതായത് നമ്മളിവിടെ നിൽക്കുക എന്നുള്ളത് മെറ്റഡും കൂടി ആവശ്യമാണ്. അതൊക്കെയാണ് ഇതൊരു ഒരു സാധനം. ഒരു മാസത്തിൽ ഇത്ര ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ടാവുക എന്നുള്ളതൊക്കെ അവരുടെ ആവശ്യമാണ്. കാരണം ഇൻസ്റ്റ കഴിഞ്ഞാൽ വേറൊരു പ്ലാറ്റ്ഫോം, അതിനെ കോമ്പീറ്റ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം വന്നു കഴിഞ്ഞാൽ തീരാവുന്ന ഒരു സാധനം മാത്രം. നമ്മൾ ഇത് വന്ന സമയത്ത്, ക്ലബ് ഹൗസ് വന്ന സമയത്ത് നമ്മൾ പോയില്ലേ, അവിടെ നമ്മളായിട്ട് മടുപ്പിച്ചത് കൊണ്ട് നമ്മൾ തിരിച്ചു വന്നതാ അല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞത് ഇതൊരു പ്ലാറ്റ്ഫോം വരുന്നവരേ ഉള്ളൂ. സോ ഇത് നമ്മൾ കാണുന്ന ഏത് ഇൻഫ്ലുവൻസർ ആണെങ്കിലും നമ്മൾ പകുതി, ഇപ്പോഴത്തെ സാഹചര്യം നമ്മൾ പകുതി ഇൻസ്റ്റ പകുതി എന്നുള്ള രീതിയിലാണ് ഇപ്പൊ നിൽക്കുന്നത്. എൻ്റെ ഞാൻ ഒരു ചോദ്യം കൂടെ ചോദിക്കാം. ഇന്നത്തെ ഈ ഒരു കോൺവെർസേഷൻ അല്ലേ, ഇതിൽ നിങ്ങളെ റിയലൈസേഷൻ ഉണ്ടോ? റിയലൈസേഷൻ എന്ന് വെച്ചാല് ഞാൻ കഥ പറയണ കൂടുതൽ ഇഷ്ടം. ശരിക്കും വേറെ ഏതൊരു ഇന്റർവ്യൂ ആണെങ്കിലും ഒരു കഥയെങ്കിലും ആയിരിക്കും നമ്മൾ സംസാരിച്ചിട്ടുണ്ടാവുക. എനിക്ക് ചിലപ്പം ഈ സംസാരിച്ചത് ഇക്കറിയില്ല എത്രത്തോളം ഇൻട്രസ്റ്റിംഗ് ആണെന്ന് എനിക്കറിയില്ല, പക്ഷെ ഇതിനേക്കാൾ എത്രയോ ഭംഗിയിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും അറിയാം കഥ പറയാം. കാരണം എനിക്ക് എൻ്റെ തോട്ട്സിനേക്കാൾ ഇഷ്ടം മെമ്മറീസാണ്. ഞാൻ തോട്ട് ചെയ്യുന്നൊരു സാധനത്തിനേക്കാൾ എനിക്ക് ഇഷ്ടം മെമ്മറീസാണ്. മെമ്മറീസ് പറഞ്ഞാൽ സ്റ്റോർഡാ, അതിൻ്റെ വക്കും പുള്ളിയൊക്കെ അറിയാം. അപ്പൊ കഥകൾ പറയാൻ പറ്റും. ഇന്ന് ശരിക്കും ഞാൻ അങ്ങനെയൊക്കെ ചിന്തിക്കപ്പെടാറ് ഒന്നുകിൽ ഇതേപോലത്തെ ഒരു കോൺവെർസേഷൻ വരണം. പലപ്പോഴും ആളുകളെടുത്ത് സംസാരിക്കുമ്പോൾ കഥകൾ ആയിരിക്കും കൂടുതലുണ്ടാവുക. അപ്പം ഇങ്ങനത്തെ ഒരു കോൺവെർസേഷൻ വന്നതുകൊണ്ട് ഞാൻ എന്നെ പറ്റി കുറച്ചെങ്കിലും ഒന്ന് ആലോചിച്ച്, ഞാൻ ശരിക്കും പറഞ്ഞില്ല, ഞാനിതൊന്നും ഇതുവരെ ചെയ്തൊരു സാധനം എനിക്ക് പ്രോപ്പറായിട്ട് ഇന്നേ വരെ എന്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ആലോചിക്കലുണ്ട്, കോളേജ് പ്രോഗ്രാമിലൊക്കെ വിളിക്കുമ്പോൾ
ഞാൻ ഏകദേശം ഒരു 4-5 വർഷം മുമ്പ് 4 വർഷം മുമ്പ് എഴുത്ത് നിർത്തിയിട്ടുണ്ട്. പിന്നെ ഒരു എഴുത്തോ അങ്ങനെ എന്തോ 1-2 പിന്നീട് എഴുതിയുള്ളൂ. അപ്പൊ സ്റ്റിൽ ഇന്ന പ്രോഗ്രാമിന് വിളിക്കുമ്പോൾ ഞാൻ ആലോചിക്കലുണ്ട് ഇവർക്ക് ശരിക്കും എന്താ പ്രശ്നം. അതായത് അന്നൊരു സമയത്ത് നമ്മൾ ഒരു പണി എടുത്തിട്ടുണ്ട്, ആ പണിയുടെ റിസൾട്ടിലാണ് നമ്മളിങ്ങനെ ജീവിച്ചു പോകുന്നത്. അത് എങ്ങനെയാലും ഇതിനൊരു എൻഡ് ഉണ്ടാവും. പക്ഷെ ഇത് എൻഡ് ചെയ്യാത്തൊരു പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ അന്ന് മനസ്സിലാക്കിയ ആളുകൾ ഉള്ളതുകൊണ്ടാണ്. പുതിയൊരു ജെൻസി പിള്ളേർക്ക് നമ്മൾ മനസ്സിലാകുമോ എന്നുള്ളതൊക്കെ ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. ഇന്ന് സംസാരിച്ചപ്പോഴാണ്, ശരിക്കും നിങ്ങളിത് സംസാരിക്കുമ്പോഴാണ് കുറേ കാലത്തിന് ശേഷം ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ചിട്ടും ഇങ്ങനെ ഒരു ചർച്ച ഇരിക്കണത് കുറേ കാലത്തിന് ശേഷം. അപ്പൊ എനിക്ക് എൻ്റെ ഒരു സ്ഥാനത്തേക്കുള്ളൊരു ഇതൊക്കെയാണ് എനിക്കുള്ള തിരിച്ചറിവ് എന്താ പറയാ, നിങ്ങൾക്ക് അതല്ലേ കൊണ്ടു നല്ല എനിക്കുള്ള തിരിച്ചറിവ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ എന്താ പറയാ, ഞാൻ നേരത്തെ നിങ്ങളൊരു സാധനം പറഞ്ഞു, നിങ്ങളൊരു എന്താ പറയുക ബുദ്ധിജീവി ഒക്കെ ആയിട്ടാണ് ഇതൊക്കെ ഉള്ളത്. ഇത് എൻ്റെ അടുത്തൊന്ന് യാസീൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന സാധനം വെച്ചാല് ഇനി കുതിരത്ത് വെച്ച് ഇന്ത്യ ആയിട്ട് എന്നൊരു എന്നോട് എന്നുള്ളതിൽ ഞാൻ മുന്നേ എല്ലാവരും കാണലുണ്ടായിരുന്നു. അപ്പോ ആ ഒരു നിങ്ങൾ ഏകദേശം ആ ഒരു ബോറിങ് മനുഷ്യന്മാരാണ് എന്നുള്ളതിനായിട്ടാണ് അന്ന് സംഭവം മനസ്സിലായിരുന്നത്. പക്ഷെ അന്ന് എനിക്കറിയായിരുന്നു അത് അങ്ങനെയല്ല എന്നുള്ള സംഭവം. എനിക്ക് അത് ഇന്ന് കിട്ടി. ഇന്ന് കിട്ടിയ വെച്ചാല് നിങ്ങളിപ്പോൾ പറഞ്ഞില്ലേ എത്രത്തോളം ഇൻട്രസ്റ്റിംഗ് ആണ് എന്നുള്ള സംഭവം അറിയില്ല. എനിക്ക് ഇൻട്രസ്റ്റിംഗിന് അപ്പുറത്തോട്ടായിട്ട് നേരത്തെ അത് പറഞ്ഞില്ല, വെരി കുതിര എനിക്ക് ആ സാധനം കിട്ടി. അതായത് നിങ്ങൾ എന്തുകൊണ്ട് കുതിരത്താവുന്നു എന്നുള്ള സാധനം എനിക്ക് കാണാൻ പറ്റി. പക്ഷെ ഞാൻ ചേഞ്ച് ചെയ്യും കേട്ടോ, അതും പറയാം. നിങ്ങളെ തിരിക്കുമ്പോ ഞാനാണ് വൈഫിനായിട്ട് ഞാൻ വേറെ കുതിരത്താണ്, ഞാൻ അങ്ങനെ ചേഞ്ച് ചെയ്യും. പക്ഷെ നമുക്ക് ഒരു സാധനത്തിന് അപ്പുറത്ത് ഒരു സാധനം കീപ്പ് ചെയ്യാനൊന്നും പറ്റൂല. അപ്പോൾ ഞാൻ നിങ്ങളായിട്ട് ഒരു സാധനം, ഒരു ഫേക്ക് സാധനം വെച്ചാൽ അത് നമ്മുടെ സൗഹൃദം തുടരുന്നുണ്ടെങ്കിൽ പറ്റൂല. ഫസ്റ്റ് കോൺവെർസേഷൻ എപ്പോഴും ബ്യൂട്ടിഫുൾ ആവുമല്ലോ.